നോക്കൂ. ഹലോ, ഗുഡ് ഈവനിങ്. സോ അങ്ങനെ വെയിറ്റ് ചെയ്ത് നാളെ നിങ്ങളുടെ ഫിസിക്സിൻ്റെ പബ്ലിക് എക്സാം ആണ് അല്ലേ? +2ൻ്റെ എക്സാം ആണ്. ഫിസിക്സ് വെച്ചിട്ട് തുടങ്ങുകയാണ്. റൈറ്റ്. സോ ആർ യു ഗൈസ് റെഡി? സോ ദ ലാസ്റ്റ് ലൈവ് ഫോർ യു ഗൈസ് ഇൻ ഫിസിക്സ്. സോ നമ്മൾ ഇന്ന് തുടങ്ങാൻ പോവുകയാണ്. ഓൾറെഡി ഫ്യൂ ചാപ്റ്റേഴ്സ് ആർ കംപ്ലീറ്റഡ് ഓൾറെഡി അല്ലേ? സച്ചിൻ സാർ എടുത്തു, പിന്നെ ഹർഷാദ് സാർ എടുത്തു. ബാക്കി ഇനി കുറച്ച് ചാപ്റ്റേഴ്സ് ആണ് നമുക്കുള്ളത്. ഓൾമോസ്റ്റ് 7 ചാപ്റ്റേഴ്സ് ദാറ്റ് വി ആർ ഗോണ കംപ്ലീറ്റ് ടുഡേ. സോ എല്ലാവരും റെഡി ആണെങ്കിൽ യാ ഹിബ ഗുഡ് ഈവനിങ്. കാശി ക്ലാസ് എപ്പോൾ തുടങ്ങും? ക്ലാസ് ഇതാ തുടങ്ങി. ഓക്കെ, ഗുഡ് ഈവനിങ് മാം കാശി. ഓക്കെ, ഗുഡ് ഈവനിങ് കാശി. ഓക്കെ, എല്ലാവരും വേഗം ഫ്രണ്ട്സിനെയൊക്കെ കൂട്ടിയിട്ട് വരിക. യൂഷ്വൽ ഒരു ലൈവിൽ നിന്ന് ചെറിയൊരു ചേഞ്ചിലാണ് നമ്മളിന്ന് വന്നിട്ടുള്ളത്. അതായത് നോർമലി ദ ലാസ്റ്റ് ഡേ വി ആർ ഒരു ഹറി ബറിയിൽ കുറേ ഡെറിവേഷൻസ് സോൾവ് ചെയ്യുന്നതിനേക്കാളും ഇറ്റ്സ് ബെറ്റർ. ഐ തിങ്ക് നമ്മൾ ഓൾറെഡി മോഡൽ എക്സാമിന് പ്രിപ്പയർ ചെയ്യുമ്പോൾ ഡെറിവേഷൻസ് ഒക്കെ നമ്മൾ നോക്കിയതാണ് അല്ലേ? മെയിൻ ഡെറിവേഷൻസ് ഇൻ റേ ഒപ്റ്റിക്സിലൊക്കെ ഡെറിവേഷൻസ് നമ്മൾ നോക്കിയതാണ്. സോ ദ മെയിൻ തിങ് വി ആർ ഗോണ ഫോക്കസിങ് ദ content. Okay, main contents and everything that the simple നിങ്ങൾ വിട്ടു പോകാൻ ചാൻസ് ഉള്ള കാര്യങ്ങൾ, ഇങ്ങനത്തെ കാര്യങ്ങളിലൂടെ ഒക്കെ ആയിരിക്കും നമ്മൾ ത്രൂ ദ ക്വസ്റ്റ്യൻസ് വി ആർ ഗോയിങ്. ഓക്കെ, ക്ലിയർ? ആർ യു റെഡി? യെസ്, റെഡി ആണെങ്കിൽ വേഗം യെസ് എന്ന് പറഞ്ഞു, എന്നിട്ട് വേഗം ഫ്രണ്ട്സിനെയൊക്കെ കൂട്ടിയിട്ട് വേഗം വരാം. ഓക്കെ മാം. ഓക്കെ, ഐ ഹോപ്പ് നിങ്ങളുടെ പ്രിപ്പറേഷൻസ് ഒക്കെ ഓൾമോസ്റ്റ് വിച്ച് ഈസ് കംപ്ലീറ്റഡ് ആണോ അല്ലയോ? അല്ലെങ്കിൽ ഒന്നും പ്രിപ്പയർ ചെയ്യാത്തവരുണ്ടോ? ഒന്നും പ്രിപ്പയർ ചെയ്യാതിരിക്കുന്നവരുണ്ടോ? അല്ലെങ്കിൽ കുറച്ചൊക്കെ പ്രിപ്പറേഷൻസ് കഴിഞ്ഞിട്ടാണ് ഇരിക്കുന്നത്? പ്ലീസ് ടെൽ മീ ഹൗസ് യുവർ പ്രിപ്പറേഷൻ ഇസ് ഗോയിങ്. ഓൾമോസ്റ്റ് ഓക്കെ. ഓക്കെ, ബാക്കിയുള്ളവരൊക്കെയോ എന്തായി നിങ്ങളുടെ പ്രിപ്പറേഷൻസ്? 3/4 കാശി നോ. വാട്ട് ഡസ് ഇറ്റ് ദാറ്റ് മീൻ? നോ. മുഹമ്മദ് ഹിഷാം ഓക്കെ ഡൺ. കാശി what do you mean by no? You didn't start the preparations till now or you completed whatever? Okay, so shall we start? ഇനി ആരെങ്കിലും വെയിറ്റ് ചെയ്യണോ? നമുക്ക് മെല്ലെ അങ്ങ് തുടങ്ങിയാലോ? 7 chapters are there. So നാളെ എക്സാം ആണ്. You have to sleep well. So we'll start with the chapter electromagnetic waves. Okay, the simple cute little chapter. Clear? So the first question, which is electric field of a plane electromagnetic wave traveling in the positive z direction is described by. How we are representing or we are describing an electromagnetic wave moves in a z direction. Z ഡയറക്ഷനിലുള്ള ഒരു ഇലക്ട്രോമാഗ്നറ്റിക് വേവിനെ നമ്മൾ എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യും? ഓക്കെ, സോ ദിസ് ഇസ് ദ മെത്തേഡ്. Ex is equal to E0 sin kz minus omega t അല്ലേ? എക്സ് എന്ന് പറയുന്നത് ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ, E0 എന്ന് പറയുന്നത് മാക്സിമം ആംപ്ലിറ്റ്യൂഡ് ഓഫ് ഇലക്ട്രിക് ഫീൽഡ് which is a sinusoidal wave, and kz, k is the wave vector, z is the direction of electromagnetic wave, omega is the angular frequency. Clear? Clear or no? Moving on to the next one. The electric field vector of an electromagnetic wave is represented as Ex is equal to Em sin kz minus omega t. Write the equation for magnetic field vector. Okay. അപ്പം ഫസ്റ്റ് ഇതിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇവിടെ ഇലക്ട്രിക് ഫീൽഡ് ഇസ് ഇൻ എക്സ് ഡയറക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇലക്ട്രിക് ഫീൽഡ് ഇസ് അലോങ് എക്സ് ഡയറക്ഷൻ ആൻഡ് കെ സെഡ് എന്ന് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാം ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് ഇസ് ഇൻ ദ സെഡ് ഡയറക്ഷൻ. സോ ഒബ്വിയസ്ലി നമുക്കറിയാം ഇലക്ട്രിക് ഫീൽഡ് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ് ഈസ് പെർപെൻഡിക്കുലർ ടു ഈച്ച് അതർ ആൻഡ് ദ ഇലക്ട്രോ മാഗ്നറ്റിക് ഫീൽഡ് ഈസ് പെർപെൻഡിക്കുലർ ടു ദാറ്റ് ഓഫ്. സോ വി ക്യാൻ റൈറ്റ് മാഗ്നറ്റിക് ഫീൽഡ് ഇസ് BY which is equal to BM. സി ഇവിടെ EM എന്നാണ് കൊടുത്തിട്ടുള്ളത്. സോ BM maximum sin kz minus omega t. That's it. Is that clear? I hope. So the SI unit of displacement current. What is the SI unit of displacement current? This you have to answer. What is the unit of displacement current? എന്താണ് displacement current ന്റെ യൂണിറ്റ് എന്താണ്? ഓപ്ഷൻസ് വന്നിട്ടുണ്ട് വോൾട്ട്, ആംപിയർ, ഓം, ഹെൻറി. I hope this is quite a simple thing which is ampere. Next one,
It was James Clerk Maxwell who modified Ampere's circuitant theorem by introducing the concept of displacement current. What do you mean by displacement current? What is this displacement current? നമ്മളൊരു ഡിസ്പ്ലേസ്മെന്റ് കറണ്ടിന്റെ ഒരു കുഞ്ഞു ഡെറിവേഷൻ പഠിക്കുമ്പോൾ അവിടെ നമ്മൾ പഠിക്കുന്നുണ്ട് there are two current, one is conduction current and another thing is displacement current അല്ലേ. Displacement current is nothing but a current due to the varying electric field or changing electric flux. Varying electric field കാരണോ changing electric flux കാരണോ ഉണ്ടാവുന്ന കറണ്ടിനെയാണ് നമ്മൾ എന്ത് പറയാ, displacement current എന്ന് പറയാം. Okay, varying electric field. Clear? Is that clear? And how can we represent the displacement current? Displacement current ഒരു equation ഉണ്ട്. Please do remember that. ID is equal to epsilon naught d phi by dt. Do remember this. Varying electric field കാരണമാണ് displacement current ഉണ്ടാകുന്നത്, and the equation for displacement current is nothing but epsilon naught d phi by dt, change in electric flux. Clear? Now, in a plane electromagnetic wave, sinusoidally oscillating electric field has an amplitude of 60 volt per meter. Calculate the amplitude of magnetic field. Okay, magnetic field in the amplitude കാണണം. Okay, answer is already there, but I am just telling you. What is the equation? C is equal to E naught by B naught. C is equal to E naught by B naught. This is very, very important equation. So, electric field by magnetic field. So, ഇവിടെ നമുക്ക് കാണാൻ പറഞ്ഞിട്ടുള്ള എന്താണ്? We have to find out the magnetic field. Magnetic field ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. Magnetic field കണ്ടുപിടിക്കണ ഈ equation just ഒന്ന് rearrange ചെയ്താൽ പറയാം എന്താകും? B naught which is equal to E naught by C. What is E naught? E naught is nothing but 60 volt per meter തന്നിട്ടുണ്ട്. Then, what is the speed of light? C is nothing but 3 into 10 raised to 8. So, we will get 20 into 10 raised to minus 8. The unit, don't forget it, which is Tesla. Clear or no? Is that clear? Yes or no? I hope so. Moving on to the next one. Okay, a certain radio station broadcast at a frequency of 600 kilohertz. What is the wavelength of radio waves? Okay, radio waves in the wavelength ആണ് കണ്ടുപിടിക്കേണ്ടത്. ഫ്രീക്വൻസി തന്നിട്ടുണ്ട്. ഒരു ഇക്വേഷൻ ആണ് നിങ്ങൾ ഇവിടെ ഓർക്കേണ്ടത്, lambda which is equal to c by nu. Lambda which is equal to c by nu. ഇവിടെ തന്നിട്ടുള്ളത് എന്തൊക്കെയാണ്? ഇവിടെ c നമുക്ക് അറിയാം, wavelength കണ്ടുപിടിക്കണം. nu ഇവിടെ തന്നിട്ടുണ്ട്. nu എത്രയാണ് തന്നത്? 600 kilohertz. Do remember, kilohertzലാണെങ്കിൽ അതിനെ നമ്മൾ ഹെഡ്സിലേക്ക് കൺവേർട്ട് ചെയ്തിരിക്കണം by multiplying with 10 raised to 3. So 600 nu means 600 into 10 raised to 3 hertz. Just substitute ചെയ്യാം. So lambda is equal to 3 into 10 raised to 8 by 600 into 10 raised to 3. So while solving this, you will get 0.5 into 10 raised to 3 meter. Clear? Is that clear? Please comment. Clear ആണോ ഇത്? So, രണ്ട് equations നിങ്ങൾ ഇവിടെ പഠിച്ചു. C is equal to E naught by B naught and lambda is equal to C by nu. Okay അല്ലേ? So, moving on to the next one. E by B is equal to what? E by B is equal to what? നമ്മൾ തൊട്ട് മുന്നേ ഒരു problem ചെയ്തു, which is C. E by B is equal to C. Okay. Clear? Next one. Some questions are there about the waves and radiations and all. If E is along y-axis, which is electric field is along y-axis. Electric field is propagating along the y direction, and B is along z direction. Magnetic field is propagating along the z direction. EM wave will propagate through, I already said, electric field, magnetic field are perpendicular to each other, and the electromagnetic wave is perpendicular to the atom. So, electric field y-axis ആണ്, magnetic field z-axis ആണ്. Then the EM wave will be along x direction. Okay, മനസ്സിലായിട്ടുണ്ടല്ലോ? Then the ray used for fake currency detection. Do answer, please. The ray used for fake currency detection. Fake ആയിട്ടുള്ള currency detect ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ray ഏതാണ്? Which is? വേഗം പറ. ഫേക്ക് കറൻസി ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന റേ ഏതാണ്? ഏത് റേ ഉപയോഗിച്ച് ഡിറ്റക്ട് ചെയ്യാം? Nobody? It is ultraviolet, UV rays. Okay, then the next one, the ray used for long range photography.
the ray used for long range photography, which is IR ray, infrared ray. Infrared ray cannot be absorbed by the smoke, fog or anything, so it can pass through the long distance. So long range photography ki use ചെയ്യുന്നത് IR rays ആണ്. ആരും എന്താ കമന്റ് ചെയ്യാത്തത്? Please comment it. Okay, then the ray used in remote control ന് യൂസ് ചെയ്യുന്നത് ഏതാണ്? Which is also IR rays, infrared rays. Remote control ന് യൂസ് ചെയ്യുന്നതും ഏതാണ്? IR rays. വേഗം. Okay, in Fatima commented infrared. Okay, good. Any hot objects can emit dash radiation. Any hot objects can emit dash radiation, which is also IR rays, infrared rays. Okay, next one. Inner electron excitation produce dash rays. Inner electron excitation produce dash rays, which is UV rays. Which is UV rays. Clear or not? അപ്പോൾ ഇത്രയും നേരം നമ്മൾ പഠിച്ചത് ഫേക്ക് കറൻസി ഡിറ്റക്ഷൻ യൂസ് ചെയ്യുന്നത് UV റേസ് ആണ്. ദെൻ ഇന്നർ ഇലക്ട്രോൺ എക്സൈറ്റേഷൻ യൂസ് ചെയ്യുന്ന റേസ് ഏതാണ്? UV റേ ആണ്. ദെൻ IR റേസിന്റെ മൂന്നെണ്ണം നമ്മൾ പഠിച്ചു. ഹോട്ട് ഒബ്ജക്റ്റ് എമിറ്റ് ചെയ്യുന്നത് IR റേസ് ആണ്. ദെൻ റിമോട്ട് കൺട്രോളിന് യൂസ് ചെയ്യുന്നത്, ലോങ് റേഞ്ച് ഫോട്ടോഗ്രാഫിക്ക് യൂസ് ചെയ്യുന്നത് ഇൻഫ്രാറെഡ് ആണ്. ദെൻ കമ്മ്യൂണിക്കേഷൻസ് യൂസ് ഡാഷ് വേവ്സ്. കമ്മ്യൂണിക്കേഷൻസ് യൂസ് ഡാഷ് വേവ്സ്. കമ്മ്യൂണിക്കേഷൻ യൂസ് ചെയ്യുന്നത് ഏത് വേവ്സ് ആണ്? വിച്ച് ഈസ് റേഡിയോ വേവ്സ്. റേഡിയോ വേവ്സ്. Radio waves. Now dash is used in radars. Radars ൽ യൂസ് ചെയ്യുന്നത് ഏതാണ്? Radars ൽ യൂസ് ചെയ്യുന്നത് എയർക്രാഫ്റ്റ് നാവിഗേഷൻ, ഇതിലൊക്കെ യൂസ് ചെയ്യുന്ന റേസ് ഏതാണ്? വേഗം. യെസ്, radar wave, radio wave. Radars ൽ യൂസ് ചെയ്യുന്നത് radio waves ആണോ? Yes, Fatima, that's good. Microwave. Yes, microwave. Microwave. Clear? Moving on to the next. Extremely hot object like sun emits. നമ്മൾ ഇവിടെ തൊട്ട് മുന്നേ പഠിച്ചു hot objects emit ചെയ്യുന്ന റേഡിയേഷൻ എന്ന് പറയുന്നത് IR ആണ്. So extremely hot objects like sun emits IR. Infrared rays. Okay, now give Ampere circuit and theorem with Maxwell's correction. അതായത് Ampere circuit and theorem with Maxwell's correction ന്റെ ഇക്വേഷൻ ആണ് എഴുതാൻ പറഞ്ഞിട്ടുള്ളത്. Very important equation, which is B dot dl which is equal to mu naught IC, which is the conduction current, plus mu naught ID. Clear? Mu naught IC plus mu naught ID. B dot dl is equal to mu naught I എന്നുള്ളതായിരുന്നു നമ്മുടെ ഇക്വേഷൻ. ഇവിടെ എന്തും കൂടി വന്നു? mu naught IC conduction current plus mu naught displacement current. Displacement current ഇക്വേഷൻ നമുക്കറിയാം. ID is equal to epsilon naught d phi by dt. If you want, you can substitute that also. Clear or no? Next one, match the following. Microwave, ഇതിൽ B കോളത്തിൽ കൊടുത്തിട്ടുള്ളത് ന്യൂക്ലിയർ റിയാക്ഷൻസ്, ക്ലിസ്ട്രോൺ, ഹോട്ട് ബോഡീസ് ആൻഡ് മോളിക്യൂൾസ്, ഓസോൺ ലെയർ. ഏതാണ് ഇതിൽ? വേഗം 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 പറയടോ. യെസ്, മൈക്രോവേവ്, ക്ലിസ്ട്രോൺ ഒരാൾ കമൻറ്റ് ചെയ്തിട്ടുണ്ട്. ദെൻ സിയിലുള്ളത് ഏതാണ്? സിയിൽ മെലാനിൻ, ക്യാൻസർ ട്രീറ്റ്മെൻറ്റ്, സെല്ലുലാർ ഫോൺസ്, റഡാർ, ഗ്രീൻ ഹൗസ് എഫക്റ്റ്. വിച്ച് വൺ? Which one? So microwave, which is klystron. Note ചെയ്ത് വെക്കാം, microwave, klystron. Then here it is radar wave. Okay, now the second one, infrared. ഏതായിരിക്കും? Hot bodies and molecules. Infrared, which is hot bodies and molecules, and C കോളത്തിൽ ഏതാണ്? Hot bodies and molecules, C കോളത്തിൽ ഏതാണ്? Which is greenhouse effect. Here it is greenhouse effect. Okay, now the third one, UV rays. UV rays എന്തിനൊക്കെ ഉപയോഗിക്കുന്നു? ഇവിടെ ബാക്കിയുള്ള മൂന്ന് ഓപ്ഷൻസ്, ഫ്രാക്ചർ ഓഫ് ബോൺസ്, ന്യൂക്ലിയർ റിയാക്ഷൻസ്, ഓസോൺ ലെയർ. വിച്ച് വൺ? യെസ്, UV rays for ഓസോൺ ലെയേഴ്സ്. അങ്ങനെയാണെങ്കിൽ നമ്മളുടെ തേർഡ് കോളത്തിൽ ഏതായിട്ടാണ് ഇത് ഓക്കെ ആവുന്നത്? തേർഡ് കോളത്തിലുള്ള ഓസോൺ ലെയർ ഏത് കോളമായിട്ടാണ് ഓക്കെ ആവുന്നത്? UV rays, ഓസോൺ ലെയർ, തേർഡ് കോളത്തിലുള്ള ഏതുമായിട്ട് ഇത് ഓക്കെ ആവും? വിച്ച് ഈസ് melanin. Okay, melanin. Yes, ozone layer. Yes. Okay, good. Now the last one is X-ray. Very simple. Fractures of bonds. Fractures of bonds
and which is connection with C. C യിലെ ഏതുമായിട്ടാണ്? C യിലെ ഏതുമായിട്ടാണ് നമ്മളുടെ X-ray okay ആവുക? X-ray, which is fracture of bonds, and here it is fracture of bond, and it is cancer treatment. Clear? Clear ആണോ? എല്ലാവർക്കും ക്ലിയർ അല്ലേ? യെസ്, ഫ്രാക്ചർ ഓഫ് ബോൺസ്. മൂവിങ് ഓൺ ടു ദ നെക്സ്റ്റ്. യെസ്, ക്ലിയർ. ഹിബ ഷിഹാബ് ക്ലിയർ ആണെന്ന് പറയുന്നു. ഓക്കെ, നെയിം ദ പാർട്ട് ഓഫ് ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രം. നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞ കുറച്ച് കാര്യങ്ങൾ തന്നെയാണ്. സോ നിങ്ങൾ വേഗം ആൻസർ ചെയ്യണം. യൂസ്ഡ് ഇൻ റഡാർ സിസ്റ്റം. റഡാർ സിസ്റ്റത്തിൽ യൂസ് ചെയ്യുന്നത് ഏതാണ്? വിച്ച് ഈസ് മൈക്രോവേവ്. റഡാർ സിസ്റ്റത്തിൽ യൂസ് ചെയ്യുന്നത് മൈക്രോവേവ്. നൗ, produced by bombarding of metal targeted by a high speed electron. Produced by bombarding of a metal targeted by high speed electron. High speed electron വാക്കത്തിലൂടെ പാസ് ചെയ്ത് ഒരു മെറ്റൽ സർഫസുമായിട്ട് ഇൻസിഡന്റ് ചെയ്ത് കഴിയുമ്പോൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന റേ ഏതാണ്? വിച്ച് ഈസ് എക്സ്-റേ. Electromagnetic waves are produced by oscillating charges. Oscillating charges. Electric field by stationary and magnetic field by moving charges, and this is oscillating charges. Clear? Clear ആണോ? എല്ലാവർക്കും ഇത് ക്ലിയർ ആണോ? വേഗം പറഞ്ഞേ. Yes. Okay, then the next. Arrange the following electromagnetic radiation in ascending order of frequency. Frequency Lilsaim. Yes. Okay. അപ്പം അസെൻഡിങ് ഓർഡറിൽ ഇവിടെ കുറച്ചെണ്ണം കൊടുത്തിട്ടുണ്ട്. വിസിബിൾ റേസ് ഉണ്ട്, ഇൻഫ്രാറെഡ് ഉണ്ട്, എക്സ് റേ ഉണ്ട്, ഗാമ റേ ഉണ്ട്. അസെൻഡിങ് ഓർഡറിലാണ് അറേഞ്ച് ചെയ്യേണ്ടത്. സോ വിച്ച് ഈസ് ദ ഫസ്റ്റ് വൺ? IR rays. IR rays കഴിഞ്ഞാൽ പിന്നെ ഏതാണ്? വിച്ച് ഇസ് വിസിബിൾ റേസ്, then X-rays, gamma rays. ഓർക്കേണ്ട ഒരു കാര്യം, ഫ്രീക്വൻസി കൂടുമ്പോൾ വേവ് ലെങ്ത് കുറയാണ് ചെയ്യാം. ഓക്കെ, ക്ലിയർ. യെസ്, IR, വിസിബിൾ, എക്സ്-റേ, ഗാമ റേ. ക്ലിയർ ആണല്ലോ? ക്ലിയർ? ഓക്കെ അല്ലേ? എല്ലാവർക്കും ക്ലിയർ ആണോ? യെസ്, കമന്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഫൈൻ. യെസ്. നമുക്ക് നെക്സ്റ്റ് ചാപ്റ്ററിലേക്ക് കിടക്കാം. Hiba, yes ma'am. Okay. So moving on to the next chapter, which is a very important chapter, ray optics and optical instruments. Okay. So നിങ്ങൾക്കറിയാം കുറേ ഡെറിവേഷൻസ് ഒക്കെ ഉള്ള ചാപ്റ്റർ ആണ്. ഡെറിവേഷൻസ്, ലെൻസ് മേക്കേഴ്സ് ഫോർമുല, നമ്മളുടെ ഡിഫ്രാക്ഷൻ, പ്രിസത്തിന്റെ മിനിമം ഡീവിയേഷൻ കാണുന്ന ഇക്വേഷൻ, സ്ഫെറിക്കൽ കർവ്ഡ് സർഫസിന്റെ ഡെറിവേഷൻ, ഇതൊക്കെ നമ്മൾ നോക്കിയതാണ് ഒരു പ്രാവശ്യം. സോ ഡൗട്ട് ഉള്ളവരൊന്നും കൂടി നോക്കുക. ആൻഡ് നൗ വി ആർ ഗോയിങ് ടു solve the main content problems. Okay. A ray of light falls on a plane mirror making an angle 30 degree with the surface of the mirror. The angle of deviation of the reflected ray will be how much? A ray of light falls on a plane mirror. ഒരു പ്ലെയിൻ മിററിൽ ഒരു 30 ഡിഗ്രി ആംഗിൾ, സർഫസുമായിട്ട് 30 ഡിഗ്രി, അതായത് പ്ലെയിൻ മിറർ ഇതാണെങ്കിൽ 30 ഡിഗ്രി, സർഫസുമായിട്ട് 30 ഡിഗ്രി ഉണ്ടാക്കിയിട്ടാണ് ഒരു റേ ഓഫ് ലൈറ്റ് വന്ന് ഫോളോ ചെയ്യുന്നത്. Then the angle of deviation will be how much? Angle of deviation of the reflected ray will be how much? എത്രയായിരിക്കും? വേഗം പറ. Angle of deviation will be how much? Angle of deviation എത്രയായിരിക്കും? വേഗം. സിമ്പിൾ തിങ്, നമുക്ക് ചെറിയ ക്ലാസ്സിലെ അറിയുന്ന കാര്യമാണ്. സി, ഇത് നമ്മളുടെ ഇൻസിഡന്റ് റേ നോർമലുമായ സർഫസുമായിട്ടുള്ളത് 90 ഡിഗ്രി. ദിസ് ഇസ് 30 ഡിഗ്രി. Then how much? Yes, this angle will be 60 degree. Very good. Which is, ഇതാണ് നമ്മളുടെ മിറർ. Okay, and this is the normal. ഒരു ray of light is incidenting by making an angle 30 degree. 30 degree. Okay, നോർമലും സർഫസും ആയിട്ടുണ്ടാകുന്നത് 90 ഡിഗ്രി.
So then 90 degree minus 30 degree, which is 60 degree. So angle of incidence എന്തായിരിക്കും 60 degree. Then the angle of reflection will be 60 degree. Okay, this is also 60 degree. Clear? Yes. Then the next one, the diverging mirror is called. ഏത് മിററിനെയാണ് നമ്മൾ diverging mirror എന്ന് പറയാം? Which mirror is known as the diverging mirror? Make it fast. Which mirror is known as the diverging mirror? ഏത് മിററാണ് നമ്മൾ diverging mirror എന്ന് പറയുന്നത്? Diverge ചെയ്യാം. ഏതോ ഒരു മിറർ നമ്മുടെ ray of lightനെ diverge ചെയ്യിപ്പിക്കും. Which is that? Yes, convex mirror is the diverging mirror. Convex mirror. Convex mirror എപ്പോഴെങ്കിലും ray of light ഏതെങ്കിലും ഒരു പോയിന്റിൽ കൂട്ടിമുട്ടിക്കോ? ഇല്ല, it will diverge. Yes, good. The converging mirror, now the opposite. Diverging mirror convex ആണെങ്കിൽ converging ray of light ഒരു പോയിന്റിൽ മീറ്റ് ചെയ്യുന്നത് ഏതാണ്? Which is concave mirror. Concave mirror. Yes, you guys are so fast. The mirror used in a vehicle as a rear view mirror. The mirror used in a vehicle as a rear view mirror. Rear view mirror ആയിട്ട് യൂസ് ചെയ്യുന്ന മിറർ ഏതാണ്? Which is convex mirror. Convex mirror മാറിപ്പോകരുത് കേട്ടോ. rear view mirror ആയിട്ട് യൂസ് ചെയ്യുന്ന ഏത് മിറർ ആണ്? Convex mirror. Now the convex mirror is used as a rear view mirror because why? എന്തുകൊണ്ടാണ് convex mirror rear view mirror ആയിട്ട് യൂസ് ചെയ്യുന്നത്? There are many reasons. The first one is high field view. High field view. High field view, അതായത് കൂടുതൽ ഏരിയ കവർ ചെയ്തിട്ട് എന്ത് ചെയ്യാൻ പറ്റും? കാണാൻ പറ്റും. High field view is the first reason. Then we'll get the erect image, diminished image. Clear? Clear ആണോ? High field view, erect image, diminished image, full coverage ആയിരിക്കും. Next one, the mirror used to magnify our face. The mirror used to magnify our face. വേഗം പറ. The mirror used to magnify our face. The mirror used to magnify our face. Yes, it is concave mirror. മാഗ്നിഫിക്കേഷൻ യൂസ് ചെയ്യുന്ന ഏതാണ്? ഇത്രയും ആലോചിച്ചാൽ മതി. കോൺവെക്സ് മിററിൽ നമ്മൾ രണ്ട് കേസാണ് പഠിക്കുന്നത്. ഒന്ന് ഇൻഫിനിറ്റിയിൽ നിന്ന് വരുന്ന റേ എവിടെ ഫോക്കസിൽ ഇതാവുന്നു, പക്ഷേ ഒരു ഡിമിനിഷ്ഡ് ഇമേജ് ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. ആൻഡ് ഇൻഫിനിറ്റിൻ്റെയും അല്ലെങ്കിൽ നമ്മുടെ പോളിൻ്റെയും ഇടയിൽ വെക്കുന്ന ഏതൊരു ഒബ്ജക്റ്റിൻ്റെതും നമുക്ക് കിട്ടുക ഫോക്കസിൻ്റെയും പോളിൻ്റെയും ഇടയിലായിരിക്കും, വിച്ച് ഈസ് ഓൾസോ ഡിമിനിഷ്ഡ് ഇമേജ്. അല്ലെങ്കിൽ വി ക്യാൻ സേ ലെസ് ദാൻ ദ സൈസ് ഓഫ് ഒബ്ജക്ട്. ഒബ്ജക്റ്റിൻ്റെ സൈസിനേക്കാളും ചെറുതായിരിക്കും. അവിടെ ഒരിക്കലും ഒബ്ജക്റ്റിൻ്റെ സൈസിനേക്കാളും വലിയൊരു ഇമേജ് ഫോം ചെയ്യുന്നില്ല, വിച്ച് ഈസ് ഓൺലി ഫോംഡ് ഇൻ കോൺകേവ് മിറർ. കോൺകേവ് മിറർ വളരെ ചെറിയ എളുപ്പമുള്ള കാര്യങ്ങളാണ്, പക്ഷേ we used to tend make mistakes on these things. The center of a spherical mirror is called. ഒരു spherical mirrorന്റെ center എന്ന് പറയുന്ന പേരെന്താണ്? Spherical mirrorന്റെ center എന്ന് പറയുന്ന പേരെന്താണ്? Easy thing, which is spot. അല്ലേ? Now, listen carefully. An object placed at a distance of 20 centimeter from a concave mirror. ഒരു concave mirrorൽ നിന്ന് 20 centimeter ഒരു concave mirror, this is a concave mirror. കോൺകേവ് മിററിൽ നിന്ന് 20 സെൻറ്റിമീറ്ററിൽ ഒരു ഒബ്ജക്റ്റ് വെച്ചു. ഓക്കെ, 20 സെൻറ്റിമീറ്റർ എവിടെയോ 20 സെൻറ്റിമീറ്ററിൽ എന്ത് ചെയ്തു? അതായത് ഈ ഡിസ്റ്റൻസിൽ ഇതൊരു 20 സെൻറ്റിമീറ്റർ ആണ്. ഒരു ഒബ്ജക്റ്റ് വെച്ചു. നമ്മുടെ ഒബ്ജക്റ്റ് ഇവിടെയാണുള്ളത്. ഓക്കെ, ആൻഡ് ദ ഫോക്കൽ ലെങ്ത് ഇസ് 10 സെൻറ്റിമീറ്റർ. ഫോക്കൽ ലെങ്ത് ഇസ് 10 സെൻറ്റിമീറ്റർ. എഫ് എന്ന് പറയുന്നത് എത്രയാണ്? എഫ് ഇസ് ഈക്വൽ ടു 10 സെൻറ്റിമീറ്റർ. ദ പൊസിഷൻ ഓഫ് ദ ഇമേജ് വിൽ ബി, നമ്മുടെ കയ്യിൽ വേറെ ഒന്നുമില്ല, നമ്മൾ കണ്ടുപിടിക്കേണ്ടത് എന്താണ്? ഇമേജിൻ്റെ പൊസിഷൻ കണ്ടുപിടിക്കണം. വലിയ പണിയെടുക്കാനുള്ളൊന്നുമില്ല, നിങ്ങൾ ഇക്വേഷൻ വെച്ചിട്ടൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. വേറൊരു ഇക്വേഷൻ നമുക്കറിയാം, എഫ് ഈസ് ഈക്വൽ ടു ആർ ബൈ 2 അല്ലേ? അല്ലെങ്കിൽ ആർ ഈസ് ഈക്വൽ ടു 2f. എഫ് 10 സെൻറ്റിമീറ്റർ ആണെങ്കിൽ ആർ എത്രയായിരിക്കും? 20 സെൻറ്റിമീറ്റർ. വിച്ച് മീൻസ് നമ്മളുടെ ഒബ്ജക്റ്റ് ഉള്ളത് സെൻറ്റർ ഓഫ് കർവേച്ചറിലാണ് അല്ലേ? നമ്മളുടെ ഒബ്ജക്റ്റ് ഈസ് സിറ്റുവേറ്റഡ് അറ്റ് സെൻറ്റർ ഓഫ് കർവേച്ചർ. ഫോക്കസ് 10 സെൻറ്റിമീറ്റർ ആണെങ്കിൽ റേഡിയസ് ഓഫ് കർവേച്ചർ എന്ന് പറയുന്നത് 20 സെൻറ്റിമീറ്റർ ആയിരിക്കും. ഒബ്ജക്റ്റ് ഈസ് പ്ലേസ്ഡ് അറ്റ് ദ സെൻറ്റർ ഓഫ് കർവേച്ചർ. സിയിലാണ് ഒബ്ജക്റ്റിൽ. സിയിൽ ഒരു ഒബ്ജക്റ്റ് ഉണ്ടായി കഴിഞ്ഞാൽ എവിടെയായിരിക്കും ഇമേജ് ഫോം ചെയ്യുക? അറ്റ് സി ഇറ്റ് സെൽഫ് അല്ലേ? സിയിൽ ഒരു ഒബ്ജക്റ്റ് ഉണ്ടായി കഴിഞ്ഞാൽ നമ്മളുടെ ഒബ്ജക്റ്റ് ഇമേജ് എവിടെയായിരിക്കും ഫോം ചെയ്യുക? സിയിൽ തന്നെയായിരിക്കും ഇമേജ് ഫോം ചെയ്യുക അല്ലേ? സോ
ഇവിടെ തന്നെ ഇമേജ് ഫോം ചെയ്യും. ഓക്കെ, രണ്ട് റൂൾ ഉപയോഗിച്ചിട്ട് വരയ്ക്കുക. സിയിൽ തന്നെയായിരിക്കും ഇമേജ് ഫോം ചെയ്യാം. ക്ലിയർ ആണല്ലോ? Then the position of the image will be 20 centimeter. Now one more thing. Using new Cartesian sign conversion, left side lekana, so it will be minus. V is equal to minus 20. V is equal to minus 20 centimeter. U is also equal to minus 20 centimeter and F is also equal to minus 10 centimeter. Yes. Okay, clear? Now, an object is placed at a distance of 40 centimeter from a convex mirror. An object is placed at a 40 centimeter from a convex mirror so that the image is formed at a distance 10 centimeter from it. The linear magnification is. നമ്മളുടെ അടുത്ത് ഒബ്ജക്റ്റ് എവിടെയാണ് വെച്ചതെന്ന് പറഞ്ഞിട്ടുണ്ട്, ഇമേജ് എവിടെ ഫോം ചെയ്തു എന്നും പറഞ്ഞിട്ടുണ്ട്. വി ഹാവ് ടു ഫൈൻഡ് ഔട്ട് ദ ലീനിയർ മാഗ്നിഫിക്കേഷൻ. വാട്ട് ഈസ് ദ ഇക്വേഷൻ ഫോർ ലീനിയർ മാഗ്നിഫിക്കേഷൻ? എം ഈസ് ഈക്വൽ ടു minus v by u. മിററിന്റെ കേസിൽ മാഗ്നിഫിക്കേഷൻ ഇക്വേഷൻ minus v by u. ലെൻസിന്റെ കേസിൽ മാഗ്നിഫിക്കേഷൻ ഇക്വേഷൻ m is equal to v by u. Don't forget that. ഇവിടെ നമ്മളുടെ അടുത്ത് പറഞ്ഞിട്ടുള്ളത് which is a convex mirror, അല്ലെ? convex mirror ആണ്. So this is a convex mirror. This is a pole. പോളാണ്. ഒരു 40 സെന്റിമീറ്ററിൽ എന്ത് ചെയ്തിട്ടുണ്ട്? ഇവിടെ നമ്മളുടെ ഒരു ഒബ്ജക്റ്റ് വെച്ചിട്ടുണ്ടെന്ന് വിചാരിക്കാം. ഇവിടെ വെക്കുന്ന ഒബ്ജക്റ്റിന്റെ ഇമേജ് ഫോം ചെയ്തിട്ടുള്ളത് ടെൻ സെന്റിമീറ്ററിലാണെന്ന് പറഞ്ഞു. നേരെ പോകുന്നത് എന്ത് ചെയ്യും? So give me a second. ഫോക്കസിലൂടെ വരുന്ന പോലെ തോന്നും. നൗ ഒരു റേ ഓഫ് ലൈറ്റ് സെന്റർ ഓഫ് കർവേച്ചറിലേക്ക് പോകുന്ന പോലെ വിടുക. Give me a second. ഒരു ഒബ്ജക്റ്റ് ഇവിടെ വയ്ക്കുന്നു. ദെൻ നേരെ പോകുന്ന റേ ഓഫ് ലൈറ്റ് ഏതിലൂടെ ആയിരിക്കും പാസ് ചെയ്യുക? ഫോക്കസിലൂടെ. ഇറ്റ് വിൽ പാസ് ത്രൂ ദ ഫോക്കസ്. ഓക്കെ, സോ ഇവിടെ എന്താണ്? ഇതൊരു കൺവേർജിങ് മിറർ ആണോ ഡൈവേർജിങ് മിറർ ആണോ? വിച്ച് ഇസ് എ ഡൈവേർജിങ് മിറർ. അതുകൊണ്ട് ഇത് ഏതിലൂടെ പോകുന്ന പോലെ തോന്നും? വിച്ച് ഇസ് ഗോയിങ് ഫ്രം ഫോക്കസ്. ദെൻ അടുത്ത റേ ഓഫ് ലൈറ്റ് നമുക്ക് സെന്റർ ഓഫ് കർവേച്ചറിലൂടെ പാസ് ചെയ്യാം. ദെൻ ദ ഇമേജ് വിൽ ബി ഫോംഡ് ബിറ്റ്വീൻ ദ പോൾ ആൻഡ് ഫോക്കസ്. ഓക്കെ, പോളിൻ്റെയും ഫോക്കസിൻ്റെയും ഇടയിലായിരിക്കും ഇമേജ് ഫോം ചെയ്യാം, ആണല്ലോ. അപ്പം ഈ ഫോം ചെയ്തത് 10 സെൻറ്റിമീറ്റർ ആണെന്ന് പറഞ്ഞു. ആൻഡ് ഈ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 40 സെൻറ്റിമീറ്റർ ആണെന്ന് പറഞ്ഞു. ക്ലിയർ? ഇങ്ങനെയാണെങ്കിൽ നമ്മളോട് ചോദിച്ചത് ലീനിയർ മാഗ്നിഫിക്കേഷൻ എന്താണ്? ഒബ്ജക്റ്റിൻ്റെ നമ്മൾ എപ്പോഴും എങ്ങനെ എടുക്കുക? മൈനസ്, ബിക്കോസ് ലെഫ്റ്റ് സൈഡിലാണ് മൈനസ്. സോ മൈനസ് 10 ബൈ വി എന്ന് പറയുന്നത് 10 ആണ്, വിച്ച് ഇസ് പോസിറ്റീവ് 10 ബൈ മൈനസ് 40. ഇത് പ്ലസ് ആയി പോകും. സോ ദ ആൻസർ വിൽ ബി പ്ലസ് 1/4. ലീനിയർ മാഗ്നിഫിക്കേഷൻ വിൽ ബി പ്ലസ് 1/4. ക്ലിയർ ആണോ? മാഗ്നിഫിക്കേഷന്റെ വാല്യൂ പ്ലസ് കണ്ടാൽ നമുക്ക് മനസ്സിലായിരിക്കണം വിച്ച് ഇസ് ആൻ എറക്റ്റ് ഇമേജ് ആൻഡ് വെർച്വൽ ഇമേജ്. മൈനസ് ആണെങ്കിൽ വിച്ച് ഇസ് ദ റിയൽ ആൻഡ് ഇൻവേർട്ടഡ് ഇമേജ്. ക്ലിയർ? ക്ലിയർ ആണോ എല്ലാവർക്കും? Yes, clear. Good. Now, the absolute refractive index n of a medium is 1.5. Then the velocity of light in that medium. Absolute refractive index തന്നിട്ടുണ്ട്, which is 1.5, which means n is equal to 1.5. നമ്മളുടെ അടുത്ത് കാണാൻ പറഞ്ഞിട്ടുള്ളത് വെലോസിറ്റി ഓഫ് ലൈറ്റ് ഇൻ ദാറ്റ് മീഡിയം. 1.5 റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഉള്ള ഒരു മീഡിയത്തിലെ വെലോസിറ്റി ആണ്, ലൈറ്റിന്റെ വെലോസിറ്റി ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഡെൻസർ മീഡിയത്തിലായിരിക്കുമ്പോൾ വെലോസിറ്റി കുറയും, റെയർ മീഡിയത്തിലായിരിക്കുമ്പോൾ വെലോസിറ്റി കൂടുതലായിരിക്കും. ഇതൊക്കെ നമുക്ക് അറിയുന്ന കാര്യമാണ്. സോ ദ ഇക്വേഷൻ ഈസ് n is equal to c by v. n is equal to c by v ആണ്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? വെലോസിറ്റി ഓഫ് ദാറ്റ് മീഡിയം. v is equal to c by n, അല്ലേ? സോ c is nothing but 3 into 10 raised to 8, 3 into 10 raised to 8 meter per second by which is 1.5 ആണല്ലോ. ഇത് എത്രയാണ് നമുക്ക് കിട്ടുക? which is 2 into 10 raised to 8 meter per second. This will be the answer. Clear ആണോ?
Is that clear? Yes, ma'am. Okay, good. Now the next one, the velocity of a light in a medium 1 and medium 2. അതായത് medium 1ലേത് 3 into 10 raised to 8 meter per second. Medium 2ലേത് 1.5 into 10 raised to 8 meter per second. Okay. Then the refractive index of medium 2 with respect to medium 1. Refractive index of medium 2 with respect to medium 1 ആണ് കണ്ടുപിടിക്കേണ്ടത്. എന്താണ് ഇക്വേഷൻ? എങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാം? രണ്ട് മീഡിയം തന്നിട്ടുണ്ട്. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് മീഡിയം 2 വിത്ത് റെസ്പെക്ട് ടു മീഡിയം 1 കണ്ടുപിടിക്കണം. സോ n is equal to we can write v1 by v2. v1 എന്താണ്? v1 is nothing but 3 into 10 raised to 8 meter per second by 1.5 into 10 raised to 8 meter per second. ഇത് രണ്ട് ക്യാൻസൽ ആയി പോകും. പോയിന്റ് പോക്കാൻ മൾട്ടിപ്ലൈ വിത്ത് 10 മുകളിലും. സോ വിൽ ഗെറ്റ് ദ ആൻസർ 2. ക്ലിയർ? ആൻസർ is 2. ക്ലിയർ ആണോ? Yes. Okay, good. Now the next one, the smallest angle of deviation that can be produced by a prism. ഒരു പ്രിസത്തിന് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നത് സ്മോളസ്റ്റ് ആംഗിൾ ഓഫ് ഡീവിയേഷൻ നമ്മൾ പറയുന്ന പേരെന്താണ്? മിനിമം ഡീവിയേഷൻ. മിനിമം deviation. Minimum deviation is the smallest angle of deviation that can be produced by the prism. Clear? Now the next one, when a ray of light passing through a prism, listen carefully, very important question. When a ray of light passing through a prism, the angle of refraction at the first and second phases are found to be 28 degree and 32 degree respectively. അപ്പോൾ ഒരു പ്രിസത്തിലൂടെ ഒരു റേ ഓഫ് ലൈറ്റ് പാസ് ചെയ്ത് പോകുമ്പോൾ അത് റിഫ്രാക്റ്റഡ് ആവും നമുക്കറിയാം. സോ ആദ്യത്തെ ഫേസിൽ നിന്ന് രണ്ടാമത്തെ ഫേസിലുള്ള റിഫ്രാക്ഷൻ എന്ന് പറയുന്നത് ഫസ്റ്റ് ഫേസിൽ 28 ഡിഗ്രിയും രണ്ടാമത്തെ ഫേസിൽ 32 ഡിഗ്രിയാണ്. വാട്ട് വിൽ ബി ദ ആംഗിൾ ഓഫ് പ്രിസം? നമ്മൾ നമ്മുടെ മിനിമം ഡീവിയേഷൻ കാണാനുള്ള ഒരു ഡെറിവേഷൻ ചെയ്ത് വരുന്നതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് എഴുതുന്നുണ്ട്. ആംഗിൾ ഓഫ് പ്രിസം വിച്ച് ഇസ് ഈക്വൽ ടു R1 plus R2. ഡു യു റിമെമ്പർ ദിസ്? ആംഗിൾ ഓഫ് പ്രിസം ഓർക്കുന്നുണ്ടോ? ഈ ഇക്വേഷൻ ഓർക്കുന്നുണ്ടോ? Angle of prism which is equal to R1 plus R2. ഓർക്കുന്നുണ്ടോ ഈ ഇക്വേഷൻ? Yes or no? Yes. So ഇവിടെ രണ്ട് റിഫ്രാക്ഷൻ ആണ് തന്നിട്ടുള്ളത്. എന്ത് ചെയ്താൽ മതി? Very simple. Angle of prism which is equal to 28 degree plus 32 degree. It will be 60 degree. Clear? Okay. Moving on to the next one. Then a ray of light incident at an angle of incidence 60 degree, which means angle of incidence എന്ന് പറയുന്നത് 60 degree ആണ്. Angle I is equal to 60 degree on a prism of angle 60. അതായത് angle of prism, angle A is equal to 60 degree. Then the angle of incidence, and the angle of emergence found to be equal. Angle of incidence angle of emergence equal ആണെന്ന് മനസ്സിലായി. What is the refractive index of the prism? Refractive index ആണ് കണ്ടുപിടിക്കേണ്ടത്. Very very important equation. Refractive index ന്റെ equation ഇതാണ്. N is equal to sin of A plus D by 2 whole divided by sin of A by 2. Just substitute ചെയ്യാം. വേഗം ചെയ്ത് നോക്കിയേ. Sin of 60 plus 60 by 2 whole divided by sin of 60 by 2. അല്ലേ? നമുക്ക് എത്ര കിട്ടും? Sin of 60 degree by sin of 30 degree. എത്രയാണ്? Sin of 60 എന്ന് പറയുന്നത് എത്രയാണ്? Which is root 3 by 2 and sin 30 എന്ന് പറയുന്നത് 1 by 2. It will get cancelled. The answer will be root 3. കിട്ടിയോ? കിട്ടിയോ? Yes. Okay. So equation ഓർത്ത് വെച്ചിരിക്കുക. Refractive index കാണാനുള്ള equation sin of A plus D by 2 whole divided by sin of A by 2. D എന്ന് പറയുന്നത് minimum deviation, A എന്ന് പറയുന്നത് angle of prism. Clear? Now if N is the refractive index of a denser medium and C is the critical angle, sin C is equal to what? Yes. Good. നിങ്ങൾ വേഗം ചെയ്യുന്നുണ്ടല്ലോ. Very good. Okay. N is the refractive index of a denser medium and C is the critical angle. Then what will be the sin C?
Sin C is equal to what? Sin C is equal to 1 by n. What is critical angle? നമുക്കറിയാം ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷനായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യമാണത്. യെസ്, 1 by n. വെരി ഗുഡ്. സോ എന്തായിരുന്നു ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ എന്ന് പറയുന്നത്? When a ray of light entering from denser medium to rarer medium, the first condition, denser medium നിന്ന് rarer mediumത്തിലേക്ക് ഒരു ray of light enter ചെയ്യുകയാണെങ്കിൽ, if the angle of incidence is greater than the critical angle, critical angle-നേക്കാളും കൂടുതലാണ് angle of incidence എങ്കിൽ, the ray will undergo reflection or ray will came back to the same medium without undergoing refraction. Refraction വിധേയമാവാതെ ray എന്ത് ചെയ്യും? It will come back to the same medium, reflected back to the same medium. Okay, so critical angle എന്താന്ന് വെച്ചാൽ at a particular angle of incidence, the angle of refraction will be 90 degree or the refracted ray will be parallel to the surface of separation. So relation എന്താണ്? Sin C is equal to 1 by n. Now brilliance of diamond is due to what? Diamondന്റെ ആ ഒരു തിളക്കം എന്തുകൊണ്ടാണ്? Why the diamond is shining so much? What is the reason? എന്തുകൊണ്ടാണ് ഡയമണ്ട് അത്രയും നല്ലപോലെ തിളങ്ങുന്നത്? What is the reason? Is there any relation between the ray optics or any phenomena? Yes, total internal reflection. Total internal reflection. അപ്പോൾ ഓർത്ത് വയ്ക്കുക, ചിലപ്പോൾ ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒരു കാര്യം എഴുതാൻ പറഞ്ഞാൽ യു ക്യാൻ റൈറ്റ് ദാറ്റ്. റൈറ്റ്. നൗ വൺ മോർ തിങ്, ഒന്നും കൂടി നിങ്ങൾ പറഞ്ഞേ, വേറൊരു കാര്യം കൂടി പറഞ്ഞു. ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ എക്സ്പീരിയൻസ് ചെയ്യുന്ന വേറൊരു കാര്യം എന്താ? നമുക്കറിയാം ഡെസേർട്ടിലൊക്കെ കാണുന്ന ഒപ്റ്റിക്കൽ ഇല്യൂഷൻ, മിറാഷ്, വിച്ച് ഈസ് ഓൾസോ ഡ്യൂ ടു ദ ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ. ആൻഡ് ദ പ്രിൻസിപ്പിൾ ഓഫ് ഒപ്റ്റിക്കൽ ഫൈബർ ഈസ് ഓൾസോ ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ. ഓർത്ത് വയ്ക്കാം, മിറാഷ് ആൻഡ് ഒപ്റ്റിക്കൽ ഫൈബർ, brilliance of diamond. Yes, optical fiber cable. Very good. Now with the help of a ray diagram, sketch the image formation of a convex lens when the object is between f and 2f. നമ്മൾ എടുത്ത് പറഞ്ഞിട്ടുള്ളത് റേ ഡയഗ്രാം പ്ലോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എവിടെയാണ് ഒബ്ജക്റ്റ് വെച്ചിട്ടുള്ളത്? എഫ് ആൻഡ് 2fന്റെ ഇടയിലാണ് ഒബ്ജക്റ്റ് ഉള്ളത്. ഓക്കെ, സോ വിൽ ഡ്രോ. This is optical center, then this is the f, this is the 2f. Okay, I'm keeping an object over here. Object ഇവിടെ വെക്കണം. f2 to f2. നമുക്കറിയാം കോൺവെക്സ് ലെൻസ് എന്ന് പറയുന്ന ഒരു കൺവേർജിങ് ലെൻസ് ആണ്. സോ ദ ഇമേജ് വിൽ ബി ഓൺ ദ അതർ സൈഡ്. റേ ഓഫ് ലൈറ്റ് ഇവിടെ എത്തുന്നു, ഇറ്റ് വിൽ റിഫ്രാക്റ്റഡ്. ഇതുപോലെ നമുക്ക് എന്ത് ചെയ്യാം? ഫോക്കസിലൂടെ പാസ് ചെയ്യുന്നു വിചാരിക്കാം. ഓക്കെ, ഇറ്റ് വിൽ പാസ് ത്രൂ ദ ഫോക്കസ്. നൗ ഒരു റേ ഓഫ് ലൈറ്റ് നമുക്ക് എന്ത് ചെയ്യാം? ഒപ്റ്റിക്കൽ സെന്ററിലൂടെ പാസ് ചെയ്യിപ്പിക്കാം, അല്ലേ? നമുക്ക് കിട്ടേണ്ടത് എവിടെയാണ്? വി ഹാവ് ടു ഗെറ്റ് ദിസ് ബിയോണ്ട് 2f. 2f2ന്റെ അപ്പുറത്തായിട്ടായിരിക്കണം, 2f2ന്റെ ബിയോണ്ട് ആയിട്ടായിരിക്കണം നമുക്ക് ഇമേജ് ഫോർമേഷൻ നടക്കുന്നത്. സോ ഒബ്ജക്റ്റ്, ഇമേജ്. ക്ലിയർ? ഇസ് ദാറ്റ് ക്ലിയർ? Now the next one, a concave lens always forms a virtual and diminished image of the object. With the help of a ray diagram, sketch the following formation of concave lens. Concave lens is always form a virtual and diminished image of the object. With the help of a ray diagram, sketch the image formation by a concave lens. Concave lens in image formation ആണ് വരയ്ക്കാൻ പറഞ്ഞിട്ടുള്ളത്. So we'll draw. നിങ്ങൾ വരച്ചു നോക്കുക കേട്ടോ. So this is the optical center. ഇവിടെ നമ്മളുടെ ഫോക്കസ്, ഇവിടെ നമ്മളുടെ 2f വയ്ക്കുന്നു, ഇവിടെ ഫോക്കസ് f1 to f1, f2 to f2. Okay, so I'm keeping the object over here somewhere. ഇവിടെ വേണമെങ്കിലും വെക്കാം. സോ എന്താ സംഭവിക്കുക? റേ ഓഫ് ലൈറ്റ് പാസ് ചെയ്യുന്നു. What happened? It will diverge. ഇത് ഡൈവേർജ്ഡ് ആയി പോകും. ആൻഡ് ഇത് എവിടെ നിന്ന് വരുന്ന പോലെ തോന്നും? ഫോക്കസിൽ നിന്ന് വരുന്ന പോലെ തോന്നും. Okay, there is a small deviation is there. Now the other thing we can draw, it will pass through the optical center. Optical centerലൂടെയാണ് പാസ് ചെയ്യുന്നത് എങ്കിൽ, optical centerലൂടെയാണ് പാസ് ചെയ്യുന്നത് എങ്കിൽ എന്താ സംഭവിക്കുക? The image formed over here between O and
between O and between F and O. Optical center-ന്റെയും ഫോക്കസിന്റെയും ഇടയിലായിട്ടായിരിക്കും ഇമേജ് ഫോർമേഷൻ നടക്കുക. ക്ലിയർ? ഐ ഹോപ്പ് സോ. റേ ഡയഗ്രാം വരയ്ക്കുമ്പോൾ നിങ്ങൾ ആരോ മറക്കരുത്. മാക്സിമം ബാക്ക്വേർഡ് എക്സ്റ്റെൻഡ് ചെയ്യുന്ന ഡോട്ടർ ലൈനും യൂസ് ചെയ്തിട്ട് വരയ്ക്കാം. Now the focal length of a double convex lens is 12 cm and radii of curvature of face are 10 cm and 15 cm. ഒരു ഡബിൾ കോൺവെക്സ് ലെൻസിന്റെ ആണ് പറഞ്ഞിട്ടുള്ളത്. അതിന്റെ ഫോക്കൽ ലെങ്ത് എന്ന് പറയുന്നത് 12 cm. കോൺവെക്സ് ലെൻസ് ആയതുകൊണ്ട് റൈറ്റ് സൈഡിലേക്ക് ഫോക്കൽ ലെങ്ത് പോസിറ്റീവ് ആയിരിക്കും. കർവേച്ചർ ഓഫ് ഫേസസ് ആർ 10 cm and 50 cm. ഫസ്റ്റ് വൺ R1ന്റെ എന്തായിരിക്കും? 10 cm എന്ന് പറയുന്നത് പോസിറ്റീവ് ആയിരിക്കും. Then R2 will be minus 15 cm ആയിരിക്കും. It will be the negative side. What is the refractive index of the lens? നമുക്ക് ഏത് ഇക്വേഷൻ യൂസ് ചെയ്യാം? ഇതിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കണ്ടുപിടിക്കാൻ we can use which equation? ഏത് ഇക്വേഷൻ ആണ് നമുക്ക് ഇവിടെ യൂസ് ചെയ്യാൻ പറ്റുക? റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കണ്ടുപിടിക്കാൻ നമുക്ക് ഏത് ഇക്വേഷൻ ഇവിടെ യൂസ് ചെയ്യാം? പ്ലീസ് കമൻറ്റ്. N ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. N കണ്ടുപിടിക്കാൻ ലെൻസ് മേക്കേഴ്സ് ഫോർമുല. വെരി ഗുഡ്. യെസ്, ലെൻസ് മേക്കേഴ്സ് ഫോർമുല. എന്താണ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കണ്ടുപിടിക്കാൻ? നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? 1/f is equal to, ഇവിടെ n ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്, n minus 1 into 1/r1 minus 1/r2. വേഗം ചെയ്ത് നോക്കിയേ. n minus 1 1/r1 minus 1/r2. 1/f എത്രയാണ്? 1/f is equal to 1/12 is equal to n നമുക്കറിയില്ല. We have to find out 1/10 minus 1/-15. വേഗം ചെയ്, എന്നിട്ട് വേഗം ആൻസർ പറഞ്ഞേ. How much we'll get? വേഗം വേഗം വേഗം. ഫാത്തിമ പറഞ്ഞു ലെൻസ് മേക്കേഴ്സ് ഫോർമുലയാണെന്ന്. യെസ്, 1/f is equal to n minus 1 into 1/r1 minus 1/r2. just substitute ചെയ്യുന്നു. Then what we'll get? n minus 1 is equal to 6/12 എന്ന് കിട്ടും അല്ലേ? So which is nothing but 1/2. കിട്ടിയോ? ഇത്രയും നിങ്ങൾക്ക് കിട്ടിയോ? അപ്പോൾ n is equal to എന്തായിരിക്കും? n is equal to എന്തായിരിക്കും? n is equal to 1/2 plus 1. n is equal to 1/2 plus 1. This is nothing but 1.5. Clear? Yes, Fatima, 1.5. Yes. Okay. Clear? Hope so. So, ഈ പ്രോബ്ലം ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, സൈൻ കൺവേർഷൻ മറന്നു പോകരുത്. ഡബിൾ കോൺവെക്സ് ലെൻസ് ഒന്നിൻ്റെ കർവേച്ചർ എങ്ങോട്ടായിരിക്കും? ലെഫ്റ്റ് സൈഡിലേക്കും ഒന്നിൻ്റേത് റൈറ്റ് സൈഡിലേക്കും ആയിരിക്കും. റൈറ്റ് സൈഡിലേക്കുള്ളതിൻ്റെ പോസിറ്റീവും ലെഫ്റ്റ് സൈഡിലേക്കുള്ളത് നെഗറ്റീവുമായിരിക്കും. നൗ സ്റ്റേറ്റ് ദ ലോ ഓഫ് റിഫ്രാക്ഷൻ. വാട്ട് ഈസ് ലോ ഓഫ് റിഫ്രാക്ഷൻ? വാട്ട് ഈസ് ലോ ഓഫ് റിഫ്രാക്ഷൻ? വേഗം പറഞ്ഞു, എന്താണ് ലോ ഓഫ് റിഫ്രാക്ഷൻ എന്ന് പറയുന്നത്? സോറോ, ഹലോ സോറോ. What is law of refraction? എന്താണ് law of refraction? രണ്ട് സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. ഫസ്റ്റ് വൺ is angle of incidence, angle of refraction, or else we can say incident ray, refracted ray, normal. Three of them are in the same plane. And the second one, which is the Snell's law, the ratio of sine of angle of incidence to the sine of angle of refraction will be a constant. What is the equation? Sine I by sine r is equal to n2 by n1. അല്ലേ? Snell's law. Yes. Clear? So, state the law of refraction. Sin I by sin r is equal to n2 by n1. Okay or no? Yes, Snell's law. Now, draw the passage of light ray entering from denser medium to rarer medium. Entering from denser medium to rarer medium. And the second one, entering from rarer medium to denser medium. രണ്ട് മീഡിയത്തിലേക്ക്, ഒന്ന് rarer മീഡിയത്തിൽ നിന്ന് denser മീഡിയത്തിലേക്കും ഒന്ന് denser മീഡിയത്തിലേക്ക് rarer മീഡിയത്തിലേക്കും റേ ഓഫ് ലൈറ്റ് എൻ്റർ ചെയ്യുകയാണെങ്കിൽ എന്താ സംഭവിക്കുക? എന്തെങ്കിലും സംഭവിക്കുക? is there any bending or is there any move towards the normal, move away from the normal? What is going to happen? We have to depict the picture. Okay, clear? So we are going to draw that. നമുക്ക് ആദ്യം വരയ്ക്കേണ്ടത് എന്താണ്? rarer medium to denser medium വരയ്ക്കാം. So this is the rarer medium, this is the denser medium. So ray of light enter ചെയ്യുന്നു at this point. ആ പോയിന്റിന്റെ നോർമൽ ആണ്, ഞാൻ നോർമൽ ആദ്യം വരച്ചു. So this is the angle of incidence
Then rarer മീഡിയത്തിൽ നിന്ന് ഡെൻസർ മീഡിയത്തിലേക്ക് വരുമ്പം എന്താ സംഭവിക്കുക? സ്പീഡ് ഓഫ് ലൈറ്റ് വിൽ ഡിക്രീസ് ആൻഡ് ദ റിഫ്രാക്റ്റഡ് റേ വിൽ മൂവ് ടുവേർഡ്സ് എ നോർമൽ. നോർമലിന്റെ അടുത്തേക്കായിരിക്കും റിഫ്രാക്റ്റഡ് റേ മൂവ് ചെയ്യുക. ഓക്കെ, നോർമലിന്റെ അടുത്തേക്കായിരിക്കും റിഫ്രാക്റ്റഡ് റേ മൂവ് ചെയ്യാം. This will be R, this will be I. ക്ലിയർ ആണോ? അല്ലേ? ഇവിടെ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എന്ന് പറയുന്നത് വിച്ച് ഇസ് ഗ്രേറ്റർ ദാൻ ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ. നൗ നെക്സ്റ്റ് കേസ് ഡെൻസർ മീഡിയം ടു റെയറർ മീഡിയം ആണ് നമുക്ക് വരയ്ക്കേണ്ടത്. സോ ഡെൻസർ മീഡിയം ടു റെയറർ മീഡിയം. ഇവിടെ എന്താണ് സംഭവിക്കുക? റേ ഓഫ് ലൈറ്റ് വന്ന് ഇൻസിഡന്റ് ചെയ്യുന്നു. What happened? Rarer മീഡിയത്തിലേക്ക് വരുമ്പോൾ സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻക്രീസ് ചെയ്യും and it will move away from the normal. It will move away from the normal. It will move away from the normal. Clear? ഇതായിരിക്കും നമ്മളുടെ ആംഗിൾ ഓഫ് ഇൻസിഡൻസ്, ഇതായിരിക്കും ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ. This is angle of refraction. ഇവിടെ എന്തായിരിക്കും? R is greater than I. Clear ആണോ? Is that clear? R is greater than I. Okay. So next one, briefly explain how optical fibers transmit light signals. എങ്ങനെയാണ് optical fibers light signals transmit ചെയ്യുന്നത്? ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ ആണ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഓപ്റ്റിക്കൽ ഫൈബേഴ്സിൽ നടക്കുന്നത് ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ ആണ്. എന്താ ചെയ്യുന്നത് നോക്കാം. ചെക്ക് ദിസ് ഡയഗ്രാം. ഓക്കെ, ഇവിടെ ഇതിന്റെ ഉള്ളിലുള്ള പോർഷൻ കണ്ടില്ലേ, ഈ ഗ്രേ കളറിലുള്ള ഭാഗം, ഇതെന്ന് പറയുന്നത് ഹൈ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആയിരിക്കും. ദ ഇൻസൈഡ് പോർഷൻ ഈസ് മെയ്ഡ് അപ്പ് ഓഫ് ഹൈ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് മെറ്റീരിയൽ ആൻഡ് ഔട്ട്സൈഡ് ഇസ് കോട്ടഡ് വിത്ത്, ഈ കോട്ട് ചെയ്യുന്ന ഭാഗം, ഈ ഹൈ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഉള്ള മെറ്റീരിയലിനെ ഒരു ലോ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഉള്ള മെറ്റീരിയലുമായിട്ട് എന്ത് ചെയ്യും? കോട്ട് ചെയ്ത് വെക്കും. സോ ഒരു റേ ഓഫ് ലൈറ്റ് ഇതിൻ്റെ അകത്തേക്ക് ഇൻസിഡന്റ് ചെയ്ത് കഴിയുമ്പം എന്ത് സംഭവിക്കും? ഈ ഹൈ റിഫ്രാക്റ്റീവ് ഇൻഡെക്സിൽ നിന്ന് ലോ റിഫ്രാക്റ്റീവ് ഇൻഡെക്സിലേക്ക് പോയി കഴിയുമ്പോൾ ഡെൻസർ മീഡിയം ടു റെയറർ മീഡിയം എന്ത് സംഭവിക്കും? If the angle of incidence is greater than the critical angle, it will came back to the same medium, reflected back to the same medium, and it will reflected back to the high refractive index ഉള്ള same medium reflect ചെയ്യും. So again it will undergo continuous reflection. ഇത് എന്ത് ചെയ്യും? Continuous reflection undergo ചെയ്യും. This is nothing but the total internal reflection. ഇങ്ങനെയാണ് എനർജി ലോസ് ഇല്ലാതെ ലൈറ്റ് സിഗ്നൽസ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. ഓക്കെ, സോ ഓർക്കേണ്ട കാര്യം ഇവിടെ ഫസ്റ്റ് ഉണ്ടാകും നമ്മുടെ ഇതിൻ്റെ അകത്തുള്ള മെറ്റീരിയൽ എന്തായിരിക്കും? ഒരു മെറ്റീരിയൽ ഹൈ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആയിരിക്കും ആൻഡ് കോട്ടഡ് വിത്ത് ട്രാൻസ്പെറൻറ്റ് മെറ്റീരിയൽ ഹാവിംഗ് ലോ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. ഓക്കെ, പ്രിൻസിപ്പിൾ ഓഫ് ട്രാൻസ്മിഷൻ എന്താണ്? ലൈറ്റ് ട്രാൻസ്മിഷൻ ഇൻ ദ ഒപ്റ്റിക്കൽ ഫൈബർ വിച്ച് ഈസ് ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ. Okay, light traveling within the core strikes outside the surface at an angle of incidence greater than the critical angle. It will reflect it back and undergo continuous reflection. Clear? Okay ആണോ? ക്ലിയർ ആണോ എല്ലാവർക്കും? വേഗം പറഞ്ഞേ. യെസ്, കാശി യെസ് എന്ന് പറയുന്നു. എന്താണ് ബാക്കിയുള്ളവരുടെ അവസ്ഥ? വേഗം പറഞ്ഞേ. നോക്കിയാണോ? നമുക്ക് നെക്സ്റ്റ് ചാപ്റ്ററിലേക്ക് പോവാം. ചാപ്റ്റർ 10, വേവ് ഒപ്റ്റിക്സ്. യെസ് ഓർ നോ? പൃഥ്വിരാജ് യെസ്. യെസ്, ഓക്കെ. എവിടെ പോയി ഫാത്തിമ? എവിടെ പോയി ഫാത്തിമ? ഹിബ? So moving on to the next chapter, which is wave optics. Okay, so wave optics is the first question. Dash phenomenon proves the transverse nature of light. Light in the transverse nature prove ചെയ്യുന്ന phenomena ഏതാണ്? Which is the phenomena that proves the transverse nature of light? Which is the phenomena? Which is
Polarization. Polarization. Here, the next one. Energy of a wave travel in a direction dash to the wavefront. Wavefront enganeyanu energy of wave. Wave inde energy engane endayittanu travel cheya. Kashi answered it, polarization, very good. So, energy of a wave travel in which direction to the wavefront? Which direction? Energy of a wave is travel in which direction of the wavefront? Wavefront enganeyanu direction, ഏത് directionലാണ് travel cheya? Perpendicular. Very important, which is perpendicular. Perpendicular. Next one, the phase difference between 2 points situated on the same wavefront. അതായത് ഒരു വേവ്ഫ്രണ്ടിലുള്ള രണ്ട് പോയിന്റ്സിന്റെ ഫേസ് ഡിഫറൻസ് എന്തായിരിക്കും? പെർപെൻഡിക്കുലർ. യെസ്, പെർപെൻഡിക്കുലർ. ഗുഡ്. ഒരു വേവ് ഫ്രണ്ടിലുള്ള രണ്ട് പോയിന്റിന്റെ വേവ് ഫ്രണ്ട് എന്തായിരിക്കും? വിച്ച് ഇസ് ഇൻ ദ സെയിം വേവ് ഫ്രണ്ട് ആൻഡ് ആ രണ്ട് പോയിന്റിന്റെ ഫേസ് ഡിഫറൻസ് ആണ് ചോദിച്ചിട്ടുള്ളത്. ഫേസ് ഡിഫറൻസ് ഓഫ് 2 points in the same wave front. ഓർത്ത് വയ്ക്കുക, which is 0 because they are in a same wave front. Okay, now the next one is a path difference of lambda is equivalent to the phase difference of lambda is equivalent to the phase difference of what? Phase difference of what? Where comment to you? Phase difference of 2 pi. Path difference of lambda is equivalent to the phase difference of 2 pi. Next one, the condition for constructive interference is path difference is equal to, options തന്നിട്ടുണ്ട്, n lambda by 2, 2n plus 1 lambda, 2n plus 1 lambda by 2. Which is the answer? 2 pi. Yes, good. ഇതിന്റെ ആൻസർ ഏതാണ്? ഓപ്ഷൻ എ ആണോ, ബി ആണോ, സി ആണോ, ഡി ആണോ? കണ്ടീഷൻ ഫോർ കൺസ്ട്രക്റ്റീവ് ഇന്റർഫറൻസ്. കൺസ്ട്രക്റ്റീവ് ഇന്റർഫറൻസിന്റെ കണ്ടീഷൻ എന്താണ്? വേഗം ഐ എം വെയിറ്റിംഗ്. What is the condition for constructive interference? What is the condition for constructive interference? Nobody? Don't know? Which is the option D. Ortho vekya 2n plus 1 lambda by 2. 2n plus 1 lambda by 2. This is the condition for constructive interference. Constructive interference in the path difference in equation endana? 2n plus 1 lambda by 2. Clear? Now the next one. Okay, that is question is repeating. Oh no. What is the condition for? There is a small difference. Okay. Oh, this is constructive. ഒരു ചെറിയ ചേഞ്ച് പറ്റിയിട്ടുണ്ട്. എന്താണ് കൺസ്ട്രക്റ്റീവ് ഇന്റർഫറൻസിന്റെ ഇക്വേഷൻ? കൺസ്ട്രക്റ്റീവ് ഇന്റർഫറൻസ് വിച്ച് ഈസ് n lambda. കൺസ്ട്രക്റ്റീവ് ഇന്റർഫറൻസ് n lambda ആണ് കൺസ്ട്രക്റ്റീവ് ഇന്റർഫറൻസിന്റെ ഇക്വേഷൻ. ആൻഡ് ഡിസ്ട്രക്റ്റീവ് ഇന്റർഫറൻസിന്റെ ഇക്വേഷൻ എന്താണ്? 2n plus 1 lambda by 2. മറന്നു പോകരുത്, കൺസ്ട്രക്റ്റീവ് ഇന്റർഫറൻസ് n lambda, ഡിസ്ട്രക്റ്റീവ് ഇന്റർഫറൻസ് 2n plus 1 lambda by 2. Clear? Next one, sketch the interference pattern. Interference pattern plot ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എന്തൊക്കെയാണ് interference patternൽ വേണ്ടത്? X axis will draw the path difference, y axis will draw the intensity of light. So here the intensity, here the path difference. Okay, good. ഇവിടെ തൊട്ട് മുന്നേ ചെറിയൊരു മിസ്റ്റേക്ക് വന്നിട്ട് ആരും മാറിപ്പോലെ. Constructive interference which is n lambda, destructive interference 2n plus 1 lambda by 2. Okay, now the sketch the interference pattern. ഒരു interference pattern plot ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അവർക്ക് x axis path difference ഉം y axis എന്താണ് intensity of light ആണ് വരുന്നത്. Now how we can plot this? ഞാൻ നേരെയാക്കാൻ വേണ്ടിയിട്ടായിരുന്നു അങ്ങനെ വരച്ചത്. So this will be the diagram. This is the interference pattern. Now we have to mark over here lambda, here is 2 lambda, here also lambda, 2 lambda, 3 lambda. Clear? This is the
interference pattern, and you can mark over here which is the intensity maximum intensity. Clear or not? Next one, interference of light from two sources can be observed. The sources are independent, the sources are different frequency and random phases, the sources are of different frequency, sources are coherent. Which is the answer? Interference of light from two sources can be, interference of light from two sources can be observed. അതായത് രണ്ട് സോഴ്സിൽ നിന്നുള്ള ലൈറ്റിന്റെ ഇന്റർഫറൻസ് എങ്ങനെയാണ് നമുക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റുക? സോഴ്സ് ആർ ഇൻഡിപെൻഡന്റ് ആണെങ്കിലാണോ, സോഴ്സിന്റെ ഫ്രീക്വൻസിയും ഫേസസും ഡിഫറെന്റ് ആണെങ്കിലാണോ, സെയിം ഫ്രീക്വൻസി ആണെങ്കിൽ സോഴ്സിന് ഡിഫറെന്റ് ഫ്രീക്വൻസി ആണെങ്കിലാണോ, അല്ലെങ്കിൽ സോഴ്സ് ആർ കൊഹറന്റ്? വിച്ച് വൺ? ഓപ്ഷൻ എ, ബി, സി, ഡി. വിച്ച് ഇസ് ആൻസർ? വിച്ച് ഇസ് ഓപ്ഷൻ ഡി. സോഴ്സ് കൊഹറന്റ് ആണെങ്കിലാണ് interference of light from two sources can be observed if the sources are coherent. Clear? Now, write the condition to produce good interference band. നല്ലൊരു ഇൻറ്റർഫറൻസ് ബാൻഡ് ഒബ്സർവ് ചെയ്യണമെങ്കിലുള്ള കണ്ടീഷൻസ് എന്തൊക്കെയാണ്? ഒന്നിപ്പോൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. വാട്ട് ഈസ് ദ ഫസ്റ്റ് വൺ? സോഴ്സ് മസ്റ്റ് ബി കൊഹറൻറ്റ്. സോഴ്സ് എന്തായിരിക്കണം? കൊഹറൻ്റ് ആയിരിക്കണം. നൗ ദ സോഴ്സ് തമ്മിലുള്ള ഡിഫറൻസ് എന്തായിരിക്കണം? അതും വളരെ കുറവായിരിക്കണം. വേറെ എന്താണ്? വേഗം പറ. സോഴ്സ് കൊഹറൻ്റ് ആയിരിക്കണം, രണ്ട് സോഴ്സും തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ആ ഡിഫറൻസ് എന്ന് പറയുന്നത് വളരെ ചെറുതായിരിക്കണം, ആൻഡ് നാരോ സോഴ്സ് ആയിരിക്കണം. ഓക്കെ, നാരോ സോഴ്സ് ആയിരിക്കണം, മോണോക്രോമാറ്റിക് ലൈറ്റ് ആയിരിക്കണം. ഈ 4 പോയിന്റ്സ് ഒന്ന് ഓർത്ത് വെച്ചേക്കുക. coherent source and difference between two coherent source will be very less, and it should be a narrow source, and then it should be a monochromatic light. Okay, clear? Now, colors of a thin soft film is due to diffraction, polarization, interference, scattering. ഏതാണ് കളേഴ്സ് ഓഫ് എ തിൻ സോഫ്റ്റ് ഫിലിം? ഒരു തിൻ സോഫ്റ്റ് ഫിലിമിന്റെ കളറിന്റെ കാരണം എന്താണ്? ഡിഫ്രാക്ഷൻ ആണോ, പോളറൈസേഷൻ ആണോ, ഇന്റർഫറൻസ് ആണോ, സ്കാറ്ററിംഗ് ആണോ? ദ ആൻസർ ഇസ് ഇന്റർഫറൻസ്. അപ്പോൾ ഇന്റർഫറൻസിന് ഒരു എക്സാമ്പിൾ ചോദിച്ചാൽ നിങ്ങൾക്ക് എന്ത് എഴുതാം? കളേഴ്സ് ഓഫ് തിൻ സോഫ്റ്റ് ഫിലിം. Okay, now the next one, the phenomena of restricting the vibration of electric vector into a single direction is called dash of light. അതായത് ഒരു ഇലക്ട്രിക് വെക്ടറിനെ ഒരു സിംഗിൾ പ്ലെയിനിലേക്ക്, ഒരു സിംഗിൾ ഫേസിലേക്ക് റെസ്ട്രിക്ട് ചെയ്യുന്ന ഫിനോമിന ഏതാണ്? which is polarization. Clear? I hope so. The next one, the scattered light seen in a direction dash to the direction of incident plane polarized. The scattered light seen in a direction dash to the direction of incident light plane polarized. ഒരു പ്ലെയിൻ പോളറൈസ്ഡ് ആയിട്ടുള്ള ലൈറ്റിലേക്ക്, പ്ലെയിൻ പോളറൈസ്ഡ് ആയിട്ടുള്ളതിലേക്ക് സ്കാറ്റേർഡ് ലൈറ്റിന്റെ ഡയറക്ഷൻ എന്തായിരിക്കും? which is perpendicular. Which is perpendicular. Okay, the next one, the wavefront originating from a point source. ഒരു പോയിന്റ് സോഴ്സ് നിന്ന് ഒറിജിനേറ്റ് ചെയ്യുന്ന വേവ് ഫ്രണ്ടിന് പറയുന്ന പേരെന്താണ്? സ്ഫെറിക്കൽ വേവ് ഫ്രണ്ട്. സ്ഫെറിക്കൽ വേവ് ഫ്രണ്ട്. സ്ഫെറിക്കൽ വേവ് ഫ്രണ്ട്. ഒരു പോയിന്റ് സോഴ്സ് ആണെങ്കിൽ അതിൽ നിന്ന് ഒറിജിനേറ്റ് ചെയ്യുന്ന വേവ് ഫ്രണ്ടിന് പറയുന്ന പേരെന്താണ്? സ്ഫെറിക്കൽ വേവ് ഫ്രണ്ട്. ഓക്കെ, സ്ഫെറിക്കൽ വേവ് ഫ്രണ്ട് ആയിരിക്കും. പോയിന്റ് സോഴ്സ് നിന്ന് ഒറിജിനേറ്റ് ചെയ്യുന്നത് സ്ഫെറിക്കൽ വേവ് ഫ്രണ്ട് ആയിരിക്കും. Clear? The next one, the wavefront originating from a line source or a slit. ഒരു സ്ലിറ്റ് എന്നോ അല്ലെങ്കിൽ ഒരു ലീനിയർ ആയിട്ടുള്ള ലൈൻ സോഴ്സ് എന്നോ ഫോം ചെയ്യുന്ന വേവ് ഫ്രണ്ട് എന്തായിരിക്കും? which is cylindrical wavefront. Cylindrical wavefront. Next one, the wavefront originating from a source which is infinity. ഇൻഫിനിറ്റിയിൽ നിന്ന് വരുന്ന ഒരു സോഴ്സ് ആണെങ്കിൽ, ഇൻഫിനിറ്റിയിലുള്ള ഒരു സോഴ്സ് ആണെങ്കിൽ അതിൽ നിന്ന് വരുന്ന വേവ് ഫ്രണ്ടിന്റെ എങ്ങനെയായിരിക്കും? എന്ത് വേവ് ഫ്രണ്ട് ആയിരിക്കും? ഫാത്തിമ സ്റ്റാർട്ടഡ് ടു കമന്റ് അഗെയിൻ. ഓക്കെ, ദിസ് ഇസ് പ്ലെയിൻ വേവ് ഫ്രണ്ട്. പ്ലെയിൻ വേവ് ഫ്രണ്ട്. യെസ്, the shape of a wavefront originating from a tube-light. ഒരു ട്യൂബ്ലൈറ്റ് എന്ന് പറയുന്നത് എന്താണ്? ഒരു സ്ലിറ്റ് പോലെ ഒരു ലീനിയർ ആയിട്ടുള്ള സ്ട്രെയിറ്റ് ആയിട്ടുള്ള അല്ലേ? സോ ദിസ് വിൽ ബി സിലിണ്ട്രിക്കൽ. അപ്പോൾ സിലിണ്ട്രിക്കൽ വേവ് ഫ്രണ്ടിന് ഒരു എക്സാമ്പിൾ എഴുതാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് എഴുതാം? ട്യൂബ്ലൈറ്റ് എന്ന് വരുന്ന വേവ് ഫ്രണ്ട് എന്തായിരിക്കും? which is cylindrical. Next one, mention the shape of wavefront for the portion of wavefront of light from a distant star intercepted by Earth. ഒരു ദൂരെ നിന്നുള്ള ഒരു സ്റ്റാർ എന്ന് വരുന്ന വേവ് ഫ്രണ്ട് ഏത് ഷേപ്പ് ആയിരിക്കും? ആൻസർ ദിസ്. Yes, plain wavefront. Even though
Yes, plain wavefront. കുറേ ദൂരെ നിന്ന് വരുന്ന ഒരു പോയിന്റ് സോഴ്സ് ആണെങ്കിൽ കൂടി അതിൽ നിന്ന് വരുന്ന വേവ് ഫ്രണ്ട് എന്തായിരിക്കും? വിച്ച് ഇസ് പ്ലെയിൻ. ഇൻഫിനിറ്റി എന്ന് വരുന്നതാണെങ്കിൽ പ്ലെയിൻ വേവ് ഫ്രണ്ട്. നെക്സ്റ്റ് വൺ, can two sound wave interfere with each other? രണ്ട് സൗണ്ട് വേവ്സിന് ഇന്റർഫിയർ ചെയ്യാൻ പറ്റുമോ? Yes or no? Can two sound wave interfere with each other? Can two sound waves interfere with each other? Yes or no? Answer. Can two sound waves interfere with each other? Do remember which is a wave. So the answer is yes. Sound waves are waves, so it can interfere with each other because sound is a wave. എഴുതിയിട്ട് ഇങ്ങനെ എഴുതി വെക്കുക, sound is a wave. Clear ആണല്ലോ? Now, can sound wave polarized? Interfere ചെയ്യാൻ പറ്റും. Now, can sound waves is polarized? The answer is very important. Note it down. No. Sound waves in interfere ചെയ്യാൻ പറ്റും because it is sound is a wave. But sound waves in polarized ആവാൻ പറ്റില്ല because sound waves are longitudinal in nature. Light is in transverse in nature because it is longitudinal in nature. Okay, clear? Now, the phenomena of bending light around the edges of an obstacle. The phenomena of bending of light around the edges of an obstacle. Or obstacle ഇടയിൽ എൻഡിൽ ബെൻഡ് ചെയ്യുന്നതിന്, ലൈറ്റ് ബെൻഡ് ചെയ്യുന്നതിന് പറയുന്ന ഫിനോമിന എന്താണ്? Which is diffraction. Okay, yes, diffraction. Next one, Christine Huygens suggested wave theory of light. What do you mean by wavefront? What do you mean by the wavefront? വേഗം പറ, what do you mean by the wavefront? What is wavefront? Which is the locus of all points vibrating in the same phase. Which is the locus of all points. Yes, vibrating in the same phase. Good. Oh, the second one is name any two types of wavefront. നമ്മൾ ഇപ്പോൾ ഡിസ്കസ് ചെയ്തു കഴിഞ്ഞു. Cylindrical, spherical, plane, whatever you want to write, you can write. Now, locus means it is a collection of wavefronts. Okay, collection of points. കുറേ collections of points ഒരു സെയിം വൈബ്രേഷൻസ് ഉള്ള collection of points ഒരു സെയിം ഫേസിലുള്ള collection of points വൈബ്രേറ്റ് ചെയ്യുന്നതിനാണ് നമ്മൾ എന്ത് പറയുക? wavefront എന്ന് പറയുക. Now, state Huygens principle of light. Write any three types of wavefront again. So, wavefront നമുക്ക് അറിയുന്ന കാര്യമാണ്. Huygens principle ആണ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത്. What is Huygens principle? What is Huygens principle? Comment it. See, if this is a source and this is a wavefront formed by that, and every point on this primary wavefront act as the source for secondary. Okay, act as the source of secondary. This will act as a source for secondary wavelets, and tangent of this will gives the secondary wavefront. Tangent of this gives the secondary wavefront. Clear? So, every point on the primary wavefront act as the source of secondary wavelets, and the tangent of that will give the secondary wavefront. Yes, and the speed will be equal to the secondary wavelets in the speed എന്തായിരിക്കും? It will be equal to the speed of primary. Secondary wavelets in the speed എന്ന് പറയുന്നത് it will be equal to the speed of primary. Okay, now differentiate the interference pattern with coherently illuminated single slit diffracted pattern. Diffraction ഉം interference ഉം തമ്മിലുള്ള ഡിഫറൻസ് ആണ് നമ്മൾ പറയുന്നത്. What is the difference between diffraction and interference? First interference പറ. എന്താണ് interferenceന്റെ പോയിന്റ് എന്താണ്? Interference എങ്ങനെയാണ് interference? അത് വെച്ചിട്ട് നമുക്ക് തുടങ്ങാം. എങ്ങനെയാണ് interference ഉണ്ടാവുന്നത്? വേഗം പറയടോ. Nobody. Same coherent source എന്നുള്ള, I mean not same, രണ്ട് coherent source എന്നുള്ള സൂപ്പർ ഇമ്പോസിഷൻ ഓഫ് വേവ്സിനെയാണ് നമ്മൾ എന്ത് പറയുക? ഇന്റർഫറൻസ് എന്ന് പറയാം. ഇഫ് രണ്ട് സോഴ്സിൽ നിന്നുള്ള സൂപ്പർ ഇമ്പോസിഷൻ ഓഫ് വേവ്സ് ഇസ് നോൺ ആസ്
interference. Superimposition of waves from two coherent source. രണ്ട് coherent source ആയിരിക്കണം, അതിൽ നിന്നുള്ള രണ്ട് waves, if they are superimposed, then it is known as the interference. Now tell me what is the diffraction. എന്താണ് diffraction? എന്താണ് diffraction? എന്താണ് സെയിം സോഴ്സിൽ നിന്നുള്ള സെക്കൻഡറി വേവ്ലെറ്റ്സിന്റെ സൂപ്പർഇമ്പോസിഷൻ ആണ് നമ്മൾ എന്ത് പറയാ, സെയിം കോറന്റ് സോഴ്സ് ആയിരിക്കും, പക്ഷെ അതിൽ നിന്നുള്ള സെക്കൻഡറി വേവ്ലെറ്റ്സിന്റെ സൂപ്പർഇമ്പോസിഷൻ നമ്മൾ എന്ത് പറയും, ഡിഫ്രാക്ഷൻ എന്ന് പറയും. ഓക്കെ, അപ്പൊ രണ്ട് കോറന്റ് സോഴ്സിൽ നിന്നുള്ള സൂപ്പർഇമ്പോസിഷൻ ഓഫ് വേവ്സിനെ നമ്മൾ ഇന്റർഫറൻസ് എന്ന് പറയും. ആൻഡ് സെയിം കോറന്റ് സോഴ്സിൽ നിന്നുള്ള സൂപ്പർഇമ്പോസിഷൻ ഓഫ് സെക്കൻഡറി വേവ്ലെറ്റ്സ് വി ആർ കോളിംഗ് ഇറ്റ് ആസ് ഡിഫ്രാക്ഷൻ. ഇനി ഒരു 2-3 പോയിന്റ്സും കൂടി വേണം, വേഗം പറ. ഇന്റർഫറൻസ് എന്ന് പറയുന്നത് ബാൻഡിന്റെ നമ്പർ എന്തായിരിക്കും, വളരെ കൂടുതലായിരിക്കും. നമ്പർ ഓഫ് ബാൻഡ്സ് ഫോംഡ് ഇസ് ഹയർ, ബട്ട് ഡിഫ്രാക്ഷനിലോ നമ്പർ ഓഫ് ബാൻഡ് ഫോംഡ് ഇസ് ലെസ്സർ. ആൻഡ് ഇൻ ഇന്റർഫറൻസ് ഡാർക്ക് കളേഴ്സ് ആർ അപ്പാരന്റ്ലി മച്ച് ഡാർക്കർ, ബട്ട് ഡിഫ്രാക്ഷനിലോ ലൈറ്റ് ആയിരിക്കും. ഡാർക്ക് കളേഴ്സ്, അതായത് ബാൻഡിന്റെ ഡാർക്ക് കളേഴ്സ് വിച്ച് ഇസ് വെരി ലൈറ്റ്. മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ? ആൻഡ് ഇന്റൻസിറ്റി ഓഫ് ബ്രൈറ്റ് ഫ്രിഞ്ചസിന്റെ ഇന്റൻസിറ്റി നമ്മളുടെ ഇന്റർഫറൻസിന്റെ കേസിൽ എല്ലാത്തിലും സെയിം ആയിരിക്കും, ഡിഫ്രാക്ഷന്റെ കേസിലോ വിച്ച് ഈസ് നോട്ട് സെയിം. ഓർത്ത് വയ്ക്കുക, ഇന്റർഫറൻസിന്റെ കേസിൽ ഇന്റൻസിറ്റി ഓഫ് ബ്രൈറ്റ് ഫ്രിഞ്ചസ് ആർ സെയിം ഫോർ എവറിവെയർ, ആൻഡ് ഇൻ കേസ് ഓഫ് ഡിഫ്രാക്ഷൻ വിച്ച് ഇസ് നോട്ട് സെയിം. ഇന്റർഫറൻസിൽ ഡാർക്ക് ബാൻഡ്സ് ആർ അപ്പാരന്റ്ലി ഡാർക്ക് ഇൻ കളർ, ആൻഡ് in diffraction which is light dark. And number of bands formed by the interference are large, and number of bands formed by the diffraction is very less. Clear? Yes. Okay, good. Define coherent source of light. എന്താണ് coherent source of light? What is coherent source of light? What is coherent source of light? വേഗം. ഒരു സോഴ്സ് എമിറ്റ് ചെയ്യുന്ന ലൈറ്റ്, ഇഫ് ദേ ആർ വിത്ത് ദ സെയിം ഫ്രീക്വൻസി, സെയിം പാത്ത് ഡിഫറൻസ്, സെയിം ഫേസ് ഡിഫറൻസ് ഒക്കെ ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം, സെയിം ഇന്റൻസിറ്റി ഒക്കെ ആണെങ്കിൽ എന്ത് പറയാം, ദേ ആർ ഫ്രം ദ കോഹറന്റ് സോഴ്സ്. ഓക്കെ, ഒരു സോഴ്സ് എമിറ്റ് ചെയ്യുന്ന ലൈറ്റിന്റെ ഇന്റൻസിറ്റി, path difference, phase difference, if everything is same, then that is coherent source of light. Now explain constructive interference. എന്തായിരിക്കും constructive interference? ആദ്യം ഓർത്ത് വെക്കാം, constructive interferenceൽ maximum intensity ആയിരിക്കും. Intensity will be maximum. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഒരു വേവ് കൺസിഡർ ചെയ്യുക, ഈ വേവിന്റെ ക്രസ്റ്റും നമ്മളുടെ സെക്കൻഡ് വേവും തമ്മിൽ എന്തായിരിക്കും, ദേ ആർ ഇൻ ഫേസ്. രണ്ട് വേവ്സ് തമ്മിൽ നമ്മുടെ പ്രൈമറി വേവും സെക്കൻഡറി വേവിന്റെയും ക്രസ്റ്റും ട്രഫും ഇൻ ഫേസ് ആണെങ്കിൽ വിച്ച് ഈസ് കൺസ്ട്രക്റ്റീവ് ഇന്റർഫറൻസ് ആൻഡ് ഇന്റൻസിറ്റി വിൽ ബി മാക്സിമം. ആൻഡ് ഡിസ്ട്രക്റ്റീവ് ഇന്റർഫറൻസ് ആയിരിക്കും എന്തായിരിക്കും, ഒരു വേവ് ഇതിന്റെ ക്രസ്റ്റും രണ്ടാമത്തതിന്റെ ട്രഫും തമ്മിലാണ് ഇൻ ഫേസ് എന്ന് വിചാരിക്കാം, then it will be destructive interference, intensity will be minimum. ഓർത്ത് വയ്ക്കുക, ഫസ്റ്റ് വേവിന്റെ ക്രസ്റ്റും സെക്കൻഡ് വേവിന്റെ ട്രഫും ഇൻ ഫേസ് ആണ്, and then the intensity will be minimum. Clear ആണോ? Is that clear? Yes or no? Okay ആണെങ്കിൽ we are going to enter the next chapter, which is dual nature of matter and radiations. Yes, okay. അപ്പോൾ ഓർത്ത് വയ്ക്കുക, കൺസ്ട്രക്റ്റീവ് ഇന്റർഫറൻസ്, ഡിസ്ട്രക്റ്റീവ് ഇന്റർഫറൻസ്, ഇന്റർഫറൻസ്, ഡിഫ്രാക്ഷൻ തമ്മിലുള്ള ഡിഫറൻസ്, ഈ കാര്യങ്ങളൊന്നും മറന്നു പോകരുത്. Then now we are going to move on the next chapter, dual nature of matter and radiation. Ready? Ready ആണോ എല്ലാവരും? വേഗം പറഞ്ഞേ. Dual nature of matter and radiation. Yes, Fatima said yes. Fatima, ready? Okay. So the first question, when the intensity of light increases, photoelectric current also, what happened to the photoelectric current? Light in the intensity increase ചെയ്യുന്നതിനനുസരിച്ച് photoelectric current is also increases. ഓക്കെ, ലൈറ്റിന്റെ ഇന്റൻസിറ്റി ഇൻക്രീസ് ചെയ്ത വന്ന് ഫോൾ ചെയ്യുന്ന സിംപ്ലേറ്റിലേക്ക് വന്ന് ഫോളോ ചെയ്യുന്ന ലൈറ്റിന്റെ ഇന്റൻസിറ്റി ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ അവിടെ ഉണ്ടാകുന്ന ഫോട്ടോ ഇലക്ട്രിക് കറണ്ടും ഇൻക്രീസ് ചെയ്യും. നെക്സ്റ്റ് വൺ, what do you mean by the work function? എന്താണ് വർക്ക് ഫംഗ്ഷൻ എന്ന് പറയുന്നത്? which is nothing but
ഒരു മെറ്റൽ സർഫസിൽ നിന്ന് അവിടുന്ന് ഇലക്ട്രോൺസ് എസ്കേപ്പ് ആവണമെങ്കിൽ, ഒരു മെറ്റൽ സർഫസ് വിട്ട് ആ ഇലക്ട്രോൺസ് പുറത്തേക്ക് വരണമെങ്കിൽ അതിനൊരു മിനിമം എനർജി വേണ്ടി വരും. സോ ദ മിനിമം എനർജി റിക്വയർഡ് ഫോർ ആൻ ഇലക്ട്രോൺ ടു ലീവ് ഇറ്റ്സ് സർഫസ്, ലീവ് ദ മെറ്റൽ സർഫസ്, വിച്ച് ഈസ് നോൺ ആസ് ദ വർക്ക് ഫംഗ്ഷൻ. വർക്ക് ഫംഗ്ഷൻ എന്ന് കേൾക്കുമ്പോൾ നിങ്ങളുടെ മൈൻഡിൽ വന്നോളണം, വിച്ച് ഈസ് ദ മിനിമം എനർജി to remove an electron from its metal surface. ഒരു മെറ്റൽ സർഫസിൽ നിന്ന് ഇലക്ട്രോണിനെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള the minimum energy which is known as the work function phi naught വെച്ചിട്ട് നമ്മൾ ഇൻഡിക്കേറ്റ് ചെയ്യും. Okay, clear? Then what is photoelectric effect? What is photoelectric effect? വേഗം പറ, എന്താ photoelectric effect? വേഗം. What is photoelectric effect? What is known as a photoelectric effect? വേഗം പറയടോ. Which is nothing but the emission of photoelectron from the metal surface when it is irradiated with a suitable radiation of a suitable wavelength. ഒരു suitable wavelength ഉള്ള ഒരു റേഡിയേഷൻ അല്ലെങ്കിൽ ലൈറ്റ് നമ്മളുടെ മെറ്റൽ സർഫസിലേക്ക് ഇൻസിഡൻറ്റ് ചെയ്ത് കഴിയുമ്പോൾ അവിടുന്ന് ഇലക്ട്രോൺസ് എസ്കേപ്ഡ് ആവുന്നു, അവിടുന്ന് ആ മെറ്റൽ സർഫസിൽ നിന്ന് ഇലക്ട്രോൺസ് പുറത്തേക്ക് വരുന്നു. ഓക്കെ, ഐ എം നോട്ട് റൈറ്റിംഗ് ദ ആൻസർ ഓവർ ഹിയർ, ലിസൺ കെയർഫുള്ളി. ഒരു സ്യൂട്ടബിൾ റേഡിയേഷൻ, സ്യൂട്ടബിൾ വേവ് ലെങ്ത് ഉള്ള, അപ്രോപ്രിയേറ്റ് വേവ് ലെങ്ത് ഉള്ള ഒരു റേഡിയേഷൻ മെറ്റൽ സർഫസിൽ വന്ന് ഫോളോ ചെയ്ത് കഴിയുമ്പോൾ അവിടെ നിന്ന് ആ മെറ്റൽ സർഫസിൽ നിന്ന് ഫോട്ടോ ഇലക്ട്രോൺസ് ആർ എമിറ്റിംഗ്, വിച്ച് ഈസ് നോൺ ആസ് ദ ഫോട്ടോ ഇലക്ട്രിക് എഫക്ട്. ക്ലിയർ? Yes, Fatima has commented emission of photoelectrons from the metal surface when a light suitable frequency incident on it. Very good. Yes. Next one, which of the following is photosensitive material? ഇവിടെ തന്നിട്ടുള്ള quartz, cesium, germanium, silicon. Which one is the photosensitive material? Do remember, cesium is the photosensitive material. Okay, cesium ആണ് എന്ത്? Photosensitive material. Represent graphically the variation of photoelectric current with intensity of incident light. Incident light ഉം photoelectric current ഉം തമ്മിലുള്ള ഗ്രാഫ് പ്ലോട്ട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. So we'll draw that. X axis എന്തായിരിക്കും? X axis intensity and Y axis photoelectric current. ഇന്റൻസിറ്റിയും ഫോട്ടോ ഇലക്ട്രിക് കറണ്ടും എന്താണ്? ഇന്റൻസിറ്റി ഓഫ് ലൈറ്റ് ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് ഫോട്ടോ ഇലക്ട്രിക് കറണ്ട് ഇൻക്രീസ് ചെയ്യുന്നു നമ്മൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ പഠിച്ചു കഴിഞ്ഞു. വിച്ച് മീൻസ് എത്രത്തോളം ഇന്റൻസിറ്റി ഇൻക്രീസ് ചെയ്യുന്നു അത്രത്തോളം ഫോട്ടോ ഇലക്ട്രിക് കറണ്ടും ഇൻക്രീസ് ചെയ്യും. സോ ദ ഗ്രാഫ് വിൽ ബി ലീനിയർ. ഗ്രാഫ് എന്തായിരിക്കും? ഒരു ലീനിയർ ഗ്രാഫ് ആയിരിക്കും, വിച്ച് ഇസ് പ്രപ്പോർഷണൽ. ക്ലിയർ? ഡയറക്ട്ലി പ്രപ്പോർഷണൽ. വെരി ഗുഡ്. നെക്സ്റ്റ് വൺ, in order to start photoelectric emission, the minimum energy acquired by a free electron in the metal is called, we already discussed, which is work function. Work function. Work function is nothing but the minimum energy required for an electron to emit from its metal surface. Yes. Next, the minimum energy, yes, work function, yes. The minimum energy for the emission of an electron from metallic surface is given below. അതായത് കുറേ മെറ്റീരിയൽസിൻ്റെ മിനിമം എനർജി, വർക്ക് ഫംഗ്ഷന് വേണ്ട എനർജി എത്രയാണെന്ന് താഴെ കൊടുത്തിട്ടുണ്ട്. സെലക്ട് ദ മെറ്റൽ വിച്ച് ഈസ് മോർ ഫോട്ടോ സെൻസിറ്റീവ്. ഇതിലേതാണ് മോർ ഫോട്ടോ സെൻസിറ്റീവ് എന്നാണ് പറയേണ്ടത്. ഏതാണ് മോർ ഫോട്ടോ സെൻസിറ്റീവ് ആൻഡ് വൈ? വർക്ക് ഫംഗ്ഷൻ്റെ വാല്യൂ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, മിനിമം എനർജി എന്ന് പറഞ്ഞാൽ വിച്ച് ഇസ് നത്തിങ് ബട്ട് ദ വർക്ക് ഫംഗ്ഷൻ. അപ്പം സോഡിയത്തിന് വേണ്ടത് 2.75 ആണ്, K which is 2.3, MO which is 4.17, Ni which is 5.15. ഇതിൽ ഏറ്റവും കുറവ് ഏതാണ്? വർക്ക് ഫംഗ്ഷൻ ഈസ് വെരി ലെസ് ഫോർ K, which means പൊട്ടാഷ്യത്തിൻ്റെ വർക്ക് ഫംഗ്ഷൻ എത്രയാണ്? 2.3 ഇലക്ട്രോൺ വോൾട്ട് ആണ് അല്ലേ? 2.3 ഇലക്ട്രോൺ വോൾട്ട് ആണ്. വർക്ക് ഫംഗ്ഷൻ ഈസ് വെരി ലെസ്, which means the energy required for the electron emit or escape from the metal surface which is very low, so that potassium is the photosensitive material. Clear? Is that clear? Okay, so the next one, write the formula for de Broglie wavelength. De Broglie wavelength inde formula aanu ezhudannathu. What is the formula for de Broglie wavelength? Lambda is equal to h by mv. Lambda is equal to h by mv. H is the Planck's constant and m is the mass, v is the velocity. Yes. Yeah, you can write h by p also. P is nothing but mv. The maximum current emitted by a photoelectric material is called.
അതായത് ഫോട്ടോ ഇലക്ട്രിക് കറണ്ടിൽ നമുക്കറിയാം നമ്മുടെ കളക്ടർ പ്ലേറ്റിലെ പൊട്ടൻഷ്യൽ നെഗറ്റീവ് പൊട്ടൻഷ്യൽ ഡിഗ്രീസ് പോസിറ്റീവ് പൊട്ടൻഷ്യൽ ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് എന്ത് ചെയ്യും, ഫോട്ടോ ഇലക്ട്രിക് കറണ്ട് ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെ ഇൻക്രീസ് ചെയ്ത് മാക്സിമം ഒരു കറണ്ട് എത്തും. ദെൻ ആഫ്റ്റർ ദാറ്റ് പോയിന്റ് ഇറ്റ് വിൽ നോട്ട് ഇൻക്രീസ്, which is known as the saturation current. Yes, very good. Saturation current. Saturation current. Okay. Momentum of a photon with a wavelength lambda. Momentum of a photon with wavelength lambda. Momentum of a photon with wavelength lambda. Momentum P is nothing but, what is the equation? H by lambda. Clear? നമ്മൾ നേരത്തെ പറഞ്ഞു lambda is equal to h by mv, which is nothing but lambda is equal to h by p, then p is equal to h by lambda. Now momentum of a photon with the wavelength lambda, we already answered it. Pick the correct material suited for exhibiting photoelectric effect from the following. താഴെ കൊടുത്തിട്ടുള്ളതിൽ ഫോട്ടോ ഇലക്ട്രിക് മെറ്റീരിയൽ അല്ലെ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റിന് പറ്റിയിട്ടുള്ള ഒരു കറക്റ്റ് മെറ്റീരിയൽ സെലക്ട് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. തന്നിട്ടുള്ളത് ആർസെനിക്, കോപ്പർ, സിങ്ക്, ഗോൾഡ് ആൻഡ് ആർഗൺ. നമുക്കറിയാം നമ്മൾ എക്സ്പെരിമെന്റ് പഠിക്കുമ്പോൾ തൊട്ട് നമ്മൾ പഠിക്കുന്നതാണ് കോട്ടഡ് വിത്ത് സിങ്ക് പ്ലേറ്റ് നമ്മൾ പഠിക്കുന്നുണ്ട് അല്ലേ. സോ സിങ്ക് ഇസ് ദ കറക്റ്റ് ആൻസർ. നൗ പിക്ക് ദ ഓഡ് വൺ ഔട്ട് ഓഫ് ദ ഫോളോയിങ്: interference, diffraction, polarization, photo electric effect. Answer this. ഏതാണ് ഇതിൽ odd one out? Which one? Interference, diffraction, polarization, photo electric effect. വേഗം ആൻസർ ചെയ്യാം. Polarization, no. Interference, diffraction, polarization, photoelectric effect. The answer is photoelectric effect. ബാക്കിയുള്ള മൂന്നും ലൈറ്റിന്റെ 3 phenomenons ആണ്, and the answer is photoelectric effect. Okay. Now the photoelectric emission of the number of photoelectrons emitted per second depends on, ശ്രദ്ധിക്കുക, photoelectric emission, the number of photoelectrons, number of photoelectrons emitted per second depends on 4 കാര്യങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. The first one, wavelength of the incident light. Then അടുത്ത ഏതാണ്? Frequency, intensity, work function. ഏതാണ്? Yes, Fatima has answered intensity of incident light. Intensity is the correct answer. Next one, which of the following statement is correct? The photocurrent increases with the intensity of light. Photocurrent increases with the intensity of light. We already studied something about it. Then the stopping potential increases with increase in incident light. Incident light increase ചെയ്യുന്നതിനനുസരിച്ചാണോ stopping potential increase ചെയ്യുന്നത്? No. The current in photocell increases with the increase in frequency. No. The photocurrent is proportional to the applied voltage. No. The answer is photoelectric current increases with the intensity of light. Intensity increase ചെയ്യുന്നതിനനുസരിച്ച് photoelectric current increase ചെയ്യും. Now represent the graphically the variation of accelerating potential with photocurrent. Accelerating potentialum photocurrentum തമ്മിലുള്ള ഗ്രാഫ് ആണ് പ്ലോട്ട് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. Very important. So y axis എന്തായിരിക്കും? Which is photocurrent, and here accelerating potential. X axis accelerating potential. നമ്മളുടെ ഗ്രാഫ് എങ്ങനെയാണ് വരിക? സോ 2 intensity ആണ് ഞാൻ ഇവിടെ എടുക്കുന്നത്. So then the stopping potential will be stopping potential എന്തായിരിക്കും? intensity change ചെയ്താലും stopping potential same ആയിരിക്കും. This will be the stopping potential V0. Potential. This is I3, I2, I1. So I3 is greater than I2, which is greater than I1. Okay? Clear or no? Hope so. Write down the Einstein photoelectric equation. Answer is already there, which is kinetic energy maximum
kinetic energy maximum, which is equal to h nu minus nu naught. Kinetic energy നമുക്ക് എന്തുമായിട്ട് എഴുതാം? half mv max equal to h nu minus h nu naught, which is nothing but h nu minus nu naught. Clear? Clear or no? Next one, list any 4 properties of photon. Photon the 4 properties ആണ് ചോദിച്ചിട്ടുള്ളത്. What are the properties of photon? First property, the speed of photon in a vacuum, which is nothing but the speed of light, 3 into 10 raised to 8 meter per second. And നമുക്കറിയാം photon എന്ന് പറയുന്നത് which is electrically neutral, അതുകൊണ്ട് തന്നെ which is not going to deflect on electric field and magnetic field. Electric field വെച്ചിട്ടോ magnetic field വെച്ചിട്ടോ അത് deflect ചെയ്യില്ല. And medium change ചെയ്യുന്നതിനനുസരിച്ച് it will not change the frequency. Frequency is also not going to vary according to the change in medium. Clear ആണോ? ഈ points clear ആണോ? Is that clear? Yes or no? വേഗം പറയടോ. Positively charged. എന്ത്? Yes, Fatima is clear. Yes. Yes, photons are electrically neutral. Very important point. Photons electrically neutral ആയതുകൊണ്ട് തന്നെ it will not deflected by electric and magnetic field. And medium change ചെയ്യുന്നതിനനുസരിച്ച് frequency change ചെയ്യില്ല. And അതിന്റെ energy എന്താണ്? E is equal to h nu. E is equal to h nu. Then speed of light ന് same ആയിരിക്കും vacuumത്തിലും photonന്റെ speed. Clear? Now moving on to the next. Photoelectric cutoff voltage in a certain experiment is 1.5 volt. What is the maximum kinetic energy of the photoelectrons emitter? ഒരു photoelectric cutoff voltage ഒരു എക്സ്പെരിമെന്റിൽ നടത്തിയപ്പോൾ കിട്ടിയത് V0, which is nothing but the stopping potential, which is 1.5 volt ആണ്. What is the maximum kinetic energy? So this is the equation, kinetic energy maximum, which is equal to EV0. E എന്താണ്? 1.6 into 10 raised to minus 19 into 1.5. വേഗം പറഞ്ഞ ആൻസർ എന്താണെന്ന്? 1.5 volt ആണ് stopping potential, and this is charge of an electron 1.6 into 10 raised to minus 19. So the answer will be 2.4 into 10 raised to minus 19 joule. മറന്നു വരുത്, kinetic energy unit, which is joule. So 2.4 into 10 raised to minus 19 joule. Clear? Okay ആണല്ലോ? Next one, the work function of a certain metal is 4.2 electron volt. Work function തന്നിട്ടുണ്ട്, which means the minimum energy. Will the metal give photoelectric emission for incident radiation of wavelength 330 nanometer? 330 nanometerലുള്ള ഒരു ലൈറ്റ് ഇൻസിഡന്റ് ചെയ്യുകയാണെങ്കിൽ അവിടെ photoelectric emission നടക്കുകയോ ഇല്ലയോ എന്നുള്ളതാണ് കണ്ടുപിടിക്കുന്നത്. How we can find it out? എങ്ങനെ നമുക്കിത് കണ്ടുപിടിക്കാം? വേഗം പറ. വേഗം വേഗം. വർക്ക് ഫംഗ്ഷൻ തന്നിട്ടുണ്ട്. ഗിവ് മീ ദ ഇക്വേഷൻ. ഏത് ഇക്വേഷൻ യൂസ് ചെയ്തിട്ട് നമുക്കിത് കണ്ടുപിടിക്കാം? വർക്ക് ഫംഗ്ഷൻ തന്നിട്ടുണ്ട് 4.2 എന്ന് പറഞ്ഞിട്ടുണ്ട്. വർക്ക് ഫംഗ്ഷൻ 4.2 ഇലക്ട്രോൺ വോൾട്ട്. ആൻഡ് വേവ് ലെങ്ത് ലാംഡ എന്ന് പറയുന്നത് ലാംഡ ഈക്വൽ ടു 330 നാനോമീറ്റർ എന്ന് പറഞ്ഞു. ആൻഡ് വർക്ക് ഫംഗ്ഷൻ 5 is equal to 4.2 ഇലക്ട്രോൺ വോൾട്ട് എന്ന് പറഞ്ഞു. ഗിവ് മീ ദ ഇക്വേഷൻ ടു ഫൈൻഡ് ഔട്ട് ദിസ്. ചുരുക്കി പറഞ്ഞാൽ നമ്മൾ കണ്ടുപിടിക്കേണ്ടത് എനർജിയാണ്. വേഗം വേഗം. What is the equation? Nobody? Do remember this. E is equal to hc by lambda. E is equal to hc by lambda. H എന്ന് പറഞ്ഞാൽ എന്താണ്? Which is 6.62 into 10 raised to minus 34 into C എന്ന് പറയുന്നത് 3 into 10 raised to 8 by ലാംഡ എന്താണ് നമുക്ക് ഇവിടെ തന്നിട്ടുള്ളത്? 330 നാനോമീറ്റർ. സോ വി ഹാവ് ടു കൺവേർട്ട് 330 into 10 raised to minus 9 meter. ക്ലിയർ? ഇത് ചെയ്യുമ്പോൾ നമുക്ക് എത്ര വാല്യൂ കിട്ടുന്നു? വേഗം ഒന്ന് ചെയ്ത് നോക്കിയേ. 6.62 into 10 raised to minus 34 into 3 into 10 raised to 8 meter per second by 330 into 10 raised to minus 9 meter. We will get the answer will be I think 6 into 10 raised to minus 19 joule. ഓക്കെ, ഇതായിരിക്കും നമ്മളുടെ ആൻസർ. ഇലക്ട്രോൺ വോൾട്ടിലേക്ക് കൺവേർട്ട് ചെയ്യുകയാണെങ്കിൽ മൾട്ടിപ്ലൈ ചെയ്യുക 1.6 കൊണ്ട്. സോ ദ ആൻസർ വിൽ ബി എനർജി ഈസ് ഈക്വൽ ടു 3.75 ഇലക്ട്രോൺ വോൾട്ട്.
ഓക്കെ, ജൂളിലാണെങ്കിൽ 6 × 10⁻⁹ ജൂൾ, ഇലക്ട്രോൺ വോൾട്ടിലാണെങ്കിൽ 3 × 75 ഇലക്ട്രോൺ വോൾട്ട്. യെസ്, ഗുഡ് ഗുഡ്, ഫാത്തിമ ആൻസർഡ് ഇറ്റ്. ക്ലിയർ ആണല്ലോ? പക്ഷെ നമ്മൾ ഇതിന്റെ ആൻസർ പറഞ്ഞിട്ടില്ല. ഇവിടെ ചോദിച്ചിട്ടുള്ളത് വിൽ ദിസ് മെറ്റൽ ഗിവ് ഫോട്ടോ ഇലക്ട്രിക് എമിഷൻ. ഫോട്ടോ ഇലക്ട്രിക് എമിഷൻ നടക്കുകയോ ഇല്ലയോ? ഇല്ല. കാരണം എന്താണ്? മിനിമം എനർജി വേണ്ടത് 4.2 ആണ്. ഇവിടെ കിട്ടുന്ന എനർജിയോ 3.75 ആണ്. മിനിമം എനർജി വിച്ച് ഇസ് 4.2 ഇലക്ട്രോൺ വോൾട്ട്, ഇവിടെ ഉള്ളത് 3.75 ഇലക്ട്രോൺ വോൾട്ട്. സോ ദ വർക്ക് ഫംഗ്ഷൻ ഇവിടെ എനർജിനേക്കാളും കൂടുതലാണ്. സോ ദർ ബി നോ ഫോട്ടോ ഇലക്ട്രിക് എമിഷൻ. ക്ലിയർ? നെക്സ്റ്റ് വൺ, അടുത്ത ചാപ്റ്ററിലേക്ക് കിടക്കാം. റെഡി? ക്ലിയർ ആണോ? വേഗം പറഞ്ഞേ, യെസ് ഓർ നോ? റെഡി റെഡി, യെസ്. ഫാത്തിമ റെഡിയാന്ന് പറയുന്നു. ബാക്കി ആരുടെയൊക്കെ എന്താ അവസ്ഥ? ക്ലിയർ ആണോ? തുടങ്ങല്ലേ? So the first question, what is the energy of an electron in the first orbit of hydrogen? ഒരു ഫസ്റ്റ് ഓർബിറ്റിലുള്ള ഹൈഡ്രജന്റെ ഫസ്റ്റ് ഓർബിറ്റിലുള്ള എനർജി എന്തായിരിക്കും? ഇലക്ട്രോണിന്റെ എനർജി എന്തായിരിക്കും? What is the energy of an electron in the first orbit of hydrogen? Which is equal to 13.6 electron volt. Yeah. So you can put the minus. What is that minus indicate? Minus 13.6 electron volt എന്ന് പറയുന്നത് എന്താ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? Minus is nothing but the electrons are bound to the nucleus. Electrons എന്താണ്? ന്യൂട്രോൺ നമ്മുടെ ന്യൂക്ലിയസുമായിട്ട് ബൗണ്ട് ചെയ്തു എന്ന് ഇൻഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് that minus. Yes. Next one. Write the expression of Bohr radius in hydrogen atom. ഹൈഡ്രജൻ ആറ്റത്തിലെ Bohr radiusന്റെ ഇക്വേഷൻ ആണ് ചോദിച്ചിട്ടുള്ളത്. Which is R1 is equal to h square epsilon naught pi me square. Okay, what is the equation? Radius of Bohr radius of a hydrogen atom R1 is equal to, നമ്മളുടെ അടുത്ത് ഇവിടെ ചോദിച്ചിട്ടുള്ളത് ഫസ്റ്റ് ആണ്. So h square epsilon naught pi me square. Clear? Now, what is the ratio of radii of the orbit corresponding to the first excited and ground state in a hydrogen atom? ഹൈഡ്രജൻ ആറ്റത്തിലെ ഫസ്റ്റ് എക്സൈറ്റഡ് സ്റ്റേറ്റും ഗ്രൗണ്ട് സ്റ്റേറ്റും തമ്മിലുള്ള റേഷ്യോ എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓർത്ത് വയ്ക്കുക, ഫസ്റ്റ് എക്സൈറ്റഡ് സ്റ്റേറ്റും ഗ്രൗണ്ട് സ്റ്റേറ്റുമായിട്ടുള്ള എനർജിയുടെ റേഷ്യോ എന്ന് പറയുന്നത് വിച്ച് ഇസ് 4:1. ഇതറിയായിരുന്നോ? ഫസ്റ്റ് എക്സൈറ്റഡ് സ്റ്റേറ്റും ഗ്രൗണ്ട് സ്റ്റേറ്റുമായിട്ടുള്ള ഹൈഡ്രജന്റെ റേഡിയസിന്റെ എനർജി എന്ന് പറയുന്നത്, ഓർബിറ്റിന്റെ റേഡിയസിന്റെ റേഷ്യോ എന്ന് പറയുന്നത് 4:1. യെസ് ഓർ നോ? നെക്സ്റ്റ് വൺ. What is the Bohr quantization condition for the angular momentum of an electron in the second orbit? Second orbital Bohr quantization condition ആണ് ചോദിച്ചിട്ടുള്ളത്. According to that, angular momentum mvr is equal to integral multiple of h by 2 pi. mvr is nothing but the angular momentum. So nh by 2 pi ആണ്. ഇവിടെ n is equal to എത്ര ആണ് തന്നിട്ടുള്ളത്? 2 തന്നു കഴിഞ്ഞു. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ l is equal to 2h by 2 pi. 2 get cancelled. The answer will be L is equal to h by pi. Is that clear? So the angular momentum is equal to h by pi. Very good. Yes, good. Now, the highest energy level of an electron corresponds to n is equal to infinity. N is equal to infinity and it has an energy of 0. It has an energy of 0. n infinity ആയി കഴിയുമ്പോൾ energy will become 0, which means the electrons are no longer bound to the nucleus. energy 0 ആയി കഴിഞ്ഞാൽ which means the electrons എന്താവുന്നില്ല? ന്യൂക്ലിയസുമായിട്ട് ബൗണ്ടഡ് അല്ല. വെരി ഗുഡ്. ഓക്കെ. സ്റ്റേറ്റ് Bohr postulates of hydrogen atom. ആരാ പറയാൻ പോകുന്നത്? സ്റ്റേറ്റ് Bohr postulates of hydrogen atom. What is the Bohr postulate of hydrogen atom? വേഗം. വെരി വെരി ഇമ്പോർട്ടൻറ്റ്. എന്താണ് ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ പോസ്റ്റുലേറ്റ്? ബോറിൻ്റെ പോസ്റ്റുലേറ്റ്സ് എന്തൊക്കെയാണ്? റൂദർഫോർഡ് മോഡലിൽ നിന്നാണ് അതിന് കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ട് ബോർ പോസ്റ്റുലേറ്റ്സ് ബോർ ഒരു 3-4 അസംഷൻസ് നടത്തിയത്.
The first one which is almost identical to the Rutherford model, which is he says that electrons are revolving around the nucleus in a circular path like a planetary motion. സണ്ണിന് ചുറ്റും നമ്മുടെ പ്ലാനറ്റ്സ് റിവോൾവ് ചെയ്യുന്ന പോലെ തന്നെ ഒരു പെർട്ടിക്കുലർ ഓർബിറ്റ്സിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഇലക്ട്രോൺസ് ആർ റിവോൾവിംഗ് അറൌണ്ട് ദ ന്യൂക്ലിയസ്. ദാറ്റ് ഇസ് ദ ഫസ്റ്റ് വൺ. ആൻഡ് ദ സെക്കൻഡ് വൺ ഇസ് ദ ആംഗുലാർ മൊമെന്റം ഇസ് ദ ഇന്റഗ്രൽ മൾട്ടിപ്പിൾ ഓഫ് h/2π. നമ്മൾ തൊട്ട് മുന്നേ ചെയ്തു. L is the integral multiple of h/2π. ഓക്കെ. തേർഡ് വൺ എന്ന് പറയുന്നത് ഒരു ലോവർ എനർജി സ്റ്റേറ്റിൽ നിന്ന് ഒരു ഹയർ എനർജി സ്റ്റേറ്റിലേക്ക് പോകുമ്പോൾ the electron will absorb the energy, and higher state in the lower like വരുമ്പോൾ electrons will emit the energy. Okay, lower state in lower energy state in the higher energy state like പോകുമ്പോൾ electrons will absorb the energy, absorb the radiation. Higher energy state in the lower energy state like വരുമ്പോൾ electrons will emit the radiation, and it will be equal to the energy of photon. So equation എങ്ങനെയായിരിക്കും നമ്മുടെ third postulateന്റെ delta E, which is equal to final minus energy initial, which is nothing but h nu. Clear? Clear or no? Okay, next one. The value of ground state energy of hydrogen atom is minus 13.6 electron volt. Okay, ഒരു ഗ്രൗണ്ട് എനർജി സ്റ്റേറ്റ് ഹൈഡ്രജന്റെ ഗ്രൗണ്ട് എനർജി സ്റ്റേറ്റ് എന്ന് പറയുന്നത് minus 13.6 ഇലക്ട്രോൺ വോൾട്ട് ആണ്. What does that negative sign indicate? ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. What does that negative sign indicate? വേഗം പറഞ്ഞേ. ഈ നെഗറ്റീവ് സൈൻ എന്താണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? What does that negative sign indicate? വേഗം. Electrons are bounded to the nucleus. Very good. Electrons are bounded to the nucleus. Electrons nucleusമായിട്ട് ബൗണ്ട് ചെയ്ത് നിൽക്കുകയാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ആ നെഗറ്റീവ് സൈൻ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. Now the next one, how much energy is required to take an electron in this atom from the ground state to excited state? ഈ ഹൈഡ്രജൻ ആറ്റത്തിലെ ഗ്രൗണ്ട് സ്റ്റേറ്റിലുള്ള ഇലക്ട്രോണിനെ എക്സൈറ്റഡ് സ്റ്റേറ്റിലേക്ക് ഫസ്റ്റ് എക്സൈറ്റഡ് സ്റ്റേറ്റിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് എത്ര എനർജി വേണം? 13.6 ഇലക്ട്രോൺ വോൾട്ട്. ഓക്കെ, ഇതിൻ്റെ ആൻസർ വിച്ച് ഈസ് ബൗണ്ടഡ് ടു ദ ഇലക്ട്രോൺ ഇസ് ബൗണ്ടഡ് ടു ന്യൂക്ലിയസ്. ക്ലിയർ ആണല്ലോ? യെസ്. Yes, you can write 13.6 electron volts itself. Yeah. Okay, so give me a 1 minute. Okay, so moving on to the next chapter, which is nuclei. തുടങ്ങുന്നല്ലേ? റെഡിയാണോ? റെഡി? Yes. Okay, Hiba said yes. Okay, so first question, ഇത് നിങ്ങളുടെ റേഡിയോ ആക്ടിവിറ്റി എന്ന് പറയുന്ന ടോപ്പിക് ആക്ച്വലി വിച്ച് ഇസ് ഡിലീറ്റഡ്, ബട്ട് ദ ഡെഫിനിഷൻ അവിടെ റേഡിയോ ആക്ടിവിറ്റി, വാട്ട് ഇസ് റേഡിയോ ആക്ടിവിറ്റി വിച്ച് ഇസ് നോട്ട് ആക്ച്വലി ഡിലീറ്റഡ്. ടൈപ്പ് ഓഫ് റേഡിയോ ആക്ടിവിറ്റി ആൽഫ ഡി കെ, ബീറ്റ ഡി കെ, ഗാമ ഡി കെ, ദിസ് ഓർ തിങ്സ് ആൻഡ് ദ പ്രോസസ് എവറിത്തിങ് ഇസ് ഡിലീറ്റഡ്. അതുകൊണ്ട് തന്നെ മോഡൽ എക്സാമിന് ലാസ്റ്റ് ടൈം നമുക്ക് വന്നൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു വാട്ട് ഇസ് റേഡിയോ ആക്ടിവിറ്റി അല്ലേ? ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടില്ലായിരുന്നു? എഴുതിയായിരുന്നു എല്ലാവരും? റേഡിയോ ആക്ടിവിറ്റി എന്താണെന്ന് എഴുതിയായിരുന്നു എല്ലാവരും? വേഗം പറഞ്ഞേ. എന്തായിരുന്നു റേഡിയോ ആക്ടിവിറ്റി എന്ന് എഴുതിയോ? ഓക്കെ, സോ ഇവിടെ നോ, ഫാത്തിമ നോ.
അഥവാ ഇനി നമ്മുടെ പബ്ലിക് എക്സാമിന് ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നമുക്കത് ചെയ്യാൻ പറ്റാതിരിക്കരുത്. സോ radioactivity is a phenomenon associated with decay of nucleus, production of radio waves, transmission of radio wave, reception of radio waves. ഈ ലാസ്റ്റ് മൂന്നെണ്ണോ അല്ല, which is the decay of nucleus. You can say radioactivity is a phenomena of decay of nucleus by itself, അല്ലെങ്കിൽ disintegration of nucleus by itself by emitting a radiation. Decay of nucleus by emitting radiations. Okay, 3 types of radiations: alpha decay, beta decay, gamma decay. Clear? What will be the ratio of radii of 2 nuclei of mass number A1 and A2? നമുക്കറിയാം റേഡിയസ് കാണാനുള്ള ഇക്വേഷൻ എന്താണ്? R is equal to R naught A raised to 1/3. R naught is the empirical constant ആണല്ലോ. സോ ഇത് നമുക്ക് എങ്ങനെ എഴുതാം? R1 is equal to എന്ത് വരും? R naught A1 raised to 1/3. R2 എന്ന് പറയുന്നത് I'll write R1 is equal to R naught A1 raised to 1/3. R2 is equal to R naught A2 raised to 1/3. So R1 by R2 ന്റെ റേഷ്യോ നമ്മൾ കാണാൻ വരുമ്പോൾ എന്തായിരിക്കും? R naught get cancel. So A1 by A2 whole raised to 1/3. This will be the ratio. Next one. 2 nuclei have mass number in the ratio 1:2. What is the ratio of their nuclear density? What is the ratio of their nuclear density? ഓർക്കേണ്ട ഒരു കാര്യം, nuclear density is independent of mass number. Nuclear density does not depend on mass number. So that nuclear density does not depend on the mass number, so that it will be same. Mass number 1:2 ആണെങ്കിൽ ന്യൂക്ലിയർ ഡെൻസിറ്റിയുടെ റേഷ്യോ 1:2 ഒക്കെ തന്നെയായിരിക്കും, കാരണം അത് ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. Who said 1? രണ്ട് ന്യൂക്ലിയയുടെ ഡെൻസിറ്റിയും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. കാരണം എന്താണ്? ന്യൂക്ലിയർ ഡെൻസിറ്റി മാസ് നമ്പറിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ക്ലിയർ ആണോ? Isotones have the same number of what? Isotones have the same number of what? Isotones have the same number of neutrons. Isotones have the same number of neutrons. Clear? Now the next one, define atomic mass unit. What is atomic mass unit? വേഗം പറഞ്ഞേ, എന്താണ് atomic mass unit? Which is atomic mass unit is defined as, you can write like this, 1/12 of carbon 12 atom. Yes, 1/12 mass of carbon 12 atom. ഒരു കാർബൺ 12 ആറ്റത്തിന്റെ 1/12 മാസിനെയാണ് നമ്മൾ എന്ത് പറയാ? അറ്റോമിക് മാസ് യൂണിറ്റ് യു വെച്ചിട്ട് അല്ലെങ്കിൽ AMU വെച്ചിട്ട് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. Now 2 nuclei have mass number in the ratio 27:125. The ratio of their radii. ഇക്വേഷൻ നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. എന്താണ് ഇക്വേഷൻ എന്നുള്ളത് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. എന്താണ് ഇക്വേഷൻ? R1 by R2, I'm writing directly, which is equal to A1 by A2 whole raised to 1/3. എന്ത് ചെയ്യുക? A1 എന്ന് പറയുന്നത് എത്രയാണ്? 27 by 125 raised to 1/3. ഇത് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന എത്രയായിരിക്കും എന്ന് അറിയാം? 27 by 125 raised to 1/3. You will get 3:5. This is the ratio. 3:5 ആയിരിക്കും റേഷ്യോ. ക്ലിയർ ആണല്ലോ? A1 by A2 raised to 1/3 ജസ്റ്റ് ഡയറക്ട്ലി ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, യു ഗെറ്റ് 3:5. അല്ലെങ്കിൽ യു ക്യാൻ റൈറ്റ് 3/5 ഓൾസോ. Next one, write the Einstein mass energy equivalent relation. What is the mass energy equivalent relation? Easy thing. E is equal to mc square. E is equal to mc square. What is mass defect? വേഗം പറ. What is mass defect? എന്താണ് mass defect? Very very important. See, ഒരു ന്യൂക്ലിയസിന്റെ മാസ് മെഷർ ചെയ്യുന്നു ആൻഡ് ആ ന്യൂക്ലിയസിൽ നിന്ന് ആ ന്യൂക്ലിയോൺസ് സെപ്പറേറ്റ് ചെയ്തിട്ട് അതിന്റെ മാസ് മെഷർ ചെയ്യുന്നു. സോ അങ്ങനെ മെഷർ ചെയ്ത് നോക്കിയപ്പം ന്യൂക്ലിയോൺസിന്റെ മാസ് വിച്ച് ഈസ് ഗ്രേറ്റർ ദാൻ ദ ന്യൂക്ലിയസ്. ഓക്കെ, ന്യൂക്ലിയസിന്റെ മാസിനേക്കാളും ഗ്രേറ്റർ ആണ് എന്ത്? ന്യൂക്ലിയോൺസിന്റെ മാസ്. സോ ദിസ് എനർജി ഡിഫറൻസ് ഇസ് നോൺ ആസ് ദ മാസ് ഡിഫെക്ട്. ക്ലിയർ ആണോ? യെസ്, ഡിഫറൻസ് ഓഫ് മാസ് ആൻഡ് ഇറ്റ്സ് ന്യൂക്ലിയോൺസ് ഇസ് നോൺ ആസ് ദ മാസ് ഡിഫെക്ട്. ഏതിനായിരിക്കും മാസ് കൂടുതൽ ഉണ്ടാകുന്നത്? ന്യൂക്ലിയോൺസിനായിരിക്കും മാസ് കൂടുതൽ ഉണ്ടാവുക, ന്യൂക്ലിയസിന് മാസ് കുറവായിരിക്കും. ദിസ് എനർജി ഡിഫറൻസ് ഓഫ് ന്യൂക്ലിയസ് ആൻഡ് ന്യൂക്ലിയോൺസ് ഇസ് നോൺ ആസ് ദ മാസ് ഡിഫെക്ട്. വെരി വെരി ഇമ്പോർട്ടൻറ്റ്, ദർ ഇസ് ആൻ ഇക്വേഷൻ. മാസ് ഡിഫെക്റ്റിന് ഒരു ഇക്വേഷൻ ഉണ്ട്. ഏതാണ് ഇക്വേഷൻ?
ഡെൽറ്റ എം വെച്ചിട്ടാണ് മാസ് ഡിഫക്റ്റ് നമ്മൾ ഇൻഡിക്കേറ്റ് ചെയ്യാം. വാട്ട് ഈസ് ദ ഇക്വേഷൻ? സെറ്റ് എം പി. വാട്ട് ഈസ് ദ സെറ്റ്? വേഗം പറ, വാട്ട് ഈസ് ദ സെറ്റ്? വാട്ട് ഈസ് സെറ്റ്? സെറ്റ് എന്ന് പറയുന്നത് എന്താണ്? Atomic number, yes. Mass of proton plus A minus Z, which means this is a neutron, number of neutron. A minus Z ചെയ്താൽ നമുക്ക് കിട്ടുന്നത് എന്തായിരിക്കും? Number of neutron into mass of neutron minus mass of nucleus. Definition ചോദിച്ചു കഴിഞ്ഞാൽ don't forget to write the equation also. Please do write. Delta M is equal to ZMP plus A minus Z into Mn minus M. M എന്ന് പറയുന്നത് mass of nucleus, Mn mass of neutron, MP എന്ന് പറയുന്നത് mass of proton. Okay, what is the binding energy? നമ്മളിപ്പോൾ പറഞ്ഞത് മാസ് ഡിഫക്റ്റ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു, വിച്ച് മീൻസ് ന്യൂക്ലിയോൺസിനേക്കാളും കുറവാണ് ന്യൂക്ലിയസിന്റെ മാസ്. സോ ദ എനർജി എന്തായിട്ടാണ് പോകുന്നത്, അല്ലെങ്കിൽ ഈ മാസ് എന്തായിട്ട് പോകുന്നു? ദിസ് മാസ് ഇസ് കൺവേർട്ടഡ് ഇൻ ടു എനർജി. സോ ബൈൻഡിങ് എനർജി നമുക്ക് എന്തായിട്ട് പറയാം? എങ്ങനെ നമുക്ക് ബൈൻഡിങ് എനർജി ഡിഫൈൻ ചെയ്യാം? ഇറ്റ് ഈസ് എ എനർജി റിക്വയർഡ് ടു ബൗണ്ട് ദ ഇലക്ട്രോൺ ഓർ ബ്രേക്ക് ദ ഇലക്ട്രോൺ. ഓക്കെ, ആ ഒരു ന്യൂക്ലിയസിൽ നിന്ന് ന്യൂക്ലിയോൺസിനെ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എനർജീനെ നമുക്ക് എന്ത് പറയാം? വിച്ച് ഈസ് ദ ബൈൻഡിങ് എനർജി. ബൈൻഡിങ് എനർജീനെ നമ്മൾ ഇ ബി വെച്ചിട്ടാണ് ഇൻഡിക്കേറ്റ് ചെയ്യാം. ഓക്കെ, ബൈൻഡിങ് എനർജി ഇസ് നത്തിങ് ബട്ട് ഇ ബി. ഇ ഇസ് ഈക്വൽ ടു എം സി സ്ക്വയർ ആണെങ്കിൽ നമുക്ക് എന്ത് എഴുതാം? ഡെൽറ്റ എം സി സ്ക്വയർ. ബൈൻഡിങ് എനർജി ഇസ് ഈക്വൽ ടു മാസ് ഡിഫക്റ്റ് ഇൻ ടു സി സ്ക്വയർ. ഓക്കെ, നൗ എ ന്യൂക്ലിയസ് ഓഫ് മാസ് നമ്പർ എ ഹാസ് എ മാസ് ഡിഫക്റ്റ് ഡെൽറ്റ എം. Give the formula for the binding energy per nucleon of this nucleus. ഒരു ന്യൂക്ലിയസിന്റെ ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോൺ ആണ് ചോദിച്ചിട്ടുള്ളത്. സോ ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോൺ വിച്ച് ഇസ് ഈക്വൽ ടു ബൈൻഡിങ് എനർജി ബൈ അറ്റോമിക് മാസ്. ബൈൻഡിങ് എനർജി എന്താണ്? ഡെൽറ്റ എം സി സ്ക്വയർ ബൈ എ. ദിസ് ഇസ് ദ ഇക്വേഷൻ. ക്ലിയർ? നൗ average binding energy is maximum for which element? ഏത് എലമെന്റിനാണ് ബൈൻഡിങ് എനർജി മാക്സിമം ഉള്ളത്? ഓർത്ത് വയ്ക്കുക, ഒരു എലമെന്റിനേ ഉള്ളൂ. അയൺ 56. Iron 56 has the maximum. Yes, Hiba is answering. Yeah, good. Iron 56 has the maximum binding energy. Okay, yes, good. വെറും iron മാത്രം എഴുതി വെക്കരുത്. Do write it. Iron 56. Sun radiate energy is due to what? Sun radiate energy is due to what? Which is due to the nuclear fusion. Nuclear fusion. Nuclear fusion. What is nuclear fusion? Fusing of lighter nuclei. രണ്ട് lighter nuclei combine ചെയ്തിട്ട് ഒരു bigger nuclei form ചെയ്ത് stability attain ചെയ്യുന്നതിനെ നമുക്ക് എന്ത് പറയാം? Fusion എന്ന് പറയാം. Nuclear fusion എന്ന് പറയാം. Very good. Binding energy per nucleon of a stable nucleus. Binding energy per nucleon കൂടുന്നതിനനുസരിച്ചാണ് സ്റ്റെബിലിറ്റി കൂടുക. അപ്പം അയൺ 56-നാണ് ഏറ്റവും കൂടുതൽ സ്റ്റെബിലിറ്റി നമ്മൾ പറഞ്ഞു, അല്ലെങ്കിൽ വിച്ച് മീൻസ് ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോൺ മാക്സിമം. സോ എത്രയാണ് അതിൻ്റെ എനർജി? 8 ഇലക്ട്രോൺ വോൾട്ട്, 8 കിലോ ഇലക്ട്രോൺ വോൾട്ട്, മെഗാ ഇലക്ട്രോൺ വോൾട്ട്, 8 ബാരൽ ഇലക്ട്രോൺ വോൾട്ട്. സോ വിച്ച് ഈസ് ദ മാക്സിമം? വിച്ച് ഈസ് ദ ആൻസർ? 8 മെഗാ ഇലക്ട്രോൺ വോൾട്ട്. ക്ലിയർ? യെസ്, യെസ്, യു ആർ ആൻസറിങ്. ഗുഡ്. പാക്കിംഗ് ഫ്രാക്ഷൻ ഓഫ് എ ന്യൂക്ലിയസ് ഇസ് ഇറ്റ്സ് ഡാഷ് per nucleon. വേഗ ആൻസർ പറ. പാക്കിംഗ് ഫ്രാക്ഷൻ ഓഫ് എ ന്യൂക്ലിയസ് ഈസ് ഇറ്റ്സ് ഡാഷ് പെർ ന്യൂക്ലിയോൺ. മാസ് ഡിഫക്റ്റ്. Mass defect per nucleon. Clear? Now, write any two characteristic properties of nuclear force. വേഗം പറഞ്ഞേ. What is the characteristic properties of nuclear force? Nuclear force do not obey inverse square law and it is spin independent. Spin independent ആണ്. Do not obey inverse square law. I'll write here. Do not obey inverse charge independent ആണ്. Okay, short range force ആണ്. Nuclear force is a short range force. Short range force ആണ്. Charge independent ആണ്. Yes, good. How is the radius of nucleus is related to its mass number? Radius, nucleus ന്റെ radius ഉം mass number ഉം relate ചെയ്യുന്നത് എങ്ങനെയാണ്? The equation is R is equal to R naught A raised to 1/3. Okay. R naught എന്ന് പറയുന്നത് എന്താണ്? Which is the empirical constant 1.2 into 10 raised to minus 50 femtometer. Yes. Define the activity of a given
radioactive substance. What is activity of a radioactive substance? എന്താണ്? Radioactivity is the decay of nucleus. Decay of nucleus. What is the SI unit? എന്താണ് SI unit? What is the SI unit? അറിയോ ആർക്കെങ്കിലും? What is the SI unit of radioactive substance? Definition ആർക്കെങ്കിലും വേണമെങ്കിൽ ഞാൻ ഇവിടെ എഴുതി തരാം. Disintegration of radioactive substance. Radioactive substance. And the unit is becquerel, which is he is the scientist who found out. BQ വെച്ചിട്ടാണ് നമ്മളത് ഇൻഡിക്കേറ്റ് ചെയ്യാം. Okay, here there is a mistake. Becquerel BQ വെച്ചിട്ട് നമ്മൾ ഇൻഡിക്കേറ്റ് ചെയ്യും. This is the unit of radioactivity decay. Now, why nuclear fusion is not possible in laboratory? എന്തുകൊണ്ടാണ് nuclear fusion is not possible? Because nuclear fusion നടക്കണമെങ്കിൽ there is a lot of temperature is needed. അത്രയും high temperature ആയിരിക്കണം. Almost 10⁻⁷ Kelvinന്റെ അടുത്ത് എന്ത് വേണം? Temperature വേണം. ഇത്രയും high temperature which is not possible to create in a lab. ഒരു നമ്മളുടെ ഒരു നോർമൽ കണ്ടീഷനിൽ ഒരു ലബോറട്ടറിയിൽ ഒരു 10⁻⁷ Kelvin ടെമ്പറേച്ചർ ഉണ്ടാക്കാനുള്ള കണ്ടീഷൻ ഇല്ല, അല്ലെങ്കിൽ അതിനുള്ള ഒരു അറ്റ്മോസ്ഫിയർ ഇല്ല. So that nuclear fusion is not possible and which is not controllable. Nuclear fusion എന്ന് പറയുന്നത് which is not controllable. അതുകൊണ്ട് തന്നെ ലബോറട്ടറിയിൽ എക്സ്പെരിമെന്റ് ചെയ്യാൻ പറ്റില്ല. Now the next one. Why does the process of spontaneous nuclear fission occur in heavy nuclei? Spontaneous nuclear fission എന്തുകൊണ്ട് ഹെവിയർ ന്യൂക്ലിയയിൽ നടക്കുന്നു? ഹെവിയർ ന്യൂക്ലിയ എന്ന് പറയുമ്പോൾ സ്റ്റെബിലിറ്റി കുറവായിരിക്കും. സ്റ്റെബിലിറ്റി അറ്റൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് വാട്ട് ദേ വിൽ ഡു, ദേ വിൽ സ്പ്ലിറ്റ് ഇൻ ടു 2 ന്യൂക്ലിയ. അതായത് എന്താ നടക്കുന്നതെന്ന് വെച്ചാൽ ഒരു ഹെവിയർ ന്യൂക്ലിയ uranium-235 പോലെയുള്ള ഒരു ഹെവിയർ ന്യൂക്ലിയ എടുക്കുകയാണെങ്കിൽ ഒരു സ്ലോലി മൂവിങ് ന്യൂട്രോൺ കൊണ്ട് ഇത് ബൊംബാർഡ് ചെയ്തിട്ട് ഇത് രണ്ടായിട്ട് എന്ത് ചെയ്യുന്നു? സ്പ്ലിറ്റ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഇതിങ്ങനെ ക്രിപ്റ്റോണും ബേരിയമായിട്ടൊക്കെ സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ ബേരിയം ക്രിപ്റ്റോണും ഒക്കെ ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നു. ആൻഡ് ദെയർ എനർജി ഈസ് വിത്ത് ദ ഹൈ എമൗണ്ട് ഓഫ് എനർജി ഈസ് ഓൾസോ റിലീസിങ് വിത്ത് ദാറ്റ്. ഒരു ന്യൂട്രോൺ ഒരു ഹൈ അറ്റോമിക് മാസുള്ള uranium-235 പോലെയുള്ള എലമെൻറ്റുമായിട്ട് ബൊംബാർഡ് ചെയ്ത് കഴിയുമ്പോൾ ഹെവി ന്യൂക്ലിയസ് സ്റ്റെബിലിറ്റി ഇല്ലാത്ത ന്യൂക്ലിയസുമായിട്ട് ബൊംബാർഡ് ചെയ്ത് കഴിയുമ്പോൾ എന്താകും? ഇറ്റ് വിൽ സ്പ്ലിറ്റ് ഇൻ ടു 2 ലൈറ്റർ ന്യൂക്ലിയ. 2 ലൈറ്റർ ന്യൂക്ലിയ ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നു. അതിൻ്റെ കൂടെ തന്നെ 3 ഫാസ്റ്റ്ലി മൂവിങ് ഇലക്ട്രോൺ plus 3 fastly moving neutrons, sorry not electron, 3 fastly moving neutrons plus large amount of energy in mega electron volt is also released. Clear ആണല്ലോ? അപ്പോൾ ഹെവി ന്യൂക്ലിയസ് സ്റ്റെബിലിറ്റി അറ്റൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു? ഇറ്റ് വിൽ സ്പ്ലിറ്റ് ഇൻ ടു 2 ലൈറ്റർ ന്യൂക്ലിയൈ. ദെൻ വാട്ട് ഈസ് ന്യൂക്ലിയർ ഫ്യൂഷൻ? ന്യൂക്ലിയർ ഫ്യൂഷൻ എന്ന് പറയുന്നത് ടു അറ്റൈൻ ദ സ്റ്റെബിലിറ്റി ഓർ ദ ഗെയിൻ ദ സ്റ്റെബിലിറ്റി ടു ലൈറ്റർ ന്യൂക്ലിയൈ ഫ്യൂസ് ഇൻ ടു ഹെവിയർ ന്യൂക്ലിയ. 2 ലൈറ്റർ ന്യൂക്ലിയ കമ്പൈൻ ചെയ്തിട്ടൊരു പുതിയ ന്യൂക്ലിയ ഉണ്ടാവുന്നതിനാണ് നമ്മൾ എന്ത് പറയുക? ന്യൂക്ലിയർ ഫ്യൂഷൻ എന്ന് പറയാം. ഇൻ ദാറ്റ് കണ്ടീഷൻ ദർ ഇസ് ഓൾസോ റിലീസ് എ ലാർജ് എമൗണ്ട് ഓഫ് എനർജി ഇൻ മെഗാ ഇലക്ട്രോൺ വോൾട്ട്. ലാർജ് എമൗണ്ട് ഓഫ് എനർജി എവിടെയും റിലീസ് ചെയ്യും? ന്യൂക്ലിയർ ഫ്യൂഷനിലും റിലീസ് ചെയ്യും. ഹൈഡ്രജൻ ബോംബിന്റെ ഒക്കെ പ്രിൻസിപ്പിൾ എന്താണ്? വിച്ച് ഈസ് ന്യൂക്ലിയർ ഫ്യൂഷൻ. ന്യൂക്ലിയർ ഫിഷൻ ആറ്റം ബോംബിന്റെ പ്രിൻസിപ്പിൾ ആണ്. ഓർത്ത് വയ്ക്കുക കേട്ടോ. Okay, no. Next, draw the curve showing the binding energy per nucleon with the mass number of different nuclei. Briefly state how nuclear fusion and fission can explain on the basis of graph. Graph നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. സോ എക്സ് ആക്സിൽ നമ്മൾ വരയ്ക്കുന്നത് ഇവിടെ നോക്കുക. എക്സ് ആക്സിൽ എന്താണ്? മാസ് നമ്പർ ആണ് പ്ലോട്ട് ചെയ്യുന്നത്. വൈ ആക്സിൽ ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോൺ ആയിരിക്കും നമ്മൾ പ്ലോട്ട് ചെയ്യാം. എക്സ് ആക്സിൽ മാസ് നമ്പറും വൈ ആക്സിൽ ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോൺ. ഇവിടെ ലൈറ്റർ ന്യൂക്ലിയയ്ക്ക് എന്താണ്? ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോൺസ് കുറവാണ്. ഇവിടെ ഹൈഡ്രജൻ, ഹീലിയം, ലിഥിയം ഒക്കെ നോക്കുക. ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോൺസ് കുറവാണ്. ഇവിടെ അയൺ 56-നാണ് മാക്സിമം. നമ്മൾ പഠിച്ചു 8 മെഗാ ഇലക്ട്രോൺ വോൾട്ട് മാക്സിമം എന്തുള്ളത്? ആക്ച്വലി നോട്ട് 8-നേക്കാളും കൂടുതലുണ്ട്. ആവറേജ് ആണ് 8.5 സംതിങ് ഉണ്ട്, 8.75 സംതിങ് ഉണ്ട്. സോ ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോൺ ഇസ് മാക്സിമം ഫോർ ദ അയൺ 56. പിന്നെ ബാക്കിയുള്ളതിന് അതിനേക്കാളും കുറവാണ്. ദെൻ ഇവൻ ദോ ഇറ്റ് ഈസ് കമ്പാരിറ്റീവ്ലി ഹൈ. ഇനി ലാർജർ ഹെവിയർ ന്യൂക്ലിയയിലേക്ക് uranium-235 പോയി കഴിയുമ്പം ഇവിടെ കാണാൻ പറ്റുന്നത് എന്താണ്?
അതിന് സ്റ്റെബിലിറ്റി കുറവാണ്, ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോൺസ് കുറവാണ്. വിച്ച് മീൻസ് ഹെവിയർ ന്യൂക്ലിയയിൽ സ്റ്റെബിലിറ്റി അറ്റൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് നടക്കുന്നു? ഫിഷൻ നടക്കുന്നു. ലൈറ്റർ ന്യൂക്ലിയയിൽ സ്റ്റെബിലിറ്റി അറ്റൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഫ്യൂഷൻ നടക്കുന്നു. സോ ഇതാണ് അതിൻ്റെ റേഞ്ച്. 30 കൂടുതലും 170 കുറവുമാണെങ്കിൽ അവിടെയാണ്, ആ റീജിയനിലാണ് സ്റ്റെബിലിറ്റി ഉള്ളത്. ഓക്കെ, സ്റ്റെബിലിറ്റി മാക്സിമം ഏത് റീജിയനിലാണ്? അറ്റോമിക് മാസ് 30 to 170 ഇതിന്റെ ഇടയിലാണ് സ്റ്റെബിലിറ്റി മാക്സിമം ഉള്ളത്. ഒരു 240 എബവ് ആണെങ്കിൽ അവിടെ നടക്കുന്നത് എന്തായിരിക്കും? ഈ ഒരു റീജിയനിൽ നടക്കുന്നത് എന്തായിരിക്കും? ന്യൂക്ലിയർ ഫിഷൻ. അതായത് അറ്റോമിക് മാസ് കൂടുതലാണെങ്കിൽ അവിടെ നടക്കുന്നത് എന്താണ്? ന്യൂക്ലിയർ ഫിഷൻ. ഇനി ഇവിടെ ഒരു ലൈറ്റർ ന്യൂക്ലിയൈൻ്റെ കേസിൽ അവിടെ നടക്കുന്നത് എന്താണ്? ന്യൂക്ലിയർ ഫ്യൂഷൻ. ഓക്കെ, ക്ലിയർ ആണല്ലോ എല്ലാവർക്കും? വേഗം പറഞ്ഞേ, ഇസ് ദാറ്റ് ക്ലിയർ? ഹെവിയർ ന്യൂക്ലിയയിലാണ് ന്യൂക്ലിയർ ഫിഷൻ നടക്കുന്നത്, ലൈറ്റർ ന്യൂക്ലിയറിലാണ് ന്യൂക്ലിയർ ഫ്യൂഷൻ നടക്കുന്നത്. ഓക്കെ, സോ 30 to 170 അറ്റോമിക് മാസ് 30യുടെയും 170യുടെയും ഇടയിലാണെങ്കിൽ അവിടെ എന്ത് നടക്കും? അവിടെ മാക്സിമം സ്റ്റെബിലിറ്റി ആയിരിക്കും. വിച്ച് മീൻസ് ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോൺസ് മാക്സിമം ആയിരിക്കും. അതിൻ്റെ ഡിസ്ക്രിപ്ഷനാണ്. സ്മോൾ വാല്യൂസ് ആണെങ്കിൽ ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോൺ കൂട്ടാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും? ദിൽ ഫ്യൂസ് ആൻഡ് ഇൻക്രീസ് ദ ബൈൻഡിങ് എനർജി. ഹെവിയർ ന്യൂക്ലിയ ആണെങ്കിൽ ഒരു 240 എബോവ് ഉള്ള അറ്റോമിക് മാസ് ഒരു 240 എബോവ് ആണെങ്കിൽ ഇറ്റ് ഹാവ് വെരി ലെസ് ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോൺസ് കുറവായിരിക്കും. സോ ടു അറ്റൈൻ ദാറ്റ് വാട്ട് ദേ വിൽ ഡു? They'll split into 2 lighter nuclei and attain the stability. Now, no, that is beta decay and all, which is deleted topic. Okay, clear? Or important question, which is, വേഗം ഒന്ന് കമന്റ് ചെയ്യുക. Do you know how the energy released in stars? Nuclear fusion. നമ്മൾ പറഞ്ഞു. There are 2 steps. One is proton-proton cycle. One is carbon-carbon cycle. 2 സ്റ്റെപ്പിലൂടെയാണ്. ഒന്ന് കാർബൺ സൈക്കിളും ഒന്ന് പ്രോട്ടോൺ സൈക്കിളും. ഈ പ്രോട്ടോൺ സൈക്കിളിന്റെ 4 സ്റ്റെപ്സ് ആണുള്ളത്. ഈ 4 സ്റ്റെപ്സ് നിങ്ങൾ പഠിച്ചിരിക്കണം. പ്രോട്ടോൺ സൈക്കിളിൽ 4 സ്റ്റെപ്പ് ആണുള്ളത്. ഈ 4 സ്റ്റെപ്പ് വിച്ച് ഈസ് ദ എനർജി ജനറേഷൻ ഇൻ സ്റ്റാർ. നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ വരും, റൈറ്റ് ദ സ്റ്റെപ്സ് ഫോർ എനർജി ജനറേഷൻ ഇൻ സ്റ്റാർസ് ഓർ സൺ. So that is a proton cycle. So the first step എന്ന് പറയുന്നത് എങ്ങനെയാണ് നോക്കുക. So here ഒരു പ്രോട്ടോൺ വേറൊരു പ്രോട്ടോണുമായിട്ട് കമ്പൈൻ ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു ഹൈഡ്രജൻ ന്യൂക്ലിയർ റിലീസ് ചെയ്യും. പ്ലസ് ഒരു പോസിട്രോൺ പ്ലസ് ഒരു ന്യൂട്രിനോ പ്ലസ് 0.42 മെഗാ ഇലക്ട്രോൺ വോൾട്ട് എനർജി is also released. This is the first step. 2 പ്രോട്ടോൺ which is combined and formed a hydrogen nuclei and positron, neutrino, 0.42 മെഗാ ഇലക്ട്രോൺ വോൾട്ട്. രണ്ടാമത്തെ സ്റ്റെപ്പ് നോക്കുക, വിച്ച് ഈസ് ഒരു പോസിട്രോൺ ഒരു ഇലക്ട്രോണുമായിട്ട് കമ്പൈൻ ചെയ്യും ആൻഡ് ദേ റിലീസ് 2 ഗാമ ആൻഡ് 1.02 മെഗാ ഇലക്ട്രോൺ വോൾട്ട് എനർജി. ഓക്കെ, സെക്കൻഡ് സ്റ്റെപ്പ് ഒരു പോസിട്രോണും ഒരു ഇലക്ട്രോണും കൂടി കമ്പൈൻ ചെയ്ത് 2 ഗാമ ന്യൂക്ലിയർ റിലീസ് ചെയ്യും ആൻഡ് ഗാമ റേഡിയേഷൻസ് ഉണ്ടാകും. പ്ലസ് 1.02 മെഗാ ഇലക്ട്രോൺ വോൾട്ട് എനർജിയും ആയിരിക്കും അതിൻ്റെ റിലീസ് ചെയ്യാം. തേർഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഒരു ഹൈഡ്രജൻ ന്യൂക്ലിയെ ഒരു പ്രോട്ടോണുമായിട്ട് കമ്പൈൻ ചെയ്യും. കമ്പൈൻ ചെയ്തിട്ട് എന്തായിരിക്കും റിലീസ് ചെയ്യുക? ഒരു ഹീലിയം 3 ന്യൂക്ലിയർ റിലീസ് ചെയ്യും. പ്ലസ് ഒരു ഗാമ റേ പ്ലസ് 5.49 മെഗാ ഇലക്ട്രോൺ വോൾട്ട് എനർജിയും റിലീസ് ചെയ്യും. തേർഡ് സ്റ്റെപ്പ് ഒരു ഹൈഡ്രജൻ ന്യൂക്ലിയെ ഒരു പ്രോട്ടോണുമായിട്ട് കമ്പൈൻ ചെയ്യും, ഒരു ഹീലിയം 3 ന്യൂക്ലിയർ റിലീസ് ചെയ്യും, പ്ലസ് എ ഗാമ plus 5.49 mega electron volt energy is also released. Now the last step, fourth step il endana nadakkunnu ariyam. 2 helium 3 nuclei combine cheyum. Helium 3 nuclei combine cheyidittu helium 4 nuclei release cheyum. Plus 2 protonum release cheyum. 2 proton plus 12.86 മെഗാ ഇലക്ട്രോൺ വോൾട്ട് എനർജി is also released. അപ്പോൾ ഇതാണ് നമ്മളുടെ 4 സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ഓർത്ത് വെക്കുക, മനസ്സിലാവുന്നുണ്ടല്ലോ? ഏതൊക്കെയാണ് 4 സ്റ്റെപ്പ്? 2 പ്രോട്ടോൺ കമ്പൈൻ ചെയ്യുന്നു, ഒരു ഹൈഡ്രജൻ, ഒരു പ്രോട്ടോൺ, ഒരു പോസിട്രോൺ, ഒരു ന്യൂട്രിനോ, 0.42 മെഗാ ഇലക്ട്രോൺ വോൾട്ട് എനർജി. സെക്കൻഡ് കേസ്
ഒരു പോസിട്രോണും ഒരു ഇലക്ട്രോണും കൂടി കമ്പൈൻ ചെയ്യുന്നു, 2 ഗാമ പ്ലസ് 1.02 മെഗാ ഇലക്ട്രോൺ വോൾട്ട് എനർജി. തേർഡ് കേസ്, 2 ഹൈഡ്രജൻ, ഒരു ഹൈഡ്രജനും ഒരു പ്രോട്ടോണും കൂടി കമ്പൈൻ ചെയ്യുന്നു, ഒരു ഹീലിയം 3 ന്യൂക്ലിയർ റിലീസ് ചെയ്യുന്നു, ആൻഡ് എ ഗാമ ആൻഡ് എ 5.49 മെഗാ ഇലക്ട്രോൺ വോൾട്ട് എനർജി ഈസ് ഓൾസോ റിലീസ്ഡ്. അപ്പോൾ ഓരോ പ്രോസസ്സിലും എ ലാർജ് എമൗണ്ട് ഓഫ് എനർജി ഈസ് റിലീസിങ്. നൗ ദ ഫോർത്ത് സ്റ്റെപ്പ് എന്ന് പറയുന്നത് 4 സ്റ്റെപ്പാണുള്ളത് പ്രോട്ടോൺ പ്രോട്ടോൺ സൈക്കിളിൽ. 2 ഹീലിയം 3 ന്യൂക്ലിയേഴ്സ് കമ്പൈൻ ചെയ്യുന്നു, ഹീലിയം 4 ന്യൂക്ലിയൈ ഫോം ചെയ്യുന്നു. ഓക്കെ, ഒരു ഹീലിയം 4 ന്യൂക്ലിയൈ ഫോം ചെയ്യുന്നു, കൂടെ 2 പ്രോട്ടോൺസും റിലീസ് ചെയ്യുന്നുണ്ട്, 12.86 മെഗാ ഇലക്ട്രോൺ വോൾട്ട് എനർജിയും റിലീസ് ചെയ്യുന്നുണ്ട്. യു ക്യാൻ റൈറ്റ് ദാറ്റ് ഓൾസോ, 2H1 എന്ന് വേണമെങ്കിലും എഴുതാം. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഇസ് ദാറ്റ് ക്ലിയർ? യെസ് ഓർ നോ? അടുത്ത ചാപ്റ്ററിലേക്ക് മൂവ് ചെയ്യാം. ദ ലാസ്റ്റ് വൺ. യെസ് ഓർ നോ? റെഡി ആണെങ്കിൽ ഒന്ന് വേഗം കമന്റ് ചെയ്യാം. ലാസ്റ്റ് ചാപ്റ്റർ, സെമി കണ്ടക്ടർ ആൻഡ് ഇലക്ട്രോണിക് ഡിവൈസ്. വളരെ ചെറിയൊരു ചാപ്റ്റർ. റെഡി? വേഗം വേഗം. Okay, so now the first question. First question le noka. In an n-type silicon, which of the following statement is true? 1H2 ayal atomic number marla. I didn't got you. Fatima, I didn't got your doubt. 2 പ്രോട്ടോൺ കമ്പൈൻ ചെയ്യുന്നു, ഫോം ചെയ്യുന്നത് എന്തായിരിക്കും? ഒരു ഹൈഡ്രജൻ ന്യൂക്ലിയർ ആയിരിക്കും. ഓക്കെ, I got it. Yeah, sure. This is what you meant? Clear ആണോ? Fatima, is that okay right now? I did a small mistake. ഇവിടെ അത് ഓക്കെ ആണ്. ഹൈഡ്രജൻ ന്യൂക്ലിയർ ഞാൻ ജസ്റ്റ് ഒന്ന് തിരിഞ്ഞു പോയി. ഇസ് ദാറ്റ് ഓക്കെ? ക്ലിയർ? ഐ ഹോപ്പ് സോ. സോ ദ നെക്സ്റ്റ് ചാപ്റ്റർ. റെഡി? Semiconductor and electronic devices, material, symbol circuits. Okay. In an n-type silicon, which of the following statement is true? There are some statements which is the correct one. Electrons are majority carriers and trivalent atoms are the dopant. ശരിയാണോ? ഇലക്ട്രോൺസ് മെജോറിറ്റി കാരിയേഴ്സ് ആവുകയും ട്രൈവാലന്റ് ആറ്റംസ് ആണ് ഡോപ്പന്റ്. ട്രൈവാലൻസ് എന്ന് പറയുമ്പോൾ അവിടെ എന്താണ്? 3 ഇലക്ട്രോൺസ് ആണ് ഷെയർ ചെയ്യുന്നത്, അവിടെ ഹോൾസ് ആയിരിക്കും കൂടുതൽ. സോ ഇലക്ട്രോൺസ് cannot be a majority carriers. Then so that is the wrong one. So then the second one is electrons are minority carriers and pentavalent atoms are the dopant. Pentavalent എന്ന് പറയുമ്പോൾ ബാലൻസ് ഷെല്ലിൽ 5 ഇലക്ട്രോൺസ് ആണ്. സോ അതിന്റെ കേസിൽ ഇലക്ട്രോൺസ് മെജോറിറ്റി കാരിയേഴ്സ് ആവുകയാണ് ചെയ്യുക. ഇറ്റ് വിൽ നോട്ട് ദ മൈനോറിറ്റി ചാർജ് കാരിയേഴ്സ്. സോ ദാറ്റ് ഈസ് ഓൾസോ റോങ്. നൗ holes are minority charge carriers and pentavalent atoms are dopant. Pentavalent എന്ന് പറയുമ്പോൾ ബാലൻസ് ഷെല്ലിൽ 5 ഇലക്ട്രോൺസ്. സോ 5 ഇലക്ട്രോൺസ് ഡോപ്പ് ചെയ്ത് കഴിയുമ്പോൾ ഇലക്ട്രോൺസ് മെജോറിറ്റി കാരിയേഴ്സും ഹോൾസ് മൈനോറിറ്റി ചാർജ് കാരിയേഴ്സ് ആയിരിക്കും. സോ ടിൽ നൗ ദിസ് ഇസ് ദ കറക്റ്റ് വൺ. Now the last one, holes are majority charge carriers, trivalent atoms are the dopant. Trivalent atom holes majority charge carriers ആകുമ്പോൾ trivalent atoms are the dopant എന്നാണ് പറഞ്ഞിട്ടുള്ളത്. So the correct answer എന്താണ്? Holes are the minority charge carriers and the pentavalent atoms are the dopant, the seventh one. Okay. Next one. Clear or no? Which of the statement given in question 1 is true for p-type semiconductor? തൊട്ട് മുന്നേ തന്നുള്ള ക്വസ്റ്റ്യനിൽ p-type semiconductorന് കറക്റ്റ് ആവുന്ന സ്റ്റേറ്റ്മെന്റ് അതാണ്. സ്റ്റേറ്റ്മെന്റ് ഇതൊക്കെയാണ് തന്നിട്ടുള്ളത്. ഇലക്ട്രോൺസ് ആർ മെജോറിറ്റി ചാർജ് കാരിയേഴ്സ് ആൻഡ് ട്രൈവാലന്റ് ആറ്റംസ് ആർ ദ ഡോപ്പൻ. ട്രൈവാലന്റ് ഡോപ്പ് ചെയ്യുമ്പോൾ ഇലക്ട്രോൺസ് അല്ല ഹോൾസ് ആണ് മെജോറിറ്റി ചാർജ് കാരിയേഴ്സ്. ഇലക്ട്രോൺസ് ആർ മൈനോറിറ്റി ചാർജ് കാരിയേഴ്സ് ആൻഡ് പെന്റാവാലന്റ് ആറ്റംസ് ആർ ഡോപ്പൻ. ദാറ്റ് ഈസ് ഓൾസോ റോങ്. ഹോൾസ് ആർ മൈനോറിറ്റി ചാർജ് കാരിയേഴ്സ്, pentavalent are the dopant. Last one, holes are the majority charge carriers,
trivalent atoms are the dopant. This one is the correct one. Last one. Next question. In an unbiased PN junction, holes diffuse to N region from P region. Okay, unbiased ആയിട്ടുള്ള PN junctionൽ holes N regionിൽ നിന്ന് P regionിലേക്ക് diffuse ചെയ്യുന്നു. Because തന്നിട്ടുള്ള ഓപ്ഷൻസ് ഇതൊക്കെയാണ്. Free electrons in the N region attract them. B. They move across the junction by the potential difference. C. Holes concentration in P region is more than compared to the N region. D എന്ന് പറയുന്നത് all of the above. What is the correct answer? വേഗം പറ, what is the correct answer? Free electrons in P region attract them. N region attract them. No. They move across the junction by the potential difference. That is also wrong. The answer is C. Hole concentration in P region more compared to the N region. P regionിൽ ഹോൾസിൻ്റെ കോൺസെൻട്രേഷൻ കൂടുതലായിരിക്കും, N regionിൽ കുറവായിരിക്കും. സോ കോൺസെൻട്രേഷൻ കൂടുതലുള്ളിടത്ത് നിന്ന് കുറവുള്ളിടത്തേക്ക് പോകും. ഓക്കെ. Now, when a forward bias is applied to a PN junction, options, it raises the potential barrier, reduce the majority carrier current to 0, potential barrier is reduced, none of the above. ഏതാണ്? Raise the potential barrier. ഒരു PN junction forward biased ആയിരിക്കുമ്പോൾ potential barrier raise ചെയ്യാണോ ചെയ്യാം? No. Reduce the majority charge carrier current to 0? No. Potential barrier is reduced. അതിൻ്റെ depletion layer കുറയാണ് ചെയ്യുക. So potential barrier is reduced. Now, the third one? No. The fourth one. When a forward bias is applied to a PN junction, it raises the potential barrier, reduce the majority charge carrier, lower the potential barrier. Same question തന്നെയല്ലേ? This is the same question. So the answer is also lower the potential barrier. Just statement ഒരു മാറ്റം ഉണ്ടെന്നേ ഉള്ളൂ. Potential barrier increase ചെയ്യില്ല, majority charge carrier 0 ആവുന്നില്ല. Potential barrier എന്ത് ചെയ്യാണ് ചെയ്യുക? കുറയാണ് ചെയ്യുക. Forward biasൽ potential barrier decrease ചെയ്യും. Give the ratio of number of holes and number of conduction electron in the intrinsic semiconductor. എന്താണ് intrinsic semiconductorന്റെ കണ്ടീഷൻ എന്തായിരുന്നു? Ni is equal to Nh. Number of concentration of electron is equal to, sorry, Ni is equal to number of concentration of intrinsic semiconductor, which is equal to Ne, number of holes, number of electrons in is equal to number of holes. അല്ലേ? അപ്പോൾ റേഷ്യോ എടുക്കാൻ പറഞ്ഞാൽ നമുക്ക് എങ്ങനെ ചെയ്യാം? Nh by Ne, which is equal to 1. Okay. Next one. What type of impurity is added to obtain N-type semiconductor? N-type semiconductorൽ ഏത് type of impurity ആണ് ആഡ് ചെയ്യുക? Which is pentavalent. അതായത് വാലന്റ് ഷെല്ലിൽ 5 ഇലക്ട്രോൺസ് ഉള്ളത് pentavalent atoms. ഏത് ഗ്രൂപ്പിലാണ് ഇത് വരുന്നത്? ആറ്റംസ് ഗ്രൂപ്പ് 15. ഓർത്ത് വെക്കുക കേട്ടോ, വെരി ഇമ്പോർട്ടൻറ്റ്. ഗ്രൂപ്പ് 15. ഗ്രൂപ്പ് 15ൽ പെടുന്ന പെൻറ്റാവാലന്റ് ആറ്റം ലൈക്ക് ആർസെനിക്, ആൻറ്റിമണി പോലെയുള്ള ആറ്റംസ് ആണ് ഇതിൽ ഇൻക്ലൂഡ് ചെയ്യുക. ആർസെനിക്, ആൻറ്റിമണി, ഫോസ്ഫറസ്, ഇതൊക്കെയാണ് പെൻറ്റാവാലന്റ് ആറ്റം ഡോപ്പൻ്റ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യാം. Then the next one, the frequency of an input AC is 50 Hz. Then what is the frequency of output pulse of the full wave rectifier and half wave rectifier? 50 Hz ആണെങ്കിൽ full wave rectifierൽ എന്തായിരിക്കും? 100 Hz ആയിരിക്കും. And half waveൽ എന്തായിരിക്കും? 50 Hz ആയിരിക്കും. Okay. Next one, what is the value of conductivity of a semiconductor at absolute zero? Absolute zeroയിൽ conductivity എന്തായിരിക്കും? Conductivity will be very low, which is 0, and it will act as an insulator. 0 ആണെങ്കിൽ temperature 0 ആണെങ്കിൽ and the conductivity of a semiconductor is 0, it will act as a insulator. What is meant by the forbidden energy gap? എന്താണ് forbidden energy gap എന്ന് പറഞ്ഞാൽ? Which is the energy gap അല്ലെങ്കിൽ the layer between the conduction band and valence band. നമ്മുടെ valence bandും conduction bandും, ഇതാണ് നമ്മുടെ conduction band. This is energy band. This is the valence band. ഈ ഗ്യാപ്പിനെയാണ് നമ്മൾ എന്ത് പറയുക? എനർജി ഗ്യാപ്പ് അല്ലെങ്കിൽ ഫോർബിഡൻ എനർജി ഗ്യാപ്പ് എന്ന് പറയാം. ഓർക്കേണ്ട ഒരു കാര്യം, കണ്ടക്ഷൻ ബാൻഡിൽ വെരി ഇമ്പോർട്ടൻറ്റ്, ഓർത്ത് വയ്ക്കുക. സെമി കണ്ടക്ടറിൽ ഈ കണ്ടക്ഷൻ ബാൻഡും വാലൻസ് ബാൻഡും തമ്മിലുള്ള
കണ്ടക്ഷൻ ബാൻഡ് ആൻഡ് വാലൻസ് ബാൻഡും തമ്മിലുള്ള ഡിഫറൻസ് എന്തായിരിക്കും? വിച്ച് ഈസ് ലെസ് ദാൻ 3 ഇലക്ട്രോൺസ് വോൾട്ട്സ്, വിച്ച് ഈസ് എനർജി ഗ്യാപ്പ് എന്ന് പറയുന്നത് ലെസ് ദാൻ 3 ഇലക്ട്രോൺ വോൾട്ട് ആയിരിക്കും. 3 ഇലക്ട്രോൺ വോൾട്ടിനേക്കാളും കുറവായിരിക്കും എനർജി ഗ്യാപ്പ് എന്ന് പറയുന്നത്. ആൻഡ് ഒരു ഇൻസുലേറ്ററിന്റെ കേസിൽ എന്തായിരിക്കും? ഒരു ഇൻസുലേറ്ററിന്റെ കേസിൽ ഈ എനർജി ഗ്യാപ്പ് വിൽ ബി മാക്സിമം. ഈ എനർജി ഗ്യാപ്പ് എന്ന് പറയുന്നത് എത്രയായിരിക്കും എന്നറിയോ? വിച്ച് ഈസ് ഗ്രേറ്റർ ദാൻ 6 ഇലക്ട്രോൺ വോൾട്ട്. Eg is equal to greater than 6 electron volt. കണ്ടക്ടറിന്റെ കേസിൽ if it is a conductor, energy band gap is very important. If it is a conductor, it is overlapped each other. എന്ത് ചെയ്യും? കണ്ടക്ഷൻ ബാൻഡും വാലൻസ് ബാൻഡും ഓവർലാപ്പ് ചെയ്തിട്ടുണ്ടാകും. കണ്ടക്ഷൻ ബാൻഡ് ആൻഡ് വാലൻസ് ബാൻഡ് വിൽ ഓവർലാപ്ഡ് ഈച്ച് അതർ. എനർജി ഗ്യാപ്പ് എന്ന് പറയുന്നത് which is equal to 0 ആയിരിക്കും. ഓക്കെ, സോ ബാലൻസ് ബാൻഡിൽ നിന്ന് ഇലക്ട്രോൺസിന് കണ്ടക്ഷൻ ബാൻഡിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ഇവിടെ എന്ത് വേണ്ടി വരില്ല? ഒരു എനർജി വേണ്ടി വരില്ല, വിച്ച് ഇസ് 0. ഇൻസുലേറ്ററിന്റെ കേസിൽ വിച്ച് ഇസ് 3 ഇലക്ട്രോൺ വോൾട്ടിലും കുറവ് മതി. ഐഡിയൽ കേസ് എന്ന് പറയുന്നത് 1 ഇലക്ട്രോൺ വോൾട്ട് ആണ്. സോ ഇൻസുലേറ്ററിന്റെ കേസിൽ ബാലൻസ് ബാൻഡിൽ നിന്ന് കണ്ടക്ഷൻ ബാൻഡിലേക്ക് എത്താൻ എനർജി ഈസ് ലെസ് ദാൻ 3 ഇലക്ട്രോൺ വോൾട്ട്. ബട്ട് നോട്ട് ഇൻ ഇൻസുലേറ്റർ, സെമി കണ്ടക്ടർ. ഓക്കെ, സെമി കണ്ടക്ടർ. ഇൻസുലേറ്ററിന്റെ കേസിൽ which is greater than 6 electron volt. ഇൻസുലേറ്ററിന്റെ കേസിൽ which is greater than 6 electron volt. 6 ഇലക്ട്രോൺ വോൾട്ടിനേക്കാളും കൂടുതലാണ്, 6 ഇലക്ട്രോൺ വോൾട്ടിനേക്കാളും കൂടുതലാണ് ബാൻഡ് എനർജി ഗ്യാപ്പ് എങ്കിൽ which is the insulator. Clear? Now, what is the depletion region in PN junction? PN junctionലെ depletion region എന്താണ്? വേഗം പറഞ്ഞേ. What is the depletion region in PN junction? എന്താണ് പി എൻ ജംഗ്ഷൻ ഡിപ്ലീഷൻ റീജിയൻ എന്ന് പറഞ്ഞാൽ? എന്താണ്? അതായത് നമ്മളുടെ ഡിഫ്യൂഷൻ കറണ്ടിനെ കുറയ്ക്കാൻ വേണ്ടിയിട്ട്, ഡിഫ്യൂഷൻ കറണ്ടിനെ ഹൈ കോൺസെൻട്രേഷൻ ലോ കോൺസെൻട്രേഷനിലേക്ക് കറണ്ട് ഫ്ലോ ചെയ്യും. ആ ഡിഫ്യൂഷൻ കറണ്ടിനെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും? അവിടെ പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് അയോൺസ് ഒരു ബാരിയർ പോലെ ഫോം ചെയ്യും. ദിസ് തിൻ ലെയർ ഓഫ് ബാരിയർ ഇസ് നോൺ ആസ് ഡിപ്ലീഷൻ ലെയർ. അതിന്റെ വിഡ്ത്തിനെ നമ്മൾ എന്ത് പറയും? ഡിപ്ലീഷൻ വിഡ്ത്ത് എന്ന് പറയും. അപ്പം ഇവിടെ ഇപ്പം എന്നും ഇവിടെ പിയും ആണെങ്കിൽ, ഇവിടെ എന്നും ഇവിടെ പിയും ആണെങ്കിൽ ഇവിടെ എന്ത് സംഭവിക്കും? പോസിറ്റീവ് അയോൺസ് ഫോം ചെയ്തിട്ട് ഇവിടെ ഇലക്ട്രോൺസിന്റെ ഫോർമേഷൻ, ഇവിടുന്ന് ഡിഫ്യൂഷൻ കറണ്ടിന്റെ ഫ്ലോ ഒഴിവാകും. അപ്പൊ ഇതിനെയാണ് നമ്മൾ എന്ത് പറയാ? ഡിപ്ലീഷൻ റീജിയൻ എന്ന് പറയാം. Clear? Now the next one, how many valence electrons are there in silicon or germanium atom? Valence electrons എത്രയാണ്? ഒരു സിലിക്കൺ അല്ലെങ്കിൽ ജെർമേനിയം ആറ്റം, സിലിക്കൺ ആൻഡ് ജെർമേനിയം എന്ന് പറയുന്നത് പ്യുവർ സെമി കണ്ടക്ടർ ആണ്. ദ വാലൻസ് ഇലക്ട്രോൺ എന്ന് പറയുന്നത് 4 ഇലക്ട്രോൺസ് ആണ്. നെക്സ്റ്റ്, വിച്ച് ഇസ് ടെട്രാവാലന്റ്. വിച്ച് ടൈപ്പ് ഓഫ് കെമിക്കൽ ബോണ്ട് സീൻ ഇൻ സിലിക്കൺ ഓർ ജെർമേനിയം ആറ്റം? ഏത് ടൈപ്പാണ്? കോവാലന്റ് ബോണ്ടിങ്. കോവാലന്റ് ബോണ്ടിങ്. കോവാലന്റ് ബോണ്ടിങ്. Next one, is there any free electron in the lattice of in silicon or germanium crystal at very low temperature? നമ്മൾ പറഞ്ഞു സെമി കണ്ടക്ടർ അറ്റ് വെരി ലോ ടെമ്പറേച്ചർ എന്തായിരിക്കും? വിച്ച് ഈസ് അൻ ഇൻസുലേറ്റർ. ഇൻസുലേറ്ററിന്റെ കേസിൽ എന്തുണ്ടാവില്ല? ഫ്രീ ഇലക്ട്രോൺസ് ഉണ്ടാവില്ല. സോ 0 temperature ആണെങ്കിൽ the semiconductor will act as an insulator, then the free electrons will be 0. Okay. How does the conductivity of a semiconductor increase? Semiconductor conductivity increase ചെയ്യാൻ എന്തൊക്കെയാണ് മെത്തേഡ്? There are 2 methods. The first one is increase the temperature. Low temperature insulator ആയിരിക്കും. Temperature increase ചെയ്യുന്നതിനനുസരിച്ച് എന്തായിട്ട് മാറും? It will increase the conductivity. Increase the temperature. Temperature increase ചെയ്യാം. Next one, using appropriate dopants. Impurity add ചെയ്ത് ഒരു സെമി കണ്ടക്ടറിന്റെ കണ്ടക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് we can add the dopant അല്ലെങ്കിൽ ഡോപ്പിംഗ് നടത്താം, which means adding the impurity. ആ impurity ആഡ് ചെയ്ത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യാം? നമുക്ക് കണ്ടക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യാം. സോ add the അല്ലെങ്കിൽ directly we can write doping. Next one, what is the name of semiconductor in the pure form? Purest form of semiconductor എന്ന് പറയുന്ന പേരെന്താണ്? Intrinsic semiconductor. Intrinsic semiconductor
intrinsic semiconductor. Okay, what is the best example for intrinsic semiconductor? Silicon and germanium. Next one, what is the name of semiconductor after doping? Which is doping. Doping ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറയാം? Which is the impure semiconductor? Extrinsic semiconductor. Extrinsic semiconductor. Clear ആണോ? Yes, yes. Okay. So somehow I couldn't be able to see your message before. നിങ്ങൾ ആൻസർ ചെയ്യുന്നുണ്ടായിരുന്നു. So it right now. Very good. എല്ലാവരും ആൻസർ ചെയ്യുന്നുണ്ടായിരുന്നു. Okay. Next one. What will happen when germanium or silicon doped with a trivalent 13th group element? Germanium silicon ഒരു 13th group elementുമായിട്ട് ഡോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ, which means trivalent. Trivalentൽ എന്താണ്? ട്രൈവാലന്റ് ആറ്റംസ് പറഞ്ഞാൽ നമുക്കിപ്പോൾ മനസ്സിലാക്കാം 13th ഗ്രൂപ്പ്. അതെന്ന് പറഞ്ഞാൽ വാലൻസ് ഷെല്ലിൽ ഇലക്ട്രോൺസ് 3 എണ്ണമാണ്. ഡോപ്പ് ചെയ്ത് കഴിയുമ്പോൾ ഉണ്ടാവുന്നത് ഏത് ടൈപ്പ് ഓഫ് സെമി കണ്ടക്ടർ ആയിരിക്കും? പി ടൈപ്പ് സെമി കണ്ടക്ടർ ആയിരിക്കും. എൻ ടൈപ്പ് ഫോം ചെയ്യാൻ വേണ്ടിയിട്ട് ഗ്രൂപ്പ് 15 ആയിരുന്നു പെൻറ്റാവാലന്റ്, മാറിപ്പോവരുത്. പി ടൈപ്പ് ഫോം ചെയ്യാൻ വേണ്ടിയിട്ട് ഗ്രൂപ്പ് 13 ട്രൈവാലന്റ്. ക്ലിയർ ആണല്ലോ? യെസ്. വാട്ട് വിൽ ഹാപ്പൻ germanium or silicon doped with a pentavalent 15th group? We'll get the n-type semiconductor. N-type semiconductor. Okay. Now, the knee voltage of silicon diode. What is the knee voltage of silicon diode? Give me the answer. Knee voltage of silicon diode. Silicon diode knee voltage എത്രയാണ്? ഓർക്കുന്നുണ്ടോ? What is the knee voltage of silicon diode? Which is, ഞാൻ പറയണോ നിങ്ങൾ പറയോ? Nobody? 0.7 electron volt. ഓർത്ത് വയ്ക്കുക, സിലിക്കണിന്റെ knee voltage which is 0.7 electron volt, and the knee voltage of germanium which is, yes, answer is there, yes, 0.3 electron volt. Germaniumത്തിന്റെ knee voltage എന്ന് പറയുന്നത് 0.3 electron volt ഉം സിലിക്കണിന്റേത് എന്താണ്? 0.7 electron volt ആണ്. Next one, example for pentavalent impurities used for doping. Arsenic, antimony, phosphorus. Okay. ഓർത്ത് വയ്ക്കുക, 15th ഗ്രൂപ്പ് ആണ് പെൻറ്റാവാലന്റ്, 5 ഇലക്ട്രോൺസ് വാലൻസ് ആയിരിക്കും. പി ടൈപ്പ് സെമി കണ്ടക്ടറിൽ മെജോറിറ്റി ചാർജ് കാരിയേഴ്സ് ഇലക്ട്രോൺസ് ആയിരിക്കും, മൈനോറിറ്റി ചാർജ് കാരിയേഴ്സ് ഹോൾസ് ആയിരിക്കും. നൗ ട്രൈവാലന്റ് ഇംപ്യൂരിറ്റി വിച്ച് ഇസ് ദ അക്സെപ്റ്റർ യൂസ്ഡ് ഫോർ ഡോപ്പിംഗ്. അത് എന്താണ് എക്സാമ്പിൾ? നമുക്ക് ഏതൊക്കെ എക്സാമ്പിൾ പറയാം? അലൂമിനിയം, ഗാലിയം, ഇൻഡിയം, ഇതൊക്കെ എന്തിൻ്റെ എക്സാമ്പിളാണ്? നമ്മളുടെ trivalent impurities, which is the 13th group. 13th group ആണ്. Then trivalent എന്ന് പറയുമ്പോൾ വാലൻസ് ഷെല്ലിൽ 3 ഇലക്ട്രോൺ, ഹോൾസ് മെജോറിറ്റി ചാർജ് കാരിയേഴ്സും മൈനോറിറ്റി ചാർജ് കാരിയേഴ്സ് ഇലക്ട്രോൺസും ആയിരിക്കും. Now, distinguish between forward bias and reverse bias of a diode with the diagram. Diagram യൂസ് ചെയ്തിട്ട് forward biasഉം reverse biasഉം distinguish ചെയ്യാം. Forward bias എന്ന് പറഞ്ഞാൽ നമ്മുടെ പി റീജിയനുമായിട്ട് പോസിറ്റീവ് ടെർമിനലും എൻ റീജിയനുമായിട്ട് നെഗറ്റീവ് ടെർമിനലും കണക്ട് ചെയ്യുന്നതിനാണ് നമ്മൾ എന്ത് പറയാ? ഫോർവേഡ് ബയാസ് എന്ന് പറയാം. ഓക്കെ, സോ ഇവിടെ ദിസ് ഇസ് ദ പോസിറ്റീവ് ടെർമിനൽ, ദിസ് ഇസ് ദ നെഗറ്റീവ് ടെർമിനൽ. ഡയോഡിനുള്ള പ്രത്യേകതയാണ് വിച്ച് ഇസ് ദ യൂണി ഡയറക്ഷണൽ പ്രോപ്പർട്ടി. ഒരു ഡയറക്ഷനിൽ മാത്രമേ കറണ്ട് ഫ്ലോ ചെയ്യുള്ളൂ. സോ പോസിറ്റീവ് ടെർമിനൽ നമ്മുടെ പി ടൈപ്പുമായിട്ടും പി എൻ ടു ആയിട്ടും നെഗറ്റീവ് ടെർമിനൽ നമ്മുടെ എന്നുമായിട്ടും കണക്ട് ചെയ്യുന്നു. ദിസ് ഇസ് ദ ഫോർവേഡ് ബയാസ്. നൗ റിവേഴ്സ് ബയാസ് എന്താണ്? റിവേഴ്സ് ബയാസ് എന്ന് പറയുന്നത് നേരെ ഓപ്പോസിറ്റ്. പി ടൈപ്പുമായിട്ട് നെഗറ്റീവ് ടെർമിനലും എൻ ടൈപ്പുമായിട്ട് പോസിറ്റീവും കണക്ട് ചെയ്യുന്നു. സോ ഇറ്റ് വിൽ ബി ലൈക്ക് ദിസ്. സോ പി ടൈപ്പുമായിട്ട് നെഗറ്റീവും പോസിറ്റീവ് എൻ ടൈപ്പുമായിട്ട് കണക്ട് ചെയ്യുന്നു. ഓക്കെ, ഇതിനെ നമുക്ക് എന്ത് പറയാം? റിവേഴ്സ് ബയാസ് എന്ന് പറയാം. ക്ലിയർ? ഓക്കെ, നെക്സ്റ്റ് വൺ,
Draw the VI characteristics of a diode and mark threshold voltage and breakdown voltage. അപ്പോൾ നമ്മളിപ്പോൾ ഫോർവേഡ് ബയാസും റിവേഴ്സ് ബയാസും പഠിച്ചു. അതിൻ്റെ രണ്ടിനെയും കൂടി ഗ്രാഫാണ് നമുക്ക് നെക്സ്റ്റ് പ്ലോട്ട് ചെയ്യേണ്ടത്. സോ ഇൻ എക്സ് ആക്സിസ് വിച്ച് ഇസ് വോൾട്ടേജ്, വൈ ആക്സിസ് വിച്ച് ഇസ് ദ കറണ്ട്. ഓക്കെ, വോൾട്ടേജ് ഇസ് ഇൻ വോൾട്ട്. അപ്പോൾ എന്താ സംഭവിക്കുക? ഫോർവേഡ് ബയാസിൽ ഇപ്പം ഞാനിവിടെ ഒരു 0.2, 0.4, 0.6, 0.8 ഇങ്ങനെ മാർക്ക് ചെയ്യുന്നു. ഇപ്പം ഇതിൻ്റെ കേസിൽ ഇപ്പം നമ്മളുടെ അടുത്ത് ചോദിച്ചിട്ടുള്ളത് ഏതിൻ്റെ കേസിൽ വരയ്ക്കാനാണ്? സിലിക്കൻ്റെ കേസിൽ വരയ്ക്കാനാണ്. സിലിക്കൻ്റെ ബ്രേക്ക് ഡൗൺ വോൾട്ടേജ് വിച്ച് ഇസ് 0.7. അതായത് ആദ്യം അവിടെ 0.6 വരെയൊന്നും അവിടെ കറണ്ട് ഉണ്ടാവുകയില്ല. പിന്നെ എന്താ സംഭവിക്കുക? നോ കറണ്ട്. At 0.7, what happened? There is a sharp increase in current. This is the forward bias. ഇനി അടുത്ത കേസിൽ നമ്മുടെ റിവേഴ്സ് ബയാസിൻ്റെ കേസിൽ ഇവിടെ മാർക്കിംഗ് 20, 40, 60, 80, 100. സോ again here also ഒരു 80 വരെയൊന്നും അവിടെ എന്തുണ്ടാവില്ല? there will be no amount of current flow. റിവേഴ്സ് ബയാസിൽ കറണ്ട് ഫ്ലോ ഉണ്ടാവില്ല. ഒത്തു വെക്കേണ്ട കാര്യം, ഫോർവേഡ് ബയാസിൽ ഡിപ്ലീഷൻ റീജിയൻ്റെ വിഡ്ത്ത് കുറവായിരിക്കും, there will be current flow. And reverse ബയാസിൽ ഡിപ്ലീഷൻ റീജിയൻ്റെ വിഡ്ത്ത് മാക്സിമം ആയിരിക്കും, there will not a current flow. If the potential difference നമ്മൾ കൊടുക്കുന്ന അപ്ലൈഡ് പൊട്ടൻഷ്യൽ ഇൻക്രീസ് ചെയ്ത് കഴിയുമ്പോൾ എന്ത് ചെയ്യും? ഈ ഡിപ്ലീഷൻ ലെയർ വിൽ ബ്രേക്ക് ആൻഡ് there is a reverse current. ഓക്കെ, റിവേഴ്സ് ബയാസിലുള്ള കറണ്ട് ഫ്ലോനെ പറയുന്നതാണ് റിവേഴ്സ് കറണ്ട്. ദെൻ ഇങ്ങനെ പോയിട്ട് ഒരു 90 ഒക്കെ എത്തുമ്പം there is a sharp reverse current. ഇതിനെ നമ്മൾ പറയുന്ന പേരാണ് ബ്രേക്ക് ഡൗൺ വോൾട്ടേജ്, വിച്ച് ഈസ് ദ ബ്രേക്ക് ഡൗൺ വോൾട്ടേജ്. ബ്രേക്ക് ഡൗൺ വോൾട്ടേജ്. ആൻഡ് ഇതോ ത്രെഷോൾഡ് വോൾട്ടേജ്. ഓക്കെ, ക്ലിയർ? I hope it is clear. Now define threshold voltage of a PN junction diode. PN junction diode വേഗം പറഞ്ഞേ, എന്താണ് PN junction diode threshold voltage എന്ന് പറഞ്ഞാൽ? PN junction diode threshold voltage എന്ന് പറഞ്ഞാൽ ഫോർവേഡ് ബയാസിൽ എന്താണ് സംഭവിക്കുക? അറ്റ് എ പെർട്ടിക്കുലർ വോൾട്ടേജിൽ, അതായത് ഒരു 0.7 വോൾട്ടേജിലൊക്കെ കറണ്ട് എന്താകും? കറണ്ട് വിൽ ഇൻക്രീസ് അറ്റ് എ പീക്ക്. ഓക്കെ, ആദ്യം ഒന്നും ഉണ്ടാവില്ല. അറ്റ് 0.7 വോൾട്ടേജ് എത്തുമ്പോൾ ഇൻ കേസ് ഓഫ് സിലിക്കൺ, 0.3 ആകുമ്പോൾ ഇൻ കേസ് ഓഫ് ജർമേനിയം, large increase in current which is known as the threshold voltage of a PN junction diode. ഇനി breakdown voltage എന്ന് പറഞ്ഞാൽ ഈവൻ റിവേഴ്സ് ബയാസിൽ എന്തായിരിക്കും? there will be no amount of current flow, depletion layer കൂടുതലായിരിക്കും. പക്ഷേ as we increase the external applied voltage, what happens? This depletion region will break and a large amount of current flow in the opposite direction, which is known as the breakdown voltage. Now explain the principle and working of full wave rectifier with the diagram. Draw the output or input waveform. Okay, listen here, the important thing. Full wave rectifier എന്ന് പറയുന്നത് എന്താണ് സംഭവം? ഫുൾ വേവ് റെക്ടിഫയർ എന്ന് പറയുന്നത് നമ്മൾ കൊടുക്കുന്നത് എന്താണോ അതിനെ കംപ്ലീറ്റ് ആയിട്ട് റെക്ടിഫൈ ചെയ്ത് കിട്ടുന്ന ഒരു ഡിവൈസ്. ഓക്കെ, സോ ദ പ്രിൻസിപ്പിൾ ആയിട്ട് യൂസ് ചെയ്യുന്നത് വിച്ച് ഇസ് ദ യൂണി ഡയറക്ഷണൽ പ്രോപ്പർട്ടി ഓഫ് ഡയോഡ്. ഡയോഡിൻ്റെ യൂണി ഡയറക്ഷണൽ പ്രോപ്പർട്ടിയാണ് എന്തിന് യൂസ് ചെയ്യുന്നത്? റെക്ടിഫയറിൽ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അതായത് ഡയോഡിൻ്റെ യൂണി ഡയറക്ഷണൽ പ്രോപ്പർട്ടി എന്ന് പറയുമ്പോൾ ഫോർവേഡ് ബയാസിലായിരിക്കുമ്പോൾ ഡയോഡ് കണ്ടക്ട് ചെയ്യും, റിവേഴ്സ് ബയാസിലായിരിക്കുമ്പോൾ ഡയോഡ് വിൽ നോട്ട് കണ്ടക്ട്. ഓക്കെ, ഓർത്ത് വയ്ക്കുക, ഇൻ ഫോർവേഡ് ബയാസ് ഡയോഡ് വിൽ കണ്ടക്ട് ആൻഡ് റിവേഴ്സ് ബയാസ് ഡയോഡ് വിൽ നോട്ട് കണ്ടക്ട്. സർക്യൂട്ട് ഡയഗ്രാം നോക്കാം. ഇവിടെ നമ്മളൊരു AC സപ്ലൈ കൊടുക്കുന്നു ആൻഡ് ഇതാണ് നമ്മളുടെ റെക്ടിഫയറിൻ്റെ ഡയഗ്രാം. ദർ ഇസ് എ സെൻറ്റർ ടാപ്പിംഗ് ആൻഡ് D1 എന്ന് പറയുന്നത് നമ്മളുടെ ഫസ്റ്റ് ഡയോഡാണ് ആൻഡ് D2 ഇസ് ദ സെക്കൻഡ് ഡയോഡ്. D2 എന്ന് പറയുന്നത് സെക്കൻഡ് ഡയോഡാണ്. അപ്പം ഇതിൻ്റെ ഇടയിൽ നമ്മൾ എന്ത് കണക്ട് ചെയ്തിട്ടുണ്ട്? ഒരു ലോഡ് റെസിസ്റ്റൻസ്. ഈ ലോഡ് റെസിസ്റ്റൻസ് RLൻ്റെ അക്രോസ് ആണ് നമ്മൾ ഔട്ട്പുട്ട് മെഷർ ചെയ്യുന്നത്. ഈ ലോഡ് റെസിസ്റ്റൻസ് RLൻ്റെ അക്രോസ് ആണ് നമ്മളുടെ ഔട്ട്പുട്ട് മെഷർമെൻറ്റ് നടക്കുക. ഓക്കെ, ലോഡ് റെസിസ്റ്റൻസ് RLൻ്റെ അക്രോസ് ആയിരിക്കും നമ്മളുടെ എന്ത് നടക്കുക? ഔട്ട്പുട്ട് മെഷർമെൻറ്റ് നടക്കുക. ക്ലിയർ ആണോ? ഇസ് ദാറ്റ് ക്ലിയർ? ഓക്കെ, സോ എന്താ നടക്കുകയെന്ന് വെച്ചാൽ നമ്മളുടെ ഇൻപുട്ട് സിഗ്നൽ കൊടുക്കുമ്പോൾ ഫസ്റ്റ് ഹാഫിൽ നമ്മളുടെ ഡയോഡ് D1 ഇസ് ഇൻ ദ ഫോർവേഡ് ബയാസ്. ഡയോഡ് D1 ഫോർവേഡ് ബയാസിലാകുമ്പം D2 എന്തായിരിക്കും? D2
റിവേഴ്സ് ബയാസിലായിരിക്കും. ഡയോഡ് D1 ഫോർവേഡ് ബയാസിലായിരിക്കും, D2 റിവേഴ്സ് ബയാസിലായിരിക്കും. അപ്പോൾ D1ലൂടെ കറണ്ട് കണ്ടക്ട് ചെയ്യും, D2ലൂടെ കറണ്ട് കണ്ടക്ട് ചെയ്യില്ല. നെക്സ്റ്റ് ഹാഫ് സൈക്കിളിൽ എന്ത് നടക്കും? D1 റിവേഴ്സ് ബയാസിലായിരിക്കും, D2 ഫോർവേഡ് ബയാസിലായിരിക്കും. അപ്പോൾ സെയിം ഓപ്പോസിറ്റ്, D2 ഫോർവേഡ് ബയാസിലാകുമ്പോൾ D2ലൂടെ കറണ്ട് കണ്ടക്ട് ചെയ്യും, D1ലൂടെ കറണ്ട് കണ്ടക്ട് ചെയ്യില്ല. അപ്പം ഏതെങ്കിലും ഒരു ഫസ്റ്റ് ഹാഫ് സൈക്കിളിൽ D1 വിൽ കണ്ടക്ട് ആൻഡ് D2 വിൽ ബി non-conducting, and in the second half cycle D2 will be in the forward bias, it will conduct. D1 will be in the reverse bias, it will not conduct. Clear? Waveform എങ്ങനെയാണ് ഉണ്ടാവുക? നമ്മളുടെ ഓരോ ഹാഫ് സൈക്കിളിലും എന്ത് സംഭവിക്കും? ഇറ്റ് വിൽ റെക്ടിഫൈ. ഔട്ട്പുട്ട് വോൾട്ടേജ് എന്തായിരിക്കും? ഇത് നമ്മളുടെ ഫസ്റ്റ് ഹാഫ് D1 കാരണം ഉണ്ടാവുന്നതാണെങ്കിൽ this will be due to the D2. Again D1 D2. Clear? നെക്സ്റ്റ് വൺ, എഫിഷ്യൻസി എന്ന് പറയുന്നത് മാക്സിമം ആയിരിക്കും. അപ്രോക്സിമേറ്റ്ലി 81.2% ആണ് എഫിഷ്യൻസി ഉണ്ടാവുക. ഫുൾ വേവ് റെക്ടിഫയറിന്റെ എഫിഷ്യൻസി എന്ന് പറയുന്നത് 81.2. ഓക്കെ, വാട്ട് ഈസ് ദ എഫിഷ്യൻസി ഓഫ് ഫുൾ വേവ് റെക്ടിഫയർ? വിച്ച് ഇസ് 81.2%. ക്ലിയർ? ഈ വേവ് ഫോം നിങ്ങൾ മാറിപ്പോകരുത്. ഫസ്റ്റ് ഹാഫ് സൈക്കിൾ D1 ആയിരിക്കും കണ്ടക്ടിങ്, സെക്കൻഡ് ഹാഫ് സൈക്കിൾ D2 is conducting, again D1 is conducting, D2 is conducting, which is alternative. Explain with the help of a circuit diagram the working principle of PN junction diode of a half wave rectifier. Half wave rectifierൽ നോക്കുക, നമ്മളുടെ പ്രൈമറി കോയിൽ, സെക്കൻഡറി കോയിൽ നമ്മളൊരു ട്രാൻസ്ഫോമർ കണക്ട് ചെയ്തിട്ടുണ്ട്. ട്രാൻസ്ഫോമറുമായിട്ട് ഒരൊറ്റ ഡയോഡ് മാത്രമേ ഇവിടെ കണക്ട് ചെയ്തിട്ടുണ്ടാവും. നേരത്തെ 2 ഡയോഡ് ഉണ്ടായിരുന്നു ഫുൾ വേവ് റെക്ടിഫയറിൽ, ഇവിടെ ഒരു ഡയോഡാണ് ഉള്ളത്. ആൻഡ് ഇതിൻ്റെ എൻഡിലേക്ക് നമ്മൾ എന്ത് കണക്ട് ചെയ്തിട്ടുണ്ട്? ഒരു ലോഡ് റെസിസ്റ്റൻസ് കണക്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ ആയിരിക്കും നമ്മളുടെ ഔട്ട്പുട്ട് മെഷർ ചെയ്യാം. ദിസ് ഈസ് ദ ഡയഗ്രാം. ഓക്കെ, ഔട്ട്പുട്ട് മെഷേർഡ് അക്രോസ് ദ ലോഡ് റെസിസ്റ്റൻസ് RL. സോ ഇവിടെ ഇതേപോലെ ഫസ്റ്റ് ഹാഫ് സൈക്കിളിൽ എന്ത് സംഭവിക്കും? നമ്മളുടെ D1 എന്ന് പറയുന്ന നമ്മളുടെ ഡയോഡ് എന്തായിരിക്കും? ഫോർവേഡ് ബയോസിലായിരിക്കും. അപ്പോൾ അവിടെ കറണ്ട് കണ്ടക്ട് ചെയ്യും. ബട്ട് ഇൻ ദ സെക്കൻഡ് ഹാഫ് സൈക്കിൾ ഇറ്റ് വിൽ ബി ഇൻ ദ റിവേഴ്സ് ബയാസ്, ഇറ്റ് വിൽ നോട്ട് കണ്ടക്ട് ദ കറണ്ട്. സോ ഫസ്റ്റ് ഹാഫ് സൈക്കിൾ ഡയോഡ് എന്തായിരിക്കും? ഫോർവേഡ് ബയാസ്, ഇറ്റ് വിൽ കണ്ടക്ട് ദ കറണ്ട്. സെക്കൻഡ് ഹാഫ് സൈക്കിൾ ഡയോഡ് വിൽ ബി ഇൻ ദ റിവേഴ്സ് ബയാസ്, ഇറ്റ് വിൽ നോട്ട് കണ്ടക്ട് ദ കറണ്ട്. ക്ലിയർ? സോ വേവ് ഫോം എന്താണ്? നമ്മളുടെ ഫസ്റ്റ് ഹാഫ് സൈക്കിൾ D1 ഡയോഡ് കണ്ടക്ട് ചെയ്യും, സെക്കൻഡ് ഹാഫ് സൈക്കിളിൽ ദർ വിൽ ബി നോ കണ്ടക്ഷൻ, ആൻഡ് ദ തേർഡ് ഹാഫ് സൈക്കിൾ എന്തായിരിക്കും? ഡയോഡ് വിൽ കണ്ടക്ട് അഗെയിൻ. ഓക്കെ, സോ ഐ തിങ്ക് ഇറ്റ്സ് ക്ലിയർ. AC കറണ്ടിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? റെക്ടിഫൈ ചെയ്യുന്നത്. AC-നെ DC ആക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു ഡിവൈസും കൂടിയാണ് എന്ത്? റെക്ടിഫയർ എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? സോ ദർ ആർ 2 type of rectifier, ഹാഫ് വേവ് ആൻഡ് ഫുൾ വേവ് റെക്ടിഫയർ. ഫുൾ വേവ് റെക്ടിഫയറിന്റെ എഫിഷ്യൻസി എന്ന് പറയുന്നത് 81.42 ആണ്. ആൻഡ് ഹാഫ് വേവ് ഈസ് അപ്രോക്സിമേറ്റ്ലി 41 point something. ക്ലിയർ? സോ മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്ന പ്രിൻസിപ്പിൾ മറന്നു പോകരുത്, വിച്ച് ഇസ് യൂസിങ് ബേസ്ഡ് ഓൺ ദ പ്രിൻസിപ്പിൾ ഓഫ് യൂണി ഡയറക്ഷണൽ പ്രോപ്പർട്ടി ഓഫ് കറണ്ട്. ഫോർവേഡ് ബയാസിൽ കണ്ടക്ട് ചെയ്യും, റിവേഴ്സ് ബയാസിൽ ഇറ്റ് വിൽ നോട്ട് കണ്ടക്ട്. ഐ ഹോപ്പ് ഇറ്റ് ഈസ് ക്ലിയർ. ക്ലിയർ ആണോ? വേഗം ഒന്ന് കമന്റ് ചെയ്തേ. ഇസ് ദാറ്റ് ക്ലിയർ ഓർ നോട്ട്? So there we are, come to the end of the 7 chapters, the very important topics. We covered everything. So tomorrow is your exam, the final exam of physics. All the best, sleep well, write the exam properly. Thank you so much. Bye bye.